ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത്. ഇത് നിങ്ങൾക്ക് വളരെയധികം ഉപയോഗപ്പെടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. അപ്പോൾ ഇന്ന് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്, നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ ശുഭാശുഭം എങ്ങനെയായിരിക്കും എന്നതിനെക്കുറിച്ച് മുൻകൂട്ടി നമ്മൾ സാധാരണക്കാർക്ക് എങ്ങനെ തിരിച്ചറിയാം അല്ലെങ്കിൽ എങ്ങനെ മനസ്സിലാക്കാം എന്നതിനെക്കുറിച്ചാണ്. അപ്പോൾ ഇതിനായിട്ട് നമ്മളൊരു തൊടുകുറി ശാസ്ത്രം, അതായത് യഥാർത്ഥ തൊടുകുറി ശാസ്ത്രമാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങളുടെ ജീവിതത്തിൽ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും അതിൻ്റെ വരും വരായികകൾ എന്തായിരിക്കും, ഇത് വളരെ കൃത്യമായിട്ട് 100% ഉറപ്പിച്ച് നിങ്ങൾക്ക് അത് ഫലം മനസ്സിലാക്കി എടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ നമ്മുടെ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. തുടർന്ന് വരുന്ന ബെലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുമെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോകളും ഉടനടി നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതുമാണ്. നമ്മൾ മനുഷ്യന് പലപ്പോഴും നമ്മുടെ ഭാവി എങ്ങനെയായിരിക്കും എന്നുള്ളത് അജ്ഞാതമാണ്. എന്നാൽ ഭാവിയിൽ സംഭവിക്കുവാൻ സാധ്യതയുള്ള സാഹചര്യങ്ങളെ മുൻകൂട്ടി കാണുന്നതിനും അതിനനുസരിച്ച് നമ്മുടെ ഭാവി പദ്ധതികൾ പ്ലാൻ ചെയ്യുന്നതിനും ജ്യോതിഷം തുടങ്ങി ഒരുപാട് പ്രവചന ശാസ്ത്രങ്ങളുണ്ടല്ലേ. അതിൽ തന്നെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രവചന ശാസ്ത്രമാണ് തൊടുകുറി ശാസ്ത്രം എന്ന് പറയുന്നത്. മഹാഭാരത കാലഘട്ടത്തില് പാണ്ഡവന്മാരിൽ പണ്ഡിതനായ സഹദേവനാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രം രചിച്ചിട്ടുള്ളത്. ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിലെ ശുഭാശുഭങ്ങൾ നോക്കിയാണ് അവരുടെ വനവാസകാലവും അജ്ഞാതവാസകാലവും എല്ലാം കാര്യക്ഷമമായി അവർക്ക് നിർവഹിക്കുവാൻ സാധിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഏതൊരു ശുഭകരമായ കാര്യം ചെയ്യുമ്പോഴും ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തെ പരീക്ഷിച്ചു നോക്കി അതിൻ്റെ ശുഭാശുഭം എന്താണ് എന്ന് മനസ്സിലാക്കി, അശുഭമാണ് എങ്കിൽ പ്രാർത്ഥനയും വഴിപാടും കൊണ്ട് അതിനെ മാറ്റിയെടുത്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ നിങ്ങൾ ഇറങ്ങിത്തിരിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾ പ്രവർത്തിക്കുന്ന ഏതൊരു മേഖലയിൽ നിന്നും നിങ്ങൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും എന്നുള്ളത് 100% ഉറപ്പാണ്. അപ്പോൾ ഈ ഒരു തൊടുകുറി ശാസ്ത്രം ഉപയോഗിക്കുന്നതിന് 64 നറുക്കുകൾ നമുക്ക് ആവശ്യമാണ്. ഇതിനായിട്ട് സാധാരണ ഒരു വെളുത്ത പേപ്പർ ചെറിയ ചതുര പീസുകളാക്കി മുറിച്ചെടുത്ത ശേഷം അതിലേക്ക് നമ്മൾ കുറച്ച് നമ്പറുകൾ എഴുതേണ്ടതുണ്ട്. ആ നമ്പറുകൾ ഞാൻ സ്ക്രീനിൽ തുടർന്ന് വരുന്ന ഭാഗങ്ങളിൽ കാണിക്കുന്നതാണ്. അതിനുശേഷം ഈ നറുക്കുകളെല്ലാം മടക്കി ഒരു ചെറിയ ഡബ്ബയിലോ ചെറിയ ഒരു അടപ്പ് പാത്രത്തിലോ നമ്മുടെ പൂജാമുറിയിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. എപ്പോഴെങ്കിലും നമുക്ക് മനസ്സിനൊരു ആശയക്കുഴപ്പം വരികയാണ്, നമ്മൾ ഏതെങ്കിലും ഒരു പ്രവർത്തനം ചെയ്യാനായിട്ട് പോകുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പുതിയതായിട്ട് എന്തെങ്കിലും ഒരു കാര്യം ആരംഭിക്കാൻ പോകുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ വരും വരായികകൾ എന്നുള്ളത് ആ ഒരു പൂജാമുറിയിൽ നമ്മൾ വിളക്ക് തെളിക്കുന്ന ഭാഗത്തിരിക്കുന്ന ഈ ഒരു നറുക്കിൽ നിന്ന് ഒരെണ്ണം സർവ്വദൈവങ്ങളെയും വിളിച്ചുകൊണ്ട് നമ്മൾ എടുക്കുകയാണ് എങ്കിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ കൃത്യമായി നിങ്ങൾക്ക് മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. നമ്മുടെ ആഗ്രഹങ്ങൾക്ക് വിപരീതമായി ഒരു നെഗറ്റീവായിട്ടുള്ള ഫലമാണ് നമുക്ക് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിന്ന് കിട്ടുന്നത് എങ്കിൽ അന്ന് വിളക്ക് വെക്കുമ്പോൾ നമ്മൾ ആരാധിക്കുന്ന നമ്മുടെ ഭഗവാന്മാരോട്, അതുമല്ലെങ്കിൽ നമ്മുടെ കുടുംബ പരദൈവത്തോട് നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. നമ്മൾ ആ ചെയ്യാൻ പോകുന്ന കാര്യം നമുക്ക് അനുകൂലമായി ഭവിക്കണം, അതിൽ നിന്ന് നമുക്ക് വിജയമുണ്ടാകണം, അല്ലെങ്കിൽ നമ്മുടെ ആഗ്രഹം എന്തോ അതുപോലെ സംഭവിക്കണം. ഇങ്ങനെയെല്ലാം പ്രാർത്ഥിച്ചതിന് ശേഷം വീണ്ടും അടുത്ത ദിവസം അല്ലെങ്കിൽ ആ ഒരു പ്രാർത്ഥന കഴിച്ചതിന് ശേഷം വീണ്ടും നമ്മൾ ഈ ഒരു തൊടുകുറി ശാസ്ത്രം പരീക്ഷിച്ച് നോക്കുക. ആ ഒരു സമയം നമുക്ക് യഥാർത്ഥമായ ആ ഒരു ഫലം ലഭിക്കുന്നതാണ്. വീണ്ടും നമുക്ക് ആ ഒരു നെഗറ്റീവായിട്ടുള്ള ഫലമാണ് ലഭിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ക്ഷേത്രത്തിൽ പോയി യഥാവിധി വഴിപാട്, അതായത് ആ ഒരു ക്ഷേത്രത്തിൽ എന്താണോ വഴിപാട് അത് നമ്മുടെ പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കുക. ഉദാഹരണത്തിന് അർച്ചന തുടങ്ങിയ കാര്യങ്ങൾ നമ്മുടെ പേരും നാളും പറഞ്ഞ് കഴിപ്പിക്കുന്നതിലൂടെ ആ ദോഷങ്ങൾ പൂർണ്ണമായി ഒഴിഞ്ഞു പോവുകയും നമ്മൾ ഇറങ്ങിത്തിരിക്കുന്ന ആ ഒരു കാര്യത്തിൽ നിന്ന് നമുക്ക് ജയവും വിജയവും നേടിയെടുക്കുവാനും സാധിക്കും. അപ്പോൾ ആ ഒരു തൊടുകുറി ശാസ്ത്രത്തിന് വേണ്ടിയിട്ട് നമ്മൾ നറുക്കിയെടുക്കുന്ന 68 നറുക്കുകളിൽ എഴുതേണ്ടുന്ന ആ ഒരു നമ്പറുകളാണ് ഞാനിപ്പോൾ ഈ സ്ക്രീനിൽ കാണിക്കുന്നത്. ഇതൊന്ന് പൗസ് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് ഈ നമ്പറുകൾ ഓരോന്നായി ഓരോ പേപ്പറുകളിൽ എഴുതിയെടുത്ത് ചുരുട്ടി അല്ലെങ്കിൽ മടക്കി ഒരു ചെറിയ ബോക്സിൽ വിളക്ക് തെളിക്കുന്ന നിങ്ങളുടെ ആ ഒരു പൂജാമുറിയുടെ ഭാഗത്ത് സൂക്ഷിക്കാം. ഓരോ തവണയും നമ്മൾ ഈ ഒരു തൊടുകുറി ശാസ്ത്രം പരീക്ഷിക്കുമ്പോൾ വിഘ്നേശ ഭഗവാൻ, നമ്മുടെ ഇഷ്ടദൈവം, നമ്മുടെ കുടുംബ പരദേവത ഇവരെയെല്ലാം വിളിച്ച് നന്നായി പ്രാർത്ഥിച്ചതിന് ശേഷം വേണം അതിൽ നിന്ന് ആ ഒരു നറുക്കെടുക്കുവാൻ. അപ്പോൾ നമുക്ക് പലതരത്തിലുള്ള ആവശ്യങ്ങളായിരിക്കും, നമുക്ക് പലതരത്തിലുള്ള ആഗ്രഹങ്ങളായിരിക്കും. പക്ഷേ ഈ നറുക്കിൻ്റെതായിട്ടുള്ള ആ ഒരു ഫലം ഒരു പക്ഷേ നമ്മൾ വിചാരിച്ച കാര്യത്തെക്കുറിച്ചൊന്നും ആയിരിക്കില്ല. പക്ഷെ എന്നിരുന്നാലും നമ്മൾ തിരഞ്ഞെടുത്തിട്ടുള്ളതായ ആ ഒരു അക്കത്തിൻ്റെ പൊതുഫലം കേൾക്കുമ്പോൾ
അതിൽ പോസിറ്റീവായിട്ടാണോ പറഞ്ഞിരിക്കുന്നത്, അതിൽ എന്തൊക്കെയാണ് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തി അതിൽ നിന്ന് നമുക്ക് നമ്മൾ വിചാരിച്ച ആ ഒരു കാര്യത്തെക്കുറിച്ച് കൃത്യമായി മനസ്സിലാക്കിയെടുക്കുവാൻ സാധിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു തൊടുകുറി ശാസ്ത്രം നിങ്ങൾ പരീക്ഷിച്ചു നോക്കുക. ഓരോ ദിവസവും കഴിയും തോറും ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നതായ ഫലം, അതിന്റെ കൃത്യത വർദ്ധിച്ചു വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പൊ ഈ ഒരു തൊടുകുറി ശാസ്ത്രം നമ്മുടെ ജീവിത അവസാനം വരെ നമുക്ക് ആ ഒരു ഫലപ്രവചനത്തിനും നമ്മുടെ ജീവിത വിജയത്തിനുമായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. എൻ്റെ വ്യക്തിപരമായിട്ടുള്ള പല കാര്യങ്ങൾക്കും ഡിസിഷൻ എടുക്കുന്നതിന് മുൻപ് ഞാൻ ഈ തൊടുകുറി ശാസ്ത്രം പരീക്ഷിക്കുന്നുണ്ട്. എന്നെ പോലും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് 100% കൃത്യമായിട്ടുള്ള ഫലമാണ് എനിക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു 64 നറുക്കുകളും വന്നു കഴിഞ്ഞാൽ ഓരോ നറുക്കിന്റെയും ആ ഒരു ഫലം എന്താണ് എന്നതിനെ കുറിച്ച് വിശദമായിട്ട് മനസ്സിലാക്കാം. അതിനു മുൻപ് ഓരോ തവണയും നിങ്ങൾ ഈ ഒരു നറുക്ക് പരീക്ഷിക്കുമ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം സത്യമായി ഭവിച്ചു എന്നുള്ളത് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു വീഡിയോയ്ക്ക് കമന്റ് ചെയ്യണം. ഭാവിയിൽ കാണുന്നവർക്ക് ഈ ഒരു ശാസ്ത്രത്തിന്മേലുള്ള വിശ്വാസ്യത വർദ്ധിക്കുന്നതിനും ഇത് എത്രത്തോളം കൃത്യമാണ് എന്ന് മനസ്സിലാക്കുന്നതിനും അത് ഉപകരിക്കും എന്നുള്ളതാണ്. അപ്പോൾ ഇനി ഓരോ നറുക്കിന്റെയും ആ ഒരു ഫലം നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ 64 നറുക്കുകൾ നിങ്ങളുടെ പൂജാമുറിയിൽ ഒരു ബോക്സിൽ സൂക്ഷിക്കുക. ഓരോ തവണയും ആ ഒരു നറുക്ക് എടുത്ത ശേഷം ആ ഒരു നറുക്കിന്റെ ഫലം എന്താണ് എന്നുള്ളത് ഈ ഒരു വീഡിയോയുടെ തുടർന്ന് വരുന്ന ഭാഗം കണ്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. നമുക്ക് ഫലപ്രവചനത്തിലേക്ക് പോവാം. നിങ്ങൾ വിചാരിച്ച സംഖ്യ അല്ലെങ്കിൽ നിങ്ങൾ തൊട്ട സംഖ്യ 111 ആണ് എങ്കിൽ വിചാരിച്ച കാര്യങ്ങൾ യാതൊരു കുറവും കൂടാതെ വിജയിക്കുമെന്നുള്ളതാണ്. വരുന്ന ഒരു വർഷക്കാലത്തേക്ക് നിങ്ങളെ ഒരു ദോഷവും ബാധിക്കുകയില്ല. ഈ ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾ ആഗ്രഹിച്ച ഏതൊരു കാര്യമായിരുന്നാലും അത് നടക്കുകയും അല്ലെങ്കിൽ ആ ഒരു കാര്യം നടക്കുന്നതിലേക്കുള്ള സാധ്യതകൾ, വഴികൾ നിങ്ങൾക്ക് തുറന്നു കിട്ടുകയും ചെയ്യും. നിങ്ങളുടെ വളർച്ചയ്ക്ക് തടസ്സം സൃഷ്ടിച്ചുകൊണ്ടിരുന്ന ശത്രുക്കളെ ജയിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബത്തിനും വളരെയധികം ഐശ്വര്യവും ക്ഷേമവും ഈ ഒരു കാലയളവിൽ ഉണ്ടാകും. ഇതിനൊക്കെ അടയാളമായി നിങ്ങളുടെ വലത് കൈയിൽ ഒരു മറുകുണ്ട് എന്നുള്ളതാണ്. ഈ ഒരു വർഷത്തിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ സാധിക്കുകയും ശാന്തിയും സമാധാനവും സന്തോഷവും ഉണ്ടാകുകയും ചെയ്യും. ശത്രുക്കൾ അവരുടെ ദുരാഗ്രഹം അവസാനിപ്പിച്ച് നിങ്ങളെ വിട്ടൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അവരുടെ ഉപജാപങ്ങൾക്ക് നിങ്ങളെ തകർക്കുവാൻ സാധിക്കുകയില്ല. മാത്രമല്ല യാതൊരു വിധത്തിലും നിങ്ങളെ വഞ്ചിക്കുവാൻ അവർക്ക് സാധിക്കുകയുമില്ല. വരുന്ന ഒരു വർഷക്കാലം നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ പൂർത്തീകരിക്കുകയും ഇടപെടുന്ന എല്ലാ പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് നല്ല ഫലം ലഭിക്കുകയും ചെയ്യും. 112 നിങ്ങൾ തൊട്ടത് എങ്കിൽ അല്ലെങ്കിൽ 112 നിങ്ങൾ ആലോചിച്ചത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം ഇപ്പോൾ നടക്കില്ല എന്നുള്ളതാണ്. എന്തോ ഒരു തടസ്സം ആ ഒരു കാര്യത്തെ ബാധിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട ഒരാൾ തന്നെ അതിനെതിരായി പ്രവർത്തിക്കുകയോ അതിനെതിരെ നിൽക്കുകയോ ചെയ്യും എന്നുള്ളതും ഫലത്തിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങൾ വിചാരിച്ച കാര്യത്തിൽ കുറച്ചു കാലതാമസം വരുവാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ സന്ദർശനം നടത്തുകയും കുടുംബ ദേവതയ്ക്ക് വേണ്ടുന്ന പൂജകൾ, വഴിപാടുകൾ ഇവ നടത്തുകയും ചെയ്യുന്നതിലൂടെ ഈ ഒരു തടസ്സത്തില് വളരെ പെട്ടെന്ന് ഇറക്കം ലഭിക്കുന്നതാണ്. ആഗ്രഹപൂർത്തീകരണത്തിനോ ലക്ഷ്യപൂർത്തീകരണത്തിനോ നിങ്ങൾ വളരെയധികം പരിശ്രമിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്. മാത്രവുമല്ല പലതരത്തിലുള്ള മത്സരങ്ങളും വെല്ലുവിളികളും നിങ്ങളുടെ പാതയിൽ പതിയിരിക്കുന്നുമുണ്ട്. പലതരത്തിലുള്ളതായ കാര്യങ്ങളെ ത്യജിച്ചുകൊണ്ട് മുന്നോട്ടുള്ള പ്രയാണത്തിൽ സഞ്ചരിക്കേണ്ടതായി വരും. അതുകൊണ്ട് ഓരോ പ്രവർത്തനത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും നല്ല രീതിയിൽ ചിന്തിച്ച് ആലോചിച്ചുറച്ചതിനു ശേഷമേ അതിലേക്ക് ഇടപെടുവാൻ പാടുള്ളൂ. എടുത്തു വെക്കുന്ന ഓരോ ചുവടുവെപ്പും വളരെ ശ്രദ്ധയോടും ഈശ്വര വിശ്വാസത്തോടും കൂടി ആയിരിക്കണം എന്നുള്ളതാണ്. ഒരു കാരണവശാലും ഈശ്വരനിലുള്ള ഭക്തി നിങ്ങൾ ഉപേക്ഷിക്കുവാൻ പാടുള്ളതല്ല. ഈശ്വരാധീനത്തിന്റെ ഒരല്പം കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ തീർച്ചയായും വിജയം നിങ്ങൾക്ക് സുനിശ്ചിതം തന്നെയാണ്. 113 നിങ്ങൾ തൊട്ടത് അല്ലെങ്കിൽ 113 നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾക്ക് ധനലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് കുറച്ച് ധനം വരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സന്താന സൗഭാഗ്യമോ പുതിയ ബന്ധങ്ങൾ ഉണ്ടാവുകയോ ബന്ധുക്കൾ നിങ്ങളെ തേടി വരികയോ ചെയ്യുമെന്നുള്ളതും ഫലമായിട്ട് പറയപ്പെടുന്നു. ഗ്രഹദോഷങ്ങളിൽ നിന്ന് നിങ്ങൾ മുക്തനാണ് എന്നും ഗ്രഹങ്ങൾ നിങ്ങളുടെ ശുഭസ്ഥാനത്താണ് എന്നും ഈ ഒരു സംഖ്യ തിരഞ്ഞെടുത്തതിന്റെ
ഫലമായി മനസ്സിലാക്കാം. ഇത് നിങ്ങൾക്ക് ജീവിതത്തിലും നിങ്ങളുടെ തൊഴിലിലും മറ്റു മേഖലകളിലും എല്ലാം തന്നെ സുഖത്തെ സമ്മാനിക്കും. നിങ്ങൾക്ക് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ പരിശ്രമിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് നേടിയെടുക്കാൻ പറ്റാത്തതായിട്ട് ഒന്നും തന്നെ ഉണ്ടാകില്ല. എന്നാൽ മനസ്സിനെ ദുർചിന്തകൾ പിടികൂടാതെ നിങ്ങൾ സൂക്ഷിക്കേണ്ടതുണ്ട്. അത്തരം ദുർവിചാരങ്ങളെ അകറ്റി നിർത്തിയാൽ നിങ്ങൾക്ക് ജീവിതത്തിൽ ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നതാണ്. ഈ ഒരു കാലയളവിൽ ഈശ്വര സേവ നിങ്ങൾ മുടക്കാതിരിക്കുക. ഈശ്വരൻ അനുകൂല ഭാവത്തിലാണ്. ദൈവാധീനം വളരെയധികം മൂർച്ഛിച്ചു നിൽക്കുന്നതായ ഒരു സമയവുമാണ്. അതുപോലെ പാവപ്പെട്ടവരെ സഹായിക്കുക കൂടി ചെയ്യേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അത്തരത്തിൽ അശരണരായ ആളുകളെ സഹായിക്കുക വഴി ജീവിതത്തിൽ വലിയ പുരോഗതിയും ലക്ഷ്യപ്രാപ്തിയും നിങ്ങൾക്ക് കൈവരുന്നതാണ്. മേൽക്കുമേൽ ഐശ്വര്യവും അഭിവൃദ്ധിയും നിങ്ങൾക്ക് തേടി വരികയും ചെയ്യും. ഈ ഒരു സംഖ്യ തൊട്ടതിലൂടെ ഇപ്പറഞ്ഞതായ ശുഭഫലങ്ങൾ നിങ്ങളെ തേടി വരും നിശ്ചയമാണ്. 114 നിങ്ങൾ തൊട്ടത് എങ്കിൽ അല്ലെങ്കിൽ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾ ഏതൊരു കാര്യം വിചാരിച്ചാലും ആ ഒരു കാര്യം നിറവേറും എന്നുള്ളതാണ്. അധികം കാലതാമസം കൂടാതെ തന്നെ നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം നിറവേറുന്നതാണ്. ഇതിനായി നിങ്ങളുടെ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ സ്നേഹിതൻ, അതുമല്ലെങ്കിൽ ബന്ധു തുടങ്ങിയവരുടെ സഹായം നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. നിങ്ങളെ കൂടാതെ നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതിന് അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് പുറമേ നിന്ന് ഒരാളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. ഇനിയും ഒരു മാസം കഴിഞ്ഞാൽ നിങ്ങൾക്ക് സമയം ഏറ്റവും ശുഭകരമാണ് എന്നുള്ളതാണ് ഫലം പറയുന്നത്. ഗുരു അല്ലെങ്കിൽ വ്യാഴം നിങ്ങൾക്ക് അനുകൂല ഭാവത്തിലേക്ക് വരും എന്നുള്ളതാണ്. ആ ഒരു കാലയളവിൽ, അതായത് ഈ ഒരു ഫലമറിഞ്ഞ് ഒരു മാസം കഴിയുന്നതോടുകൂടി ഈശ്വരാധീനം നിങ്ങളിൽ വളരെയധികം വർദ്ധിക്കുന്നതാണ്. അതുകൊണ്ട് ഈ ഒരു കാലയളവിൽ ക്ഷേത്ര ദർശനം നിങ്ങൾ മുടക്കാതിരിക്കുക. അതുപോലെ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളെ തേടി വന്നിട്ടുള്ള ആ ഒരു സുഹൃത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബന്ധു നിങ്ങളെ തേടി വരികയാണ് എങ്കിൽ ആ ഒരു ബന്ധുവിനെ അല്ലെങ്കിൽ സുഹൃത്തിനെ, സ്നേഹിതനെ നിങ്ങൾക്ക് ആത്മാർത്ഥമായിട്ട് വിശ്വസിക്കാം എന്നുള്ളതാണ്. ആ ഒരു വ്യക്തി വഴി അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇപ്പോൾ കടന്നു വന്നിട്ടുള്ള ആ ഒരു വ്യക്തി വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ വലിയ പോസിറ്റീവായ മാറ്റങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. അയാളിൽ നിന്ന് നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ സഹായം ലഭിക്കുന്നതാണ്. ഇപ്പോൾ നിങ്ങളുടെ ജീവിത നിലവാരം എപ്രകാരമാണോ ആ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങളുടെ ജീവിത നിലവാരം ഇപ്പോഴുള്ളതിനേക്കാൾ ഉയരുന്നതാണ്. അക്കാരണം കൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയോട് നിങ്ങളും അളവിലധികം സ്നേഹം വെച്ച് പുലർത്തേണ്ടതുണ്ട്. പരസ്പരം സ്നേഹത്തോടും വിശ്വാസത്തോടും നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരു സുഖസമ്പൂർണമായ ജീവിതം നിങ്ങൾക്ക് ഭാവിയിൽ കെട്ടിപ്പടുക്കുവാൻ സാധിക്കും അല്ലെങ്കിൽ സഫലമാകും എന്നുള്ളതാണ്. എന്തുകൊണ്ടും 114 എന്ന സംഖ്യ തിരഞ്ഞെടുത്ത ഈ ഒരു കാലഘട്ടം നിങ്ങൾക്ക് മോശത്തെ പ്രദാനം ചെയ്യില്ല. നിങ്ങളുടെ ആഗ്രഹങ്ങൾ സഫലീകരിക്കും. ഏറ്റവും ശുഭകരമായ ആ ഒരു സമയമാണ്. 121 എന്ന നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ തൊട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ അല്ലെങ്കിൽ ദുഃഖം നിങ്ങളെ വിട്ടകന്നു പോകും എന്നുള്ളതാണ്. നിങ്ങളുടെ മനസ്സിനെ ഇപ്പോൾ മഥിച്ചുകൊണ്ടിരിക്കുന്ന ആ ഒരു വിഷമഘട്ടം മാറിപ്പോകാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ കഷ്ടനഷ്ടങ്ങള്, കടങ്ങള് ഒക്കെ തന്നെ നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്കത് വീട്ടിയെടുക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. അതായത് നിങ്ങളെ സഹായിക്കുന്നതിന് നിങ്ങൾക്ക് പരിചയമില്ലാത്ത ഒരു വ്യക്തിയുടെ സഹായം ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ ആ ഒരു വ്യക്തിയുടെ ഉപദേശം നിങ്ങൾ സ്വീകരിക്കുകയാണ് അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ ഉപദേശം പ്രകാരം നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരാൻ സാധിക്കുമെന്നുള്ളതാണ്. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നിങ്ങളുടെ കുടുംബ പരദേവത ആരാണോ ആ ഒരു ദേവതാ ക്ഷേത്രത്തിൽ നിങ്ങൾ പോവുകയും ക്ഷേത്രത്തിലേക്ക് വേണ്ടുന്ന വഴിപാടുകൾ, പൂജകൾ നിങ്ങൾ മുടങ്ങാതെ ചെയ്യുകയാണ് എങ്കിൽ ഇപ്പോൾ നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന മനോവിഷമം മാറിപ്പോകുന്നതാണ്. മാത്രമല്ല, മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്തയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുക. തീർച്ചയായും ഈശ്വരൻ നിങ്ങൾക്ക് കരുത്തും കാവലുമായി ഉണ്ടാകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. ഈശ്വരാധീനമൊക്കെ വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. അങ്ങനെ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ ഈശ്വരന്മാരെ പ്രസാദിക്കുന്ന ഒരു കാലഘട്ടവുമാണ്. അപ്പൊ എന്തായാലും ഒരു ശുഭകരമായ സമയമാണ്. വിജയം ഇപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായി നിൽക്കുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ട് നിങ്ങൾ എന്ത് ആഗ്രഹിച്ചുകൊണ്ടാണോ ഈ ഒരു സംഖ്യ തിരഞ്ഞെടുത്തത് ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിക്കാൻ പോവുകയാണ്. ഏറെ വൈകാതെ തന്നെ ആ ഒരു ആഗ്രഹം നിങ്ങൾക്ക് സഫലീകരിച്ചു കിട്ടുന്നതാണ്. 122 എന്ന സംഖ്യയാണ് നിങ്ങൾ തൊട്ടത് എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം ഫലപ്രാപ്തിയിൽ എത്തുമെന്നുള്ളതാണ്. അല്ലെങ്കിൽ
ആ ഒരു കാര്യത്തെ നിങ്ങൾക്ക് വിജയകരമായി പൂർത്തീകരിക്കുവാൻ സാധിക്കും, അല്ലെങ്കിൽ ആ ഒരു ലക്ഷ്യത്തെ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും. നിങ്ങളിപ്പോൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊരു പ്രവൃത്തിയിൽ നിന്നും നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും. അത് കച്ചവടമായിക്കോട്ടെ, തൊഴിലായിക്കോട്ടെ, ഏതൊരു മേഖലയിലാണോ, ഇനി വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ, നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ആ പഠനത്തിൽ നിന്നെല്ലാം നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും എന്നുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, എന്താണോ ലക്ഷ്യം വെച്ച് എങ്ങനെയാണോ പ്രവർത്തിക്കുന്നത്, ആ രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ച് മുന്നോട്ട് പോവുക. നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകും. അതുപോലെ തന്നെ പണ്ടെങ്ങോ നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ, അല്ലെങ്കിൽ കുറച്ചു കാലത്തിന് മുൻപ് നിങ്ങളിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വസ്തുവകകളും അതുപോലെ തന്നെ സാധന സാമഗ്രികളും ഒക്കെ തന്നെ നിങ്ങളിലേക്ക് തന്നെ വന്നു ചേരാൻ പോവുകയാണ് എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾക്ക് അർഹമായ ഏതെങ്കിലും ഒക്കെ കാര്യങ്ങൾ ലഭിക്കാനുണ്ട് എങ്കിൽ അത് ദാ വന്ന് നിങ്ങളിലേക്ക് ചേരാൻ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അടുത്തേക്ക് വന്നിട്ടുള്ള, അല്ലെങ്കിൽ നിങ്ങളോട് ചങ്ങാത്തം കൂടി വന്നിട്ടുള്ള പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾ അളവിലധികം ഒന്നും വിശ്വസിക്കേണ്ടതില്ല. അവർ നല്ല ഉപദേശങ്ങളാണ് നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ സമ്മാനിക്കുന്നത് എങ്കിൽ പോലും നിങ്ങളുടെ യുക്തിക്ക് നിരക്കാത്തതാണ് എങ്കിൽ അത്തരം കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളുടെ ഒരു സുഹൃത്തിന്റെ നിർദ്ദേശം അനുസരിച്ചുള്ള പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് ചെറിയ നഷ്ടം ഉണ്ടാകാൻ ഈ ഒരു കാലയളവിൽ സാധ്യത പറയുന്നുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കൾക്കിടയിൽ ചില വഞ്ചകരായ ആളുകൾ ഒളിഞ്ഞിരിപ്പുണ്ട്, പതിഞ്ഞിരിപ്പുണ്ട്. അവർ നിങ്ങളെ തെറ്റിലേക്ക് പ്രേരിപ്പിക്കുകയും നാശത്തിലേക്ക് കൊണ്ടുചെന്നെത്തിക്കുകയും ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അവരിൽ നിന്ന് പരമാവധി അകന്നൊഴിഞ്ഞ് ജീവിക്കുവാൻ ശ്രദ്ധിക്കുക. നിങ്ങൾ എത്രത്തോളം അകന്ന് ഒഴിഞ്ഞു പോയാലും അവരിൽ നിന്ന് നിങ്ങൾക്കുണ്ടാകാൻ സാധ്യതയുള്ള ആ ഒരു പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടുക കുറച്ച് പ്രയാസമാണ്. ഈശ്വരാധീനം കൊണ്ട് നിങ്ങൾക്ക് ഇതിനെ മറികടക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, അത്തരത്തിലുള്ള സുഹൃത്തുക്കളെ നിങ്ങൾ പെട്ടെന്ന് ഒഴിവാക്കുകയോ പിണക്കുകയോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഉചിതമായ കാര്യമല്ല. അത് കൂടുതൽ ആപത്തുകൾ നിങ്ങൾക്ക് കൊണ്ടുവരുത്തുന്നതാണ്. അതുകൊണ്ട് മെല്ലെ മെല്ലെ മോശപ്പെട്ട സുഹൃത്ത് ബന്ധങ്ങളിൽ നിന്ന് നിങ്ങൾ അകന്ന് മാറുക. ഇത് ഒരിക്കലും അവർക്ക് മനസ്സിലാവുകയും ചെയ്യരുത്. മാത്രവുമല്ല, പാവപ്പെട്ട ആളുകളെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നന്മ മാത്രം ആഗ്രഹിക്കുന്ന ആളുകളെ നിങ്ങൾ സ്നേഹിക്കുവാനും മറക്കരുത്. മറ്റുള്ളവരെ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ നിങ്ങൾ വേദനിപ്പിക്കാൻ ഇടവരരുത്. തീർച്ചയായും നിങ്ങൾ വിചാരിച്ച കാര്യം ഫലപ്രാപ്തിയിലേക്ക് എത്തും. അതുപോലെ എല്ലാ തരത്തിലുമുള്ള അഭിവൃദ്ധിയും ഉണ്ടാകും. പക്ഷേ നിങ്ങളുടെ കൂട്ടുകെട്ടുകൾ നിങ്ങൾ പ്രത്യേകം ഒന്ന് ശ്രദ്ധയിൽ വെക്കുക. 123 നിങ്ങൾ വിചാരിച്ചത് എങ്കിൽ നിങ്ങളുടെ മനസ്സിനെ ആദേശം ചെയ്ത പ്രശ്നങ്ങളെല്ലാം അകന്നൊഴിഞ്ഞു പോകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതോ ഒരു പ്രവൃത്തി, ആ ഒരു പ്രവൃത്തി കാരണം ബന്ധുക്കൾക്ക് നിങ്ങളോട് ചെറിയ രീതിയിലുള്ള അരിശമുണ്ട് എന്നുള്ളതാണ്. ആ ഒരു പ്രവൃത്തിയിൽ നിങ്ങൾ തന്നെയാണ് പൂർണ്ണമായ തെറ്റുകാരെന്നുള്ളതാണ് ഫലം പറയുന്നത്. അതുകൊണ്ട് അത്തരം പ്രവൃത്തിയിൽ നിന്ന് മറ്റാർക്കെങ്കിലും ഒരു ദ്രോഹം നിങ്ങളിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട് എങ്കിൽ നിങ്ങൾ അവരോട് ക്ഷമ ചോദിക്കുക. അതിനുള്ള പരിഹാരം നിങ്ങൾ ചെയ്യുക. ഈ ഒരു വിരോധത്തെ നിങ്ങൾ നീക്കിയാൽ ഇനിയും 5 ദിവസത്തിനുള്ളിൽ നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് അകലെയായിട്ട് നിങ്ങളെ തേടി ഒരു ശുഭവാർത്ത വരും എന്നുള്ളതാണ്. ഈ ഒരു കാലയളവിൽ നല്ല രീതിയിൽ ശുഭചിന്തകളും നല്ല തീരുമാനങ്ങളും ഒക്കെ എടുക്കാൻ സാധിക്കുന്ന ഒരു കാലയളവ് കൂടിയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള പ്രവർത്തനങ്ങൾ മറ്റുള്ളവർക്ക് ദ്രോഹകരമാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധ നിങ്ങൾ ഈ ഒരു സമയം വെച്ചു പുലർത്തേണ്ടതാണ്. പലപ്പോഴും നിങ്ങൾ അറിയാതെയെങ്കിലും ചെയ്യുന്ന പല കാര്യങ്ങളും മറ്റുള്ളവർക്ക് ദ്രോഹമായിട്ട് ഭവിക്കാൻ സാധ്യതയുള്ള ഒരു സമയമാണ്. അത്തരത്തിൽ ഒരു ദ്രോഹം അല്ലെങ്കിൽ ഒരു ദോഷം മറ്റാർക്കെങ്കിലും ഉണ്ടായാൽ നിരുപാധികം നിങ്ങൾ ക്ഷമ യാചിക്കുക. അതിനു വേണ്ടുന്ന പരിഹാരങ്ങൾ നിങ്ങൾ ചെയ്യുക. തീർച്ചയായും നിങ്ങൾ ചെയ്തതായ ഏതെങ്കിലും തെറ്റുകൾ ഉണ്ട് എങ്കിൽ അവയെ പരിഹരിക്കുന്നതിലൂടെ നിങ്ങളുടെ വിജയം വിദൂരമല്ല. തീർച്ചയായും നിങ്ങൾക്ക് മംഗളം തന്നെ സിദ്ധിക്കുന്നതാണ്. 124 എന്ന അക്കമാണ് നിങ്ങൾ തൊട്ടത്, അല്ലെങ്കിൽ മനസ്സിൽ വിചാരിച്ചത് എങ്കിൽ നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടാനായിട്ട് പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളെ വളരെയധികം വിമർശിക്കുകയോ വളരെയധികം പ്രാകുകയോ നിങ്ങൾ നശിച്ചു കാണണമെന്ന് ആഗ്രഹിക്കുകയോ ചെയ്തിരുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങളുടെ സ്നേഹിതരാകാൻ പോകുന്ന ഒരു സമയമാണ്. അതായത് ശത്രുനാശം സംഭവിക്കാൻ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ കൈവിട്ടു പോയ വസ്തുവകകളൊക്കെ തന്നെ നിങ്ങളിലേക്ക് തിരികെ വന്നു ചേരും എന്നുള്ളതാണ്. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എല്ലാ കാര്യങ്ങളും ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് വന്നു ഭവിക്കും എന്നുള്ളതാണ്. ഇത്രയും കാലം നിങ്ങളുടെ ജീവിതത്തിൽ പലതരത്തിലുള്ള നഷ്ടങ്ങളും കഷ്ടങ്ങളും ദുഃഖ ദുരിതങ്ങളൊക്കെ തന്നെ നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇനി അങ്ങോട്ടുള്ള സമയം നിങ്ങളുടെ ഏറ്റവും ശുഭസുന്ദരമായ സമയത്തിലേക്ക് കടക്കാൻ പോവുകയാണ്. അതുപോലെ തന്നെ കുടുംബത്തിൽ പുതിയ അംഗങ്ങൾ വന്നു ചേരുക, കുട്ടികൾ ജനിക്കുക,
വിവാഹം തുടങ്ങിയ മംഗളകാര്യങ്ങൾ നടക്കുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നടക്കാൻ സാധ്യതയുണ്ട്. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്ത് പ്രവർത്തിച്ചിരുന്നു എങ്കിലും വളരെ മോശപ്പെട്ട ഫലമായിരുന്നു, അല്ലെങ്കിൽ വേണ്ടത്ര ആ ഒരു ഗുണം ആ ഒരു പ്രവർത്തനത്തിൽ നിന്ന് നിങ്ങൾക്ക് ലഭിച്ചിരുന്നില്ല. അതുപോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളിലൊക്കെ നിങ്ങൾ ചെന്ന് ചാടാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ആരൊക്കെ സ്നേഹിച്ചാലും അല്ലെങ്കിൽ ആരെങ്കിലും നിങ്ങളെ സ്നേഹിച്ചാലും അത്തരം ബന്ധങ്ങളൊക്കെ തന്നെ ഒരു വൈരാഗ്യത്തിൽ ചെന്ന് കലാശിക്കുകയാണ്, അല്ലെങ്കിൽ വിരോധത്തിൽ ചെന്ന് കലാശിക്കുകയാണ് ചെയ്തിരുന്നത്. അപ്പൊ അത് ഒരിക്കലും അവരുടെയോ നിങ്ങളുടെയോ ദോഷം കൊണ്ടല്ല, കാലം അല്ലെങ്കിൽ സമയം മോശമായിരുന്നത് കൊണ്ടെന്നാണ് പറയുന്നത്. ഇനി വരുന്ന ഒരു 2 ആഴ്ച കഴിഞ്ഞാൽ അല്ലെങ്കിൽ 14 ദിവസം കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ദോഷങ്ങളൊന്നും തന്നെ ഉണ്ടാവുകയില്ല എന്നുള്ളതാണ്. വിരോധികൾ നിങ്ങളെ സ്നേഹിക്കാൻ ആരംഭിക്കുകയും അതോടൊപ്പം തന്നെ കഴിയുന്ന സഹായങ്ങൾ അവരിൽ നിന്ന് നിങ്ങൾക്ക് ഉണ്ടാവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് സന്തോഷത്തോടു കൂടി മുന്നോട്ട് പോവുക. ഈശ്വരൻ ഇപ്പോ നിങ്ങൾക്കൊപ്പം തന്നെ ഉള്ള ഒരു കാലഘട്ടമാണ്. 2 ആഴ്ചയ്ക്ക് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. 131 എന്ന സംഖ്യയാണ് നിങ്ങൾ തൊട്ടത് അല്ലെങ്കിൽ വിചാരിച്ചത് എങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ഒരു വലിയ ലക്ഷ്യമുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ വലിയൊരു ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം എന്തായിരുന്നാലും അല്ലെങ്കിൽ ആ ലക്ഷ്യം എന്തായിരുന്നാലും അത് വിജയകരമായി നിങ്ങൾക്ക് പൂർത്തീകരിക്കുവാൻ സാധിക്കുമെന്നുള്ളതാണ്. ഈ ഒരു ആഗ്രഹം അല്ലെങ്കിൽ ലക്ഷ്യം പൂർത്തീകരിക്കുന്നതിന് ഒരു സ്ത്രീയിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായും മറ്റും എല്ലാമുള്ള സഹായം ലഭിക്കുമെന്നുള്ളതാണ്. പലതരത്തിലുള്ള നിർദ്ദേശങ്ങൾ ലഭിക്കാനും സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നവഗ്രഹ ക്ഷേത്രങ്ങളിൽ അല്ലെങ്കിൽ നവഗ്രഹങ്ങൾക്ക് ഉചിതമായ പ്രാർത്ഥനകൾ, വഴിപാടുകൾ നിങ്ങൾ ചെയ്യുന്നത് ഏറ്റവും ഉചിതമായിരിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാലയളവിൽ നിങ്ങൾക്ക് എല്ലാം ജയമായി വരും, അല്ലെങ്കിൽ നിങ്ങൾ ഏർപ്പെടുന്ന എല്ലാ കാര്യത്തിൽ നിന്നും നിങ്ങൾക്ക് മംഗളം ഭവിക്കും. നിങ്ങളുടെ മനസ്സിലുള്ള ഈ ഒരു ആഗ്രഹം സാധിക്കുമെങ്കിലും നിങ്ങളുടെ ആഗ്രഹം ഒരു ദുരാഗ്രഹമാണ് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ആഗ്രഹം നേടിയെടുക്കുന്നതിൽ കുറച്ച് പ്രയാസം നേരിടും. എങ്കിലും നിങ്ങൾക്കത് നേടിയെടുക്കുവാൻ സാധിക്കും. മാത്രവുമല്ല, ഒരു സ്ത്രീയുടെ സഹായം ലഭിക്കുമെന്ന് പറഞ്ഞല്ലോ, ആ ഒരു സ്ത്രീക്ക് പിന്നീട് നിങ്ങൾ കടപ്പെടാൻ ഇടവരുകയും ചെയ്യുമെന്നുള്ളതാണ്. ഇത് നിങ്ങളുടെ സ്വാതന്ത്ര്യത്തെ പല രീതിയിൽ നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. മാത്രവുമല്ല, ഈ ഒരു ദുരാഗ്രഹമാണ് എങ്കിൽ കാലക്രമേണ മനസ്സിന് വിഷമമുണ്ടാകുകയും മനസ്സ് നൊമ്പരപ്പെടുവാനും കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് ഈശ്വര ചിന്തയോടുകൂടി മുന്നോട്ട് പോവുക. ദുരാഗ്രഹങ്ങൾ മനസ്സിൽ നിന്ന് നിങ്ങൾ പാടെ അകറ്റിവിടുക. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം നേടുവാൻ സാധിക്കും. നിങ്ങളുടെ ജീവിത പുരോഗതിക്ക് മറ്റൊരാൾക്ക് ദോഷം വരാത്ത ആഗ്രഹങ്ങളാണ് നിങ്ങളുടെ മനസ്സിലുള്ളത് എങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് മംഗളം തന്നെ ഭവിക്കും. ആ ഒരു സ്ത്രീയിൽ നിന്ന് നിങ്ങൾക്ക് ശുഭകരമായ സഹായങ്ങൾ ലഭിക്കുക തന്നെ ചെയ്യും. 132 എന്ന ആ ഒരു അക്കം അല്ലെങ്കിൽ ആ ഒരു സംഖ്യയാണ് നിങ്ങൾ തൊട്ടത് അല്ലെങ്കിൽ വിചാരിച്ചത് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം എന്തായിരുന്നാലും അത് ഈ ഒരു കാലഘട്ടത്തിൽ സാധിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാമ്പത്തികപരമായിട്ടുള്ള നഷ്ടങ്ങള്, മനക്ലേശം ഇതൊക്കെ ഉണ്ടാകുന്നതിനുള്ള സാധ്യതയും ഈ ഒരു കാലഘട്ടത്തിൽ പറയപ്പെടുന്നുണ്ട്. ഏറ്റവും അടുത്ത ബന്ധുക്കൾ വിരോധഭാവത്തിലേക്ക് വരുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അതുപോലെ തന്നെ വ്യാപാരം, തൊഴിൽ ഇവയിൽ നിന്ന് വേണ്ടത്ര സമ്പാദ്യം നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്നുള്ളത് ഫലം പറയുന്നു. അതുപോലെ തന്നെ ഈ ഒരു കാലഘട്ടം ഒരല്പം വിഷമതയേറിയതാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു കാലഘട്ടം വളരെ ശ്രദ്ധയോടുകൂടി നിങ്ങൾ ഓരോ ചുവടും മുന്നോട്ട് വെക്കണം എന്നുള്ളതാണ്. കുടുംബക്ഷേത്രത്തിലും ഗൃഹത്തിനടുത്തുള്ള ക്ഷേത്രത്തിലും ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സന്ദർശനം ചെയ്യുന്നത് ദോഷങ്ങളെ പരിഹരിക്കുന്നതിനുള്ള ലളിതമായ മാർഗമാണ്. മാത്രവുമല്ല, കാര്യസാധ്യത്തിന് മേലുള്ള തടസ്സം നീങ്ങിപ്പോകുന്നതുമാണ്. 132 എന്ന ആ ഒരു സംഖ്യ അല്പം ദൗർഭാഗ്യകരമാണ്. അതിനെ ദൈവാധീനം കൊണ്ട് മാത്രമേ മറികടക്കുവാൻ സാധിക്കുകയുള്ളൂ. അതിനായി ക്ഷേത്ര ദർശനം പതിവാക്കുക. 133 എന്ന അക്കമാണ് നിങ്ങൾ തൊട്ടത് അല്ലെങ്കിൽ തിരഞ്ഞെടുത്തത് എങ്കിൽ വിചാരിച്ച കാര്യം സാധിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ സർവത്ര വിജയം എല്ലാ പ്രവർത്തന മണ്ഡലത്തിൽ നിന്നും നിങ്ങൾക്ക് സിദ്ധിക്കുന്നതാണ്. ഒരു പ്രമാണി അല്ലെങ്കിൽ പ്രഭുവിന്റെ അല്ലെങ്കിൽ സമൂഹത്തിൽ ഒരല്പം നിലയും വിലയുമുള്ള ഒരാളിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായോ മറ്റോ ഒക്കെയുള്ള സഹായം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ശത്രു ആരായിരുന്നാലും ആ ഒരു ശത്രുവിനെ നിങ്ങൾക്ക് ജയിക്കുവാൻ സാധിക്കും. അവരുടെ ദുഷ്ടപ്രവർത്തനങ്ങൾക്കൊന്നും നിങ്ങളെ തകർക്കുവാൻ സാധിക്കുകയില്ല. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബ ദൈവം ഏതാണോ ആ ഒരു ദൈവത്തെ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട്. അതുപോലെ കുടുംബ അംഗങ്ങളെയും നിങ്ങളുടെ മാതാപിതാക്കളെയും മറ്റും നിങ്ങൾ വളരെ കാര്യത്തോടു കൂടി സംരക്ഷിക്കേണ്ടുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അങ്ങനെയെങ്കിൽ അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സഹായവും സ്നേഹവും തിരികെ ലഭിക്കുന്നതാണ്. മാത്രവുമല്ല, നിങ്ങളുടെ ആഗ്രഹ പൂർത്തീകരണത്തിന്മേൽ ഇവരിൽ നിന്ന് വളരെ വലിയ സഹായം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞതായ ബന്ധുത്വങ്ങളിലേക്ക് വേണ്ടത്ര സ്നേഹം പ്രകടിപ്പിക്കുന്നില്ല എന്നുള്ളതാണ്. മാത്രവുമല്ല, വീട്ടിലുള്ളവർക്ക് നിങ്ങളോട് ഒരല്പം ഇഷ്ടക്കുറവുള്ളതായിട്ടാണ് ഫലം പറയുന്നത്. ആ ഒരു ഇഷ്ടക്കുറവ് നിങ്ങൾ മാറ്റിയെടുക്കുക. കുടുംബത്തിൽ
സുഖവും സന്തോഷവും കൊണ്ടുവരാനായിട്ട് നിങ്ങളിൽ നിന്ന് കൂടുതൽ പരിശ്രമം ആവശ്യമാണ്. അങ്ങനെയെങ്കിൽ തീർച്ചയായും നിങ്ങളുടെ ഇപ്പോൾ ബാധിച്ചിട്ടുള്ള പ്രശ്നങ്ങളെല്ലാം ഒഴിഞ്ഞകന്നു പോകും എന്നുള്ളതാണ്. 134 എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച ഏതൊരു കാര്യവും വിജയിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഫലം പറയുന്നത്. അതുപോലെ നിങ്ങൾ ഏർപ്പെടുന്ന വ്യാപാരം, തൊഴിൽ ഇതൊക്കെ തന്നെ അഭിവൃദ്ധി പ്രാപിക്കുകയും അതിലൂടെ വലിയ ലാഭം നിങ്ങളിലേക്ക് എത്തിച്ചേരുകയും ചെയ്യും. അതുപോലെ നിങ്ങളുടെ വിരോധികളെല്ലാം സുഹൃത്ത് ഭാവത്തിലേക്ക് വരുന്നതാണ്. വിമർശകരൊക്കെ തന്നെ ഒഴിഞ്ഞു പോകും. ദേഹത്തില് നിങ്ങൾക്ക് നിലനിന്നിരുന്ന അസുഖങ്ങളും പീഡകളും എല്ലാം തന്നെ ഒഴിഞ്ഞകന്നു പോകുന്നതാണ്. അതുപോലെ സന്താന സൗഭാഗ്യം ഉണ്ടാകും, അല്ലെങ്കിൽ ഗൃഹത്തിലേക്ക് പുതിയ അതിഥികൾ, അംഗങ്ങൾ വന്നു ചേരും. ഇനി നിങ്ങളൊരു സ്വാർത്ഥനാണ്, അല്ലെങ്കിൽ സ്വന്തം കാര്യം മാത്രം നോക്കുന്ന ഒരാളാണ് എങ്കിൽ ആ ഒരു സ്വഭാവം നിങ്ങൾ നീക്കി മാറ്റേണ്ടതുണ്ട്. വിശാലമായ ഒരു മനസ്സ് നിങ്ങളിലേക്ക് കൊണ്ടുവരേണ്ടതുണ്ട്. മറ്റുള്ളവരോട് സഹകരിക്കുകയും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് നിങ്ങളുടെ ആഗ്രഹങ്ങളും ലക്ഷ്യങ്ങളും എല്ലാം പൂർത്തീകരിക്കുവാൻ സാധിക്കുന്നതാണ്. 141 എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ശുഭകരമായി നടക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രണയബന്ധം നിങ്ങൾക്കുണ്ട് എങ്കിൽ ആ ബന്ധത്തിന് അത് ശോഭനമാണ്. ഇനി നിങ്ങൾക്ക് പ്രണയബന്ധമൊന്നും ഇല്ല എങ്കിൽ അത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള സൗഭാഗ്യ സമയത്തെ ഇത് സൂചിപ്പിക്കുന്നുണ്ട്. അതുപോലെ വിവാഹ കാര്യത്തെ സംബന്ധിച്ച് തീരുമാനമൊന്നും ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ വിവാഹമൊക്കെ വളരെ പെട്ടെന്ന് തന്നെ നടക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ സഹോദരങ്ങളുമായിട്ട് നിലനിന്നിരുന്ന തർക്കങ്ങളെല്ലാം നീങ്ങിപ്പോകാനായിട്ട് പോവുകയാണ്. അവരോടൊക്കെ തന്നെ സ്നേഹത്തിലാകാൻ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുക്കളുടെ സഹായം നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഉണ്ടാകും. ആരുടെയും സഹായം ഇല്ല എങ്കിൽ പോലും ഈ ഒരു സമയത്ത് എല്ലാ കാര്യവും നിങ്ങൾക്ക് വിജയമായിട്ട് ഭവിക്കും. ജീവിതത്തിന്റെ പുരോഗതിക്കായിട്ട് നിങ്ങൾ സൽക്കർമ്മങ്ങൾ കുറച്ചധികം ചെയ്യുവാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ നിങ്ങളുടെ ഗൃഹത്തിലുള്ളവരെയും ബന്ധുക്കളെയും ഒക്കെ സ്നേഹിച്ച് അവരോട് സഹകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ രക്ഷകർത്താക്കളുടെ അല്ലെങ്കിൽ മാതാവിന്റെയും പിതാവിന്റെയും പ്രീതി നിങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സന്തോഷിപ്പിക്കുക. ഇത്തരത്തിൽ പ്രവർത്തിക്കുക വഴി ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും നിങ്ങളെ തേടി വരുന്നതാണ്. 142 എന്ന ഒരു സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കാലയളവിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും എന്നുള്ളത് പോലെ തന്നെ കൂടുതൽ ധനലാഭം നിങ്ങളിലേക്ക് വന്നു ചേരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രണയബന്ധത്തിലേക്ക് നിങ്ങൾ ഇടപെട്ടിട്ടുണ്ട് എങ്കിൽ ആ പ്രണയബന്ധം വിവാഹത്തിൽ കലാശിക്കുന്നതാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ വിവാഹം ഈ ഒരു കാലയളവിൽ നടക്കുന്നതാണ്. ഇനി പ്രണയമൊന്നും ഇല്ല എങ്കിൽ പോലും ഈ ഒരു കാലയളവിൽ നിങ്ങൾ അത്തരത്തിലൊരു ബന്ധത്തിലേക്ക് കടന്നു ചെല്ലാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് അടുത്തിടെയായിട്ട് ഏതെങ്കിലും ഒരു സുഹൃത്തിനെ ലഭിച്ചിട്ടുണ്ട് എങ്കിൽ നിങ്ങളുടെ ആ ഒരു സുഹൃത്തിന് ഏതെങ്കിലും തരത്തിലുള്ള ഒരു മോശം ചിന്താഗതി അല്ലെങ്കിൽ പ്രവൃത്തിയുള്ള ആളാണ് എങ്കിൽ അത്തരം കൂട്ടുകെട്ടുകളിൽ നിന്ന് നിങ്ങൾ ഒഴിവാകേണ്ടതാണ്. ഇത്തരത്തിലുള്ള മോശപ്പെട്ട ചിന്താഗതിയുള്ള ആളുകളോടുള്ള സൗഹൃദം നിങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകരുത്. ഇതിനു മുൻപും സുഹൃത്തുക്കളിൽ നിന്ന് നിങ്ങൾക്ക് പലതരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് ഫലം പറയുന്നത്. നിങ്ങളുടെ കുടുംബത്തിനും നിങ്ങൾക്കും വേണ്ടുന്ന ഉന്നമനത്തിനുള്ള ചിന്തയോടുകൂടി നിങ്ങൾ മുന്നോട്ട് പ്രവർത്തിക്കുക. അതുപോലെ തന്നെ അടുത്തുള്ള ദേവീ ക്ഷേത്രങ്ങൾ നിങ്ങൾ സന്ദർശിക്കുകയും ദേവിക്ക് വേണ്ടതായ പൂജകൾ സമർപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ വളരെയധികം നന്മയുണ്ടാകുമെന്നുള്ളതാണ്. വാസ്തവത്തിൽ നിങ്ങൾ ഒരു ശുദ്ധാത്മാവാണ്. പക്ഷേ എത്ര തന്നെ ചതി നിങ്ങൾക്ക് പിണഞ്ഞാലും അതിൽ നിന്ന് നിങ്ങൾ പാഠം ഉൾക്കൊള്ളില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തെ നശിപ്പിക്കാൻ പോകുന്ന ഛിദ്രശക്തികളിൽ നിന്ന് നിങ്ങൾ പരമാവധി അകന്നു മാറി നിൽക്കുക. ആത്മധൈര്യം കൈവിടാതെ നിങ്ങൾ മുന്നോട്ട് ജീവിച്ചു പോവുക. 142 എന്ന ഒരു സംഖ്യ തിരഞ്ഞെടുത്തതിലൂടെ നിങ്ങൾക്ക് ഇത് ഏറ്റവും ശുഭകരമായ ഒരു സമയമാണ്. പക്ഷെ നിങ്ങളുടെ കൂട്ടുകെട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ സുഹൃത്ത് ബന്ധങ്ങളിൽ നിങ്ങളൊരു പ്രത്യേക ശ്രദ്ധ വെച്ചു പുലർത്തേണ്ടതാണ്. 143 എന്ന ആ ഒരു സംഖ്യയാണ് നിങ്ങൾ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യമെല്ലാം തന്നെ ജയമായിട്ട് വരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഏറ്റവും നല്ല സുഹൃത്തുക്കളാണ്. അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. ധനപരമായോ മറ്റോ ഒക്കെ ഉള്ള സഹായം അവരിൽ നിന്ന് ലഭിക്കും. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആ ഒരു പ്രശ്നങ്ങൾക്കൊക്കെ തന്നെ പരിഹാരം ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അതോടൊപ്പം തന്നെ നിങ്ങളുടെ കുടുംബ പരദേവത ആരായിരുന്നാലും ആ ഒരു ദൈവത്തെ നിങ്ങൾ വിളിച്ച് പ്രാർത്ഥിക്കുക. നിങ്ങളുടെ കൈകളിലേക്ക് സ്വത്ത്, അതുപോലെ തന്നെ ധനം, ഇതൊക്കെ വളരെയധികം അളവിൽ കവിഞ്ഞ് കൈവരാൻ പോവുകയാണ് പല രീതിയിൽ. അത്തരത്തിൽ വരുമ്പോൾ തീർച്ചയായും ദാനധർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ സഹായങ്ങൾ ചെയ്തു കൊടുക്കുക. അതുപോലെ വിശക്കുന്ന ആളുകൾക്ക് ആഹാരം അല്ലെങ്കിൽ അന്നദാനം നിങ്ങൾ നടത്തുന്നതിലൂടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി സൗഭാഗ്യം കൈവരുന്നതാണ്. 144 എന്ന ആ ഒരു അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ ഒരു പ്രഭുവിൽ നിന്ന് അല്ലെങ്കിൽ വളരെ സമ്പന്നനായ ഒരു വ്യക്തിയിൽ നിന്ന് നിങ്ങൾക്ക് സഹായം ലഭിക്കുമെന്നുള്ളതാണ്. അതുപോലെ തന്നെ
നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിയിൽ നിന്ന് ഒരല്പം കൂടി ഉയർന്ന ഉദ്യോഗം നിങ്ങൾക്ക് ലഭിക്കുമെന്നുള്ളതാണ്. നിങ്ങൾ കച്ചവടത്തിൽ ഏർപ്പെടുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ ആ ഒരു കച്ചവടത്തിൽ നിന്ന് നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകുമെന്നുള്ളതാണ്. എന്തു തന്നെയായിരുന്നാലും ഏതൊരു മേഖലയിലാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിലും ഈ ഒരു സമയം ധനലാഭം നിങ്ങൾക്കുണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ തന്നെ കുടുംബ ബന്ധത്തിലായിരുന്നാലും കുടുംബ അംഗങ്ങളിലായിരുന്നാലും പരസ്പര സ്നേഹവും സഹകരണവും നിങ്ങളുടെ കുടുംബത്തിൽ ഈ ഒരു കാലയളവിൽ വർദ്ധിക്കും. അതുപോലെ തന്നെ മാതാപിതാക്കളെ നല്ല രീതിയിൽ പരിചരിക്കുക. മാതാപിതാക്കളെ പരിചരിക്കുക വഴി ജീവിതത്തിൽ ഐശ്വര്യവും അഭിവൃദ്ധിയും കൂടുതലായി കൈവരുന്നതാണ്. 211 എന്ന സംഖ്യയാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത്, അല്ലെങ്കിൽ 211 എന്ന സംഖ്യയാണ് നിങ്ങൾ തൊട്ടത് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച കാര്യം ഉടൻ തന്നെ സാധിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ളതായ ഐശ്വര്യങ്ങളും അഭിവൃദ്ധിയും കടന്നു വരാൻ പോവുകയാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഗൃഹത്തിൽ പുത്ര സൗഭാഗ്യം ഉണ്ടാകാനായിട്ട് പോകുകയാണ്. അതായത് ഒരു കുഞ്ഞ് ജനിക്കാൻ സാധ്യതയുണ്ട് എങ്കിൽ അതൊരു പുത്രനാകാനുള്ള സാധ്യത ഫലം പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ താമസിക്കുന്ന ഗൃഹമോ ആ ഒരു ദേശമോ വിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോകുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ഒരു സമയം ആ ഒരു യാത്ര നിങ്ങൾ ഒഴിവാക്കേണ്ടതാണ് എന്നുള്ളതാണ്. കാരണം നിങ്ങളിപ്പോൾ ഈ ഒരു താമസിക്കുന്ന ആ ഒരു ഗൃഹം അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു ജോലിയിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് പലതരത്തിലുള്ളതായ ഉയർച്ചകളും നേട്ടങ്ങളും കൈവരാൻ പോവുകയാണ്. ഇനിയും ഒരു 45 ദിവസം കൂടി കഴിഞ്ഞാൽ നിങ്ങളുടെ ആഗ്രഹ സബലീകരണം, അതുപോലെ തന്നെ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് ഇപ്പോൾ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ വരുമാനം അല്ലെങ്കിൽ ശമ്പളം ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് കൈവരും എന്നുള്ളതാണ്. ഇപ്പോൾ നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള പൂജകൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ക്ഷേത്രങ്ങൾ ദർശിച്ചുകൊണ്ടിരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മുടക്കം വരുത്തുവാൻ പാടില്ല എന്നുള്ളതാണ്. ഈ പറഞ്ഞ 45 ദിവസത്തിനു ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ അഭൂതപൂർവമായ വലിയ നേട്ടങ്ങൾ കൈവരാൻ പോവുകയാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിൽ ഒരു തോന്നലുണ്ടാകാം, ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് എനിക്ക് വേണ്ടത്ര വരുമാനം കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഞാനിപ്പോൾ നാട്ടിൽ നിന്ന് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ജീവിതം പച്ചപിടിപ്പിക്കുവാൻ സാധിക്കുകയില്ല. അത്തരത്തിലൊക്കെയുള്ള തോന്നലുകൾ ഈ ഒരു സമയം ഉണ്ടാകാം. പക്ഷെ ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ ഗൃഹമോ നാടോ വിട്ട് മറ്റൊരു ദേശത്തേക്ക് നിങ്ങൾ പോകരുത്. അത്തരം യാത്രകൾക്ക് സമയമായിട്ടില്ല എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ നാട് അല്ലെങ്കിൽ നിങ്ങളുടെ ജോലി അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ കൈവരാനായിട്ട് പോകുകയാണ്. എന്തായാലും ഒരു 45 ദിവസത്തേക്ക് നിങ്ങൾ പരമാവധി നിങ്ങളുടെ നാട്ടിൽ തന്നെ നിൽക്കാനായിട്ട് ശ്രമിക്കുക. ഇതിനിടയിൽ തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള സൗഭാഗ്യങ്ങൾ ഉണ്ടാകുന്നതാണ്. മാത്രവുമല്ല നിങ്ങൾ മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ ഒരു പ്രത്യേക ശ്രദ്ധ വെച്ച് പുലർത്തേണ്ടതാണ്. മറ്റുള്ളവരെ കൈയഴിഞ്ഞ് സഹായിക്കുന്നതിലൂടെ പലതരത്തിലുള്ളതായ സാമ്പത്തിക ബാധ്യതകൾ, വിഷമതകൾ ഈ ഒരു സമയം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. മറ്റൊരാളെ സംബന്ധിച്ച് ധനപരമായിട്ട് ഒരല്പം മാനസികമായ സമ്മർദ്ദം ഉണ്ടാകാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് സഹായം ചെയ്യുമ്പോൾ നിങ്ങൾ വെറുതെ സഹായം ചെയ്യാതിരിക്കുക. അത്തരം സഹായങ്ങൾ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് മാത്രം ചെയ്യുക എന്നുള്ളതാണ്. പല കാര്യങ്ങളും പല ലക്ഷ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ വെച്ചു പുലർത്തുന്നുണ്ട്. അതൊക്കെ തീർച്ചയായും നമ്മൾ മുന്നേ പറഞ്ഞ ആ ഒരു 45 ദിവസത്തിന് ശേഷം നിങ്ങൾക്ക് സാധിച്ചെടുക്കാൻ സാധിക്കുന്നതാണ്. മാത്രവുമല്ല ഈ ഒരു 45 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ജോലിക്കോ അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെട്ട് സുപ്രധാനപ്പെട്ട ഒരു യാത്രയോ പോവുകയാണ് എങ്കിൽ പലതരത്തിലുള്ള നഷ്ടങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. ഇപ്പോൾ നമുക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന അത്ര പോലും ഒരു സൗഭാഗ്യം ആ ഒരു യാത്രയിൽ നിന്ന് നമുക്ക് ലഭിക്കില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ജോലിക്കായിട്ട് സ്വന്തം നാടും വീടും ഒക്കെ വിട്ടുപോകാൻ ആഗ്രഹിക്കുന്നവർ ഒരു 45 ദിവസം ജീവിതത്തിൽ ക്ഷമിക്കുക. തീർച്ചയായും ജീവിതത്തിൽ അവർക്ക് നേട്ടങ്ങൾ, പുരോഗതികൾ, ഐശ്വര്യം ഒക്കെ ഉണ്ടാകുന്നതാണ്. 212 ആണ് നിങ്ങൾ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്ര കാലം നിങ്ങളുടെ ഉള്ളിൽ അലട്ടിക്കൊണ്ടിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെ അകന്നു പോകുന്നു എന്നുള്ളതാണ്. ധനലാഭം ഇനി നിങ്ങൾക്കുണ്ടാകാൻ പോവുകയാണ്. അതുപോലെ തന്നെ പലതരത്തിൽ പല മേഖലകളിൽ നിന്ന് നിങ്ങൾക്ക് ധനനേട്ടം ഉണ്ടാകും. നിങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ അഭിവൃദ്ധി ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. കുടുംബം കൂടുതൽ അഭിവൃദ്ധിപ്പെടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ്. നിങ്ങൾ ഗൃഹവുമായി ബന്ധപ്പെട്ട് എന്ത് കാര്യം ചിന്തിച്ചാലും അതിലൊക്കെ തന്നെ വിജയം കൊയ്യാൻ പോകുന്ന ഒരു സമയമാണ്. ആ രീതിയിൽ സമയം എന്നുള്ളത് ശുഭസമയമാണ്. ഇനിയും ഒരു 8 ദിവസം കൂടി കഴിഞ്ഞു പോയാൽ ഈ പറഞ്ഞ സൗഭാഗ്യങ്ങളൊക്കെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുമെന്നുള്ളതാണ്. ഈ ഒരു ഫലം അറിഞ്ഞ് 8 ദിവസത്തേക്ക് കൂടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോൾ നിങ്ങൾ എങ്ങനെയാണോ ജീവിച്ചു പോകുന്നത് അതേ രീതിയിൽ തന്നെ ആയിരിക്കും പോകുക. പക്ഷേ 8 ദിവസത്തിന് ശേഷം വലിയ നേട്ടങ്ങൾ, വലിയ വിജയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കൊള്ളും എന്നുള്ളതാണ്.
എന്നുള്ളതാണ്. ഈ ഒരു 8 ദിവസത്തിന് ശേഷമേ നിങ്ങളുടെ ജീവിതം ശരിയായി മുന്നോട്ട് പോവുകയുള്ളൂ എന്നുള്ളതാണ്. അല്ലെങ്കിൽ എന്താണോ നിങ്ങളുടെ ജീവിതം അത് ആരംഭിക്കുകയുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ഇതുവരെ നിങ്ങൾ അനുഭവിച്ച ആ ഒരു കഷ്ടപ്പാടുകളൊക്കെ തന്നെ ഈ ഒരു 8 ദിവസത്തിനുള്ളിൽ മാറിപ്പോകും എന്നുള്ളതാണ്. ഈ കഷ്ടപ്പാടുകൾക്കൊക്കെ യഥാർത്ഥത്തിൽ കാരണം നിങ്ങളും നിങ്ങളുടെ പ്രവൃത്തികളും തന്നെയാണ് എന്നുള്ളതാണ്. മറ്റൊരാളുടെയും പ്രവൃത്തി ദോഷമോ മറ്റോ ഒന്നും കൊണ്ടല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഈ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടുള്ളത്. അത് നിങ്ങളുടെ തന്നെ എന്തോ ഒരു പ്രവർത്തനം കൊണ്ടാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തുടർന്നുള്ള ജീവിതത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി വേണം നിങ്ങൾ മുന്നോട്ട് ജീവിക്കുവാൻ. എന്തൊക്കെയോ തരത്തിലുള്ള ബുദ്ധിമോശം പ്രവർത്തിച്ചത് കൊണ്ടുള്ള ബുദ്ധിമുട്ടാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്നത്. അത്തരം ബുദ്ധിമോശം തുടർന്ന് ജീവിതത്തിൽ ചെയ്യാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ എന്ത് തന്നെയായിരുന്നാലും ജീവിതത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ സംഭവിച്ചു കഴിഞ്ഞു. മടിയും അലസതയും നിങ്ങൾ മാറ്റിവെച്ചുകൊണ്ട് ഉണർന്നുന്മേഷത്തോടു കൂടി പ്രവർത്തിക്കുമെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സ്ഥിതിയിൽ നിന്ന് നിങ്ങൾക്ക് വലിയ വിജയത്തിലേക്ക് മുന്നേറുവാൻ സാധിക്കും എന്നുള്ളതാണ്. 213 നിങ്ങൾ തൊട്ടത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ലാഭം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങൾക്ക് ഏതെങ്കിലും വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു അവസരം നഷ്ടപ്പെട്ടിട്ടുണ്ട് എങ്കിൽ ആ ഒരു അവസരം വീണ്ടും കൈവരാൻ പോവുകയാണ്. അല്ലെങ്കിൽ നഷ്ടപ്പെട്ട വസ്തു തിരികെ നിങ്ങളിലേക്ക് മടങ്ങി വരാൻ പോവുകയാണ്. അന്യദേശത്ത് നിന്ന്, അതായത് നിങ്ങളുടെ നാട്ടിൽ നിന്ന് കുറച്ച് വിദൂരമായ നാട്ടിൽ നിന്നിട്ട് നിങ്ങൾക്ക് എന്തോ തരത്തിലൊരു സൗഭാഗ്യം വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് ആത്മധൈര്യം കൈവിടാതിരിക്കുക. നിങ്ങളെ ഇന്ന് അലട്ടിക്കൊണ്ടിരിക്കുന്ന പ്രശ്നത്തിന് ഉചിതമായ പരിഹാരം നിങ്ങളിപ്പോൾ താമസിക്കുന്ന ആ ഒരു സ്ഥലത്ത് നിന്നല്ല, കുറച്ച് ദൂരെ നിന്നിട്ട് നിങ്ങളിലേക്ക് വരാൻ പോവുകയാണ് എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ എന്തോ ഒരു ചെറിയ നഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ആ ഒരു നഷ്ടം ഇനി ഉണ്ടാകാനിരിക്കുകയാണ്. പേടിക്കേണ്ടതില്ല. ആ നഷ്ടത്തിൽ നിന്ന് നിങ്ങൾക്കൊരു വലിയ ലാഭം ഉണ്ടാകും എന്നുള്ളതാണ്. പലതരത്തിലെ ആശങ്കകളും ആശയക്കുഴപ്പവും അല്പസ്വല്പ ഭയവും ഒക്കെ ഉള്ള കൂട്ടത്തിലാണ് നിങ്ങൾ എന്നുള്ളതാണ്. ജീവിതത്തിൽ ചെറിയ നഷ്ടങ്ങളും ചെറിയ പ്രതിസന്ധികളും ഒക്കെ തന്നെ ഉണ്ടാകുമ്പോൾ നിങ്ങൾ വളരെയധികം വിഷമിക്കുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്നുള്ളതാണ് ഫലം പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ ചെറിയ ദുഃഖങ്ങളിലോ ചെറിയ നഷ്ടങ്ങളിലോ ഒന്നും തന്നെ നിങ്ങൾ വിഷമിക്കുകയോ ദുഃഖിക്കുകയോ ഒന്നും തന്നെ ചെയ്യരുത്. നിങ്ങളുടെ മനസ്സിനെ ഒന്ന് കൂടുതൽ ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു സമയമാണ്. അതുകൊണ്ട് ക്ഷേത്ര ദർശനങ്ങൾ, ഈശ്വരാധീനം ഇതൊക്കെ വർദ്ധിപ്പിക്കുക. അതുപോലെ തന്നെ ഒരു അല്പം സ്വാർത്ഥത കൂട്ടത്തിലാണ്, മറ്റുള്ളവരെ ഒന്നും വലിയ വിശ്വാസമില്ലാത്ത ഒരു പ്രകൃതക്കാരനായിട്ടാണ് നിങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് ഫലം പറയുന്നത്. മറ്റുള്ളവരോടൊക്കെ ഒരു അല്പം സ്നേഹക്കുറവും വാത്സല്യക്കുറവും ഒക്കെ വെച്ചു പുലർത്തുന്ന ഒരു ആള് കൂടിയായി നിങ്ങൾ മാറാൻ സാധ്യതയുണ്ട്. അത് കണ്ടറിഞ്ഞ് എല്ലാവരെയും സമഭാവനയോടുകൂടി ചേർത്ത് പിടിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും അവരിൽ നിന്നെല്ലാം നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ്. എന്ത് തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഏറെ വൈകാതെ ഒരു ലാഭം, ഒരു സൗഭാഗ്യം വരാനിരിക്കുകയാണ്. അത് നിങ്ങൾ ഇപ്പോൾ ചിന്തിച്ചുകൊണ്ട് ഇരിക്കുന്നതായ കാര്യത്തിൽ പോലും ആദ്യം ഒരു ചെറിയ നഷ്ടം ഉണ്ടായാലും അത് പിന്നീട് വലിയൊരു ലാഭമായി നിങ്ങൾക്ക് ഭവിക്കുമെന്നുള്ളതാണ്. 214 എന്ന അക്കമാണ് നിങ്ങൾ മനസ്സിൽ വിചാരിച്ചത് അല്ലെങ്കിൽ തൊട്ടത് എങ്കിൽ കഴിഞ്ഞ ഒരു വർഷമായിട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പാടും ദുരിതവും അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു കഷ്ടപ്പാടും ദുരിതവും എല്ലാം നീങ്ങിപ്പോകാൻ ഇനി 7 ദിവസം കൂടി ഉണ്ട് എന്നുള്ളതാണ്. അത് കഴിഞ്ഞാൽ തുടർന്ന് വരുന്ന 2 വർഷത്തേക്ക് യാതൊരു കുറവും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകില്ല എന്നുള്ളതാണ്. സകല സൗഭാഗ്യങ്ങളും ഈ ഒരു 2 വർഷത്തേക്ക് 7 ദിവസത്തിന് ശേഷം നിങ്ങളുടെ ജീവിതത്തിൽ കൈവരും എന്നുള്ളതാണ്. നിങ്ങൾ മുന്നേ ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു പ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ആ ഒരു ജോലിയിൽ നിങ്ങൾക്ക് ഇപ്പോ ഒരു താല്പര്യമില്ലാതിരിക്കുകയാണ് എന്നുള്ളതാണ്. ആ ഒരു താല്പര്യം നിങ്ങൾ തുടർന്ന് കൊണ്ടുവരണം. ആ ഒരു ജോലി അല്ലെങ്കിൽ ആ ഒരു പ്രവർത്തനത്തിൽ തന്നെ നിങ്ങൾ തുടരേണ്ടതുണ്ട്. അത് നിങ്ങൾക്ക് വലിയൊരു നന്മയെ സമ്മാനിക്കും എന്നുള്ളതാണ്. ജീവിതത്തിൽ ജന്മനാൽ തന്നെ നിങ്ങളുടെ മനസ്സിൽ എന്തോ ഒരു ദുഃഖം അല്ലെങ്കിൽ അടിക്കടി ദുഃഖം കടന്നു വരുന്ന ഒരു പ്രകൃതക്കാരനാണ് എന്ന് പറയപ്പെടുന്നു. യഥാർത്ഥത്തിൽ നിങ്ങളുടെ ജീവിതത്തിൽ സുഖം എന്താണ് എന്ന് നിങ്ങൾ ഇതുവരെ അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഫലം പറയുന്നത്. അതൊക്കെ നിങ്ങളുടെ ആ ഒരു മുൻജന്മ ദോഷം കൊണ്ടാണ് എന്നുള്ളതാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രം പറയുന്നത്. എന്തായാലും അനുഭവിക്കേണ്ട കാര്യങ്ങളൊക്കെ തന്നെ നിങ്ങൾ അനുഭവിച്ചു കഴിഞ്ഞു. ഈ ഒരു തൊടുകുറി ശാസ്ത്രം കേൾക്കാൻ കഴിഞ്ഞതുപോലും നിങ്ങളുടെ ആ ഒരു ജീവിതം ശോഭനകരമായി തീരാൻ പോകുന്നു എന്നുള്ളതിന്റെ ശുഭസൂചനയെ വിളിച്ചോതുന്നതാണ്. അതുകൊണ്ട് ഇനി സമാധാനമായിട്ടിരിക്കുക, സമാധാനമായിട്ട് മുന്നോട്ട് പോവുക, കഴിഞ്ഞതൊക്കെ മറക്കുക. ഇനി മുതൽ നിങ്ങൾ എന്ത് ചെയ്താലും അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ശരിയായ ഫലം ലഭിക്കും. എന്ത് തന്നെയായിരുന്നാലും ഈ ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ സകലവിധമായ ഐശ്വര്യവും പുരോഗതിയും ഉണ്ടാകുന്നതാണ്. നിങ്ങൾ വിചാരിച്ച കാര്യവും ആഗ്രഹങ്ങളൊക്കെ തന്നെ ഈ ഒരു 2 വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. 221
എന്ന ആ ഒരു സംഖ്യയാണ് നിങ്ങൾ വിചാരിച്ചത് അല്ലെങ്കിൽ തൊട്ടത് എങ്കിൽ വിചാരിച്ച കാര്യം ഇപ്പോൾ നടക്കാൻ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ അത് നടക്കുകയില്ല എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ ഏതൊരു പ്രവർത്തനത്തിൽ ഏർപ്പെട്ടാലും അത് നടക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. സമയം ഒരല്പം മോശമായിട്ടാണ് പറയപ്പെടുന്നത്. മറ്റുള്ളവരുടെ വാക്കുകൾ കേട്ടാണ് നിങ്ങൾ പ്രവർത്തിക്കുന്നത് എന്നുണ്ടെങ്കിൽ അത് പലതരത്തിലുള്ള പരാജയത്തെ നിങ്ങൾക്ക് സമ്മാനിക്കും എന്നുള്ളതാണ്. നിങ്ങളുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ അല്ലെങ്കിൽ ബന്ധുക്കളോട് പോലും ഈ ഒരു സമയത്ത് വിരോധം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് അത്തരത്തിൽ വിരോധം ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫലങ്ങളൊക്കെ തന്നെ ഏകദേശം ഈ ഒരു ഫലം അറിഞ്ഞ് 1 മാസം അല്ലെങ്കിൽ 30 ദിവസത്തേക്ക് നീണ്ടു നിൽക്കും എന്നുള്ളതാണ്. ഈ ഒരു 30 ദിവസം കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നല്ല ഫലങ്ങൾ ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങൾ പല കാര്യങ്ങളും മനസ്സിൽ ആഗ്രഹിക്കുന്നുണ്ട്, പല കാര്യങ്ങളും നിങ്ങൾ മനസ്സിൽ പദ്ധതിയിടുന്നുമുണ്ട്. അതൊന്നും ഈ ഒരു 30 ദിവസത്തേക്ക് എക്സിക്യൂട്ടീവ് ചെയ്യാതിരിക്കുന്നതാണ് കുറച്ച് നല്ലത്. 30 ദിവസം കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഇത് ആരംഭിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് വിജയം കൈവരിക്കും എന്നുള്ളതാണ്. ഇതുവരെ നിങ്ങൾ ഏതൊരു ഈശ്വരനെയാണോ നിങ്ങളുടെ ഇഷ്ടദേവനായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത് ആ ഒരു ദൈവത്തെ തന്നെ നിങ്ങൾ വിടാതെ മുറുകെ പിടിക്കുക. ആ ഒരു ദൈവത്തെ തന്നെ നിങ്ങൾ പ്രാർത്ഥിക്കുക. അതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ തുടർന്ന് ഈ 30 ദിവസത്തിന് ശേഷം എല്ലാ തരത്തിലുള്ള ഐശ്വര്യത്തെയും നേടിത്തരും എന്നുള്ളതാണ്. അതുപോലെ തന്നെ സാധുക്കളായ ജനങ്ങളെ നിങ്ങളാൽ കഴിയും വിധം നിങ്ങൾ സഹായിക്കുക എന്നുള്ളതാണ്. ദാഹിച്ചു വലയുന്ന മിണ്ടാപ്രാണികൾക്ക്, പ്രത്യേകിച്ച് പശുക്കൾക്ക് ദാഹജലം കൊടുക്കുക, അതുപോലെ തന്നെ പക്ഷിപ്രാണികൾക്ക് ആഹാരം സമർപ്പിക്കുക, വിശക്കുന്ന ആളുകൾക്ക് അന്നദാനം നടത്തുക, ഒരുപാട് നല്ല കർമ്മങ്ങൾ ചെയ്യുക. ഇതെല്ലാം തന്നെ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ നിങ്ങൾ ചെയ്യുക എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മികച്ച ഒരു ഭാവി തന്നെ ഈ ഒരു 30 ദിവസത്തിനുള്ളിൽ കൈവരുന്നതാണ്. നിങ്ങളുടെ ആഗ്രഹം എന്തു തന്നെ ആയിരുന്നാലും ഈ ഒരു 30 ദിവസത്തിന് ശേഷം നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അത് നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. 222 എന്ന സംഖ്യയാണ് നിങ്ങൾ തൊട്ടത് അല്ലെങ്കിൽ നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളിപ്പോൾ ഏതൊരു പ്രവൃത്തിയിലേക്ക് ഇടപെട്ടാലും സമയം മോശമാണ് എന്നുള്ളതാണ് ഫലം പറയുന്നത്. പലതരത്തിലുള്ള ദുർചിന്തകളിലേക്ക് നിങ്ങളുടെ മനസ്സ് ഈ ഒരു കാലയളവിൽ തിരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ദുർവിചാരങ്ങളിലേക്ക് ഈ ഒരു കാലഘട്ടം മനസ്സിനെ വ്യവഹരിക്കാതിരിക്കുവാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പൊ അത്തരം ദുർചിന്തകൾ വിട്ടുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ളതിനേക്കാൾ മനസ്സുഖം ലഭിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് പലതരത്തിൽ പല ആശങ്കകളും പല സംശയങ്ങളും മനസ്സിലുണ്ട് എന്നുള്ളതാണ്. നിങ്ങളുടെ ഈശ്വരാധീനം വളരെ വർദ്ധിപ്പിക്കേണ്ടുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നിങ്ങൾ ഇപ്പോൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. പലതിനെയും സംശയദൃഷ്ടിയോട് കൂടിയിട്ടാണ് നിങ്ങൾ നോക്കിക്കാണുന്നത് എന്നുള്ളതാണ്. ഒന്നിലും ഒരു വിശ്വാസമില്ലാത്ത പ്രകൃതമായിട്ടാണ് ഫലം പറയുന്നത്. അത്തരത്തിലുള്ള വിചാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത്തരത്തിൽ വിചാരങ്ങൾ നിങ്ങൾക്കുണ്ട് എങ്കിൽ അത്തരം വിചാരങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഒരു ദുർചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ട് എങ്കിൽ അത്തരം ദുർചിന്തകൾ നിങ്ങൾ ഒഴിവാക്കുക. തീർച്ചയായിട്ടും അത്തരത്തിൽ ദുർചിന്തകൾ ഒഴിവാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് നിങ്ങൾ അനുഭവിക്കുന്നു എന്നുണ്ടെങ്കിൽ ആ ബുദ്ധിമുട്ടെല്ലാം ഒഴിവായി പോകും എന്നുള്ളതാണ്. എല്ലാ കാര്യങ്ങളും ശുഭമായി തന്നെ ഭവിക്കും എന്നുള്ളതാണ്. 222 കുറച്ച് ദൗർഭാഗ്യം സമ്മാനിക്കുന്ന ഒരു സംഖ്യയാണ് എന്നുള്ളതാണ്. ഈശ്വര വിശ്വാസത്തിലൂടെ നിങ്ങൾക്ക് ഈ ഒരു ദൗർഭാഗ്യത്തെ ശുഭഫലമാക്കി മാറ്റിയെടുക്കുവാനായിട്ട് സാധിക്കും. ഇനി 223 എന്ന സംഖ്യയാണ് നിങ്ങൾ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം തീർച്ചയായും അത് സഫലീകരിക്കും എന്നുള്ളതാണ്. നിങ്ങൾക്ക് സമയം ഏറ്റവും ശുഭകരമായ ആ ഒരു സമയമായിട്ടാണ് പറയപ്പെടുന്നത്. നല്ല ധനലാഭം ഉണ്ടാകാനുള്ള സാധ്യത ഇപ്പോ പറയപ്പെടുന്നുണ്ട്. ഒരു കുറവുകളും ജീവിതത്തിൽ നിങ്ങൾക്ക് ഇല്ല എന്നുള്ളതാണ് ഫലം പറയുന്നത്. നല്ല ഫലങ്ങൾ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നുണ്ട് എങ്കിലും മാതാപിതാക്കളെ ശരിയായ വിധത്തിൽ നോക്കുന്നില്ല അല്ലെങ്കിൽ അവരെ പ്രീതിപ്പെടുത്തുന്നില്ല എന്നുള്ളത് ഫലം പറയുന്നുണ്ട്. അതുകൊണ്ട് അവരെ ബഹുമാനിക്കുക, അവർക്ക് നല്ലതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുക. മാതാപിതാക്കളെ പോലെ മുതിർന്നവരെയും ഗുരുജനങ്ങളെയും ബഹുമാനിക്കുക. അത്ര കൂടി ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ സകലവിധ പുരോഗതിയും കൈവരുന്നതാണ്. വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ജയമാകും എന്നുള്ളതാണ്. പക്ഷേ രക്ഷകർത്താക്കളെയും മുതിർന്ന ഗുരുജനങ്ങളെയും സ്നേഹത്തോടും വാത്സല്യത്തോടും കൂടി പരിചരിക്കുക. അങ്ങനെയെങ്കിൽ കുറെ കൂടി ഈശ്വരാധീനം നമ്മളിലേക്ക് കൈവരുന്നതാണ്. നമ്മുടെ കാര്യങ്ങളൊക്കെ തന്നെ വളരെ പെട്ടെന്ന് തന്നെ നടക്കുന്നതാണ്. 224 നിങ്ങൾ വിചാരിച്ചത് അല്ലെങ്കിൽ തൊട്ടത് എന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം സാധിക്കും എന്നുള്ളതാണ്. നിങ്ങൾ ആർക്കോ ഒരാൾക്ക് ഏതെങ്കിലും വിധത്തിലുള്ള ഉപകാരം ചെയ്യാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത്തരം കാര്യങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് ചിന്തിച്ച് ആലോചിച്ച് വേണം ചെയ്യുവാൻ എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നന്മ തന്നെ സംഭവിക്കും എന്നുള്ളതാണ്. എല്ലാവിധ കഷ്ടപ്പാടുകളും സഹിക്കേണ്ടി വന്നാലും പരോപകാരം ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്, ഉപേക്ഷ വരുത്തരുത് എന്നുള്ളതാണ്. മറ്റുള്ളവർക്ക് ഉപകാരം ചെയ്യുന്നതാണ് യഥാർത്ഥത്തിലുള്ള ഈശ്വര സേവ എന്നുള്ളത് മനസ്സിലാക്കുക. പക്ഷേ ഇത് സൂക്ഷിച്ച് ചെയ്യണം എന്നുള്ളത് മാത്രമാണ് ഫലത്തിൽ പറയുന്നത്. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെട്ടാലും ശരിയായ രീതിയിൽ അതിനെക്കുറിച്ച് പഠിച്ചതിന് ശേഷം മാത്രം ഇറങ്ങി പുറപ്പെടുക.
കാരണം നമ്മുടെ അജ്ഞതയെ മുതലെടുക്കാൻ മറ്റുള്ളവരെ അനുവദിക്കരുത്. ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും ശരിയായ അറിവ് സമ്പാദിച്ചതിനു ശേഷം മാത്രമേ നിങ്ങൾ ആ ഒരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടാവൂ എന്നുള്ളതാണ്. അറിവില്ലായ്മ കൊണ്ട് പലതരത്തിലുള്ള ഏടാകൂടങ്ങളിലും ചെന്ന് ചാടാൻ സാധ്യത കൂടുതലായി പറയപ്പെടുന്നു. അതുകൊണ്ട് ഏതൊരു കാര്യത്തിലേക്ക് ഇറങ്ങി പുറപ്പെടുമ്പോഴും രണ്ടാമതൊന്നുകൂടി ചിന്തിച്ച് ഉറച്ച് എല്ലാ വശവും ചിന്തിച്ചതിന് ശേഷം മാത്രമേ നിങ്ങൾ പുറപ്പെടാവൂ എന്നുള്ളതാണ്. 231 എന്ന ആ ഒരു സംഖ്യയാണ് നിങ്ങൾ തൊട്ടത് അല്ലെങ്കിൽ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം ഉടൻ തന്നെ സാധിക്കും എന്നുള്ളതാണ്. അപ്പൊ അതിനായിട്ട് കുറച്ച് ദിവസം കൂടി മാത്രം നിങ്ങൾ കാത്തിരുന്നാൽ മതിയാകും. ഭയമോ സംശയമോ ഒന്നും വേണ്ട. കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ നിങ്ങൾക്ക് അത് സഫലീകരിച്ച് കിട്ടും എന്നുള്ളതാണ്. ഇങ്ങനെ ഒരു ഫലം വന്നു എന്നുള്ളത് കൊണ്ട് കൈകെട്ടി ഇരിക്കാൻ പാടില്ല. നിങ്ങൾ അതിനുവേണ്ടി പ്രവർത്തിച്ചുകൊണ്ട് തന്നെ ഇരിക്കണം. വളരെയധികം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തി തന്നെയാണ് നിങ്ങൾ എന്നുണ്ടെങ്കിലും മടി നിങ്ങളെ ബാധിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. മറ്റുള്ളവരുടെ സഹായം പ്രതീക്ഷിച്ചുകൊണ്ട് നിങ്ങൾ ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ ദരിദ്രനായി മാറാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ഒരു കാര്യം സാധിക്കണമെങ്കിൽ നിങ്ങൾ തന്നെ പ്രവർത്തിക്കേണ്ടതുണ്ട്. അപ്പൊ ജീവിതത്തിൽ മടി നിങ്ങൾ ഉപേക്ഷിക്കുക, ഒഴിവാക്കുക. നിങ്ങൾ തന്നെ ശ്രദ്ധ ഒന്നിക്കൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് ആ ഒരു ആഗ്രഹം നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. 232 എന്ന സംഖ്യയാണ് നിങ്ങൾ വിചാരിച്ചത് അല്ലെങ്കിൽ തൊട്ടത് എന്നുണ്ടെങ്കിൽ മനസ്സിനെ അലട്ടിക്കൊണ്ടിരുന്ന ആശങ്കകൾ, ദുഃഖങ്ങൾ, ഭയങ്ങൾ ഒക്കെ തന്നെ മാറിയിരിക്കുന്ന ആ ഒരു സമയമാണ്. ഇത്രയും കാലം മനസ്സിനൊരു അല്പം കഷ്ടമായിരുന്നു എന്നുള്ളതാണ് ഫലം പറയുന്നത്. ഇനി അങ്ങോട്ട് ഗ്രഹങ്ങളൊക്കെ ശുഭസ്ഥിതിയിലേക്ക് വന്നിട്ടുണ്ട്. ധനലാഭം നിങ്ങൾക്ക് പറയപ്പെടുന്ന ഒരു ഫലമാണ്. കൂടുതൽ സമ്പത്തൊക്കെ കൈവരാൻ പോവുകയാണ്. വളരെ ജാഗ്രതയോടുകൂടി തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുക. നിങ്ങളിൽ അഹങ്കാരം എന്ന ഒരു വികാരം ഒരിക്കലും ഉണ്ടാകാതിരിക്കാൻ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒരാളെയും താഴ്ത്തി സംസാരിക്കുകയോ താഴ്ത്തി കെട്ടുകയോ ചെയ്യരുത്. നല്ലൊരു അവസരം നിങ്ങൾക്ക് കൈവരാൻ പോവുകയാണ്. ആ ഒരു അവസരത്തെ നിങ്ങൾ നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യുക. അത് നിങ്ങൾക്ക് ജീവിതത്തിൽ വലിയ ഐശ്വര്യത്തെ സമ്മാനിക്കും. ആ ഒരു അവസരം എന്താണ് എന്നുള്ളത് കാത്തിരിക്കുക. മറ്റുള്ളവരെ മാനസികമായിട്ട് നിങ്ങൾ ഒരിക്കലും അപകീർത്തിപ്പെടുത്താനോ പുച്ഛിക്കാനോ പാടില്ല. കൂടുതൽ സൗഭാഗ്യങ്ങൾ കൈവരാൻ പോകുന്ന ഒരു സമയമാണ്. അത്തരം സൗഭാഗ്യങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വയം മറന്ന് അഹങ്കരിക്കരുത്. അഹങ്കാരം നിങ്ങളുടെ മനസ്സിനെ ബാധിക്കുമെങ്കിൽ സകല വിധത്തിലുള്ളതായ കഷ്ടനഷ്ടങ്ങളും തുടർന്ന് നിങ്ങളുടെ ജീവിതത്തിൽ വരും എന്നുള്ളതാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും വരാൻ പോകുന്ന സൗഭാഗ്യങ്ങളെ ഈശ്വരന്റെ അനുഗ്രഹമായി കണ്ടുകൊണ്ട് സന്തോഷത്തോടു കൂടി നിങ്ങൾ മുന്നോട്ട് പോവുക. തീർച്ചയായും ജീവിതത്തിൽ വലിയ വലിയ വിജയങ്ങൾ നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട്. 233 എന്ന സംഖ്യയാണ് നിങ്ങൾ വിചാരിച്ചത് അല്ലെങ്കിൽ തൊട്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒരു സുഹൃത്തിനെ വേർപിരിഞ്ഞ ദുഃഖം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ സുഹൃത്ത് തന്നെ ആകണമെന്നില്ല. ഏതെങ്കിലും ഒരു പ്രിയപ്പെട്ട വസ്തുവോ അങ്ങനെ എന്തുമാകാം എന്നുള്ളതാണ്. എന്തായാലും ഒരു വ്യസനം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. പലതരത്തിലുള്ളതായ ആളുകൾ നിങ്ങൾക്ക് വിരോധാവസ്ഥയിലേക്ക് വരാൻ സാധ്യതയുണ്ട്. മാത്രമല്ല ചീത്ത കൂട്ടുകെട്ടുകളിലേക്ക് ഈ ഒരു സമയം നിങ്ങൾ ചെന്ന് ഇടപെടരുത്. അത്തരം കൂട്ടുകെട്ടുകൾ ഉണ്ട് എന്നുള്ളതാണ് ഫലം പറയുന്നത്. നല്ലതും ചീത്തയും നിങ്ങൾക്ക് പലപ്പോഴും തിരിച്ചറിയാൻ സാധിക്കാതെ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ അടുത്തിടെ ഉണ്ടായ ആ ഒരു നഷ്ടം അത് നിങ്ങളെ മാനസികമായിട്ട് തകർത്തിരിക്കുകയാണ് എന്നുള്ളതാണ്. എന്തോ ഒരു നഷ്ടബോധം നിങ്ങളുടെ മനസ്സിലുണ്ട് എന്നുള്ളതാണ്. അതുപോലെ ഇപ്പോൾ നിങ്ങളിലേക്ക് വന്നു ചേർന്നിട്ടുള്ള പുതിയ സുഹൃത്തുക്കൾ വല്ലതും ഉണ്ട് എന്നുണ്ടെങ്കിൽ അവരെയൊക്കെ അളവിലധികം നിങ്ങൾ വിശ്വസിക്കരുത് എന്നുള്ളതാണ് ഫലം പറയുന്നത്. വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അത്തരം സുഹൃത്ത് ബന്ധങ്ങളൊക്കെ നിങ്ങൾ കൈകാര്യം ചെയ്യുക. പുതിയ സുഹൃത്തുക്കളൊക്കെ ആണെന്നുണ്ടെങ്കിൽ വളരെ ശ്രദ്ധയോടുകൂടി തന്നെ അവരെ നിങ്ങളുടെ ജീവിതത്തിന്റെ ഭാഗമാക്കുക എന്നുള്ളതാണ്. ഒരു പ്രത്യേക ശ്രദ്ധ നിങ്ങൾ സൗഹൃദത്തിലൊക്കെ പുലർത്തേണ്ടതുണ്ട്. അത്തരത്തിലാണ് ഫലം പറയുന്നത്. 234 നമ്പറാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് അല്ലെങ്കിൽ നിങ്ങൾക്ക് നറുക്ക് വീണത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരല്പം മനക്ലേശം മനസ്സിനെ ബാധിച്ചിരിക്കുന്ന സമയമാണ്. പക്ഷെ ആ ഒരു മനക്ലേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. ഇപ്പോൾ നേരിട്ട പരാജയവും തടസ്സവും എല്ലാം ആ ഒരു വിജയത്തിന്റെ മുന്നോടിയാണ് എന്ന് മനസ്സിലാക്കുക. എന്തായാലും വലിയൊരു സൗഭാഗ്യം നിങ്ങൾക്ക് വരാൻ പോവുകയാണ്. മറ്റുള്ളവരുടെ ആദരവും സ്നേഹവും പിടിച്ചുപറ്റാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി ഉപജാപ പ്രവർത്തനങ്ങളും ദോഷവും ഏൽപ്പിക്കുന്ന ശത്രുക്കൾക്കൊക്കെ തന്നെ നാശം സംഭവിക്കാൻ പോകുന്ന ഒരു കാലഘട്ടം കൂടിയാണ്. അല്ലെങ്കിൽ ആ ഒരു ശത്രുവിനെ വെന്നുകൊണ്ട് നിങ്ങൾക്ക് ജയം സംഭവിക്കുന്ന ആ ഒരു കാലഘട്ടത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. നിങ്ങളുടെ ശത്രുക്കൾക്കുണ്ടാകുന്ന തിരിച്ചടികളിൽ വലിയ ആഹ്ലാദം നിങ്ങൾ വെച്ച് പുലർത്തരുത്. അതെല്ലാം നമുക്ക് വിപരീതമായി ദോഷത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതാണ്. അതെല്ലാം ദൈവത്തിന്റെ തിരിച്ചടികളായി കണ്ട് സമചിത്തതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുക. അതുപോലെ നിങ്ങളിൽ നിന്ന് പലർക്കും പലതരത്തിലുള്ള ദോഷങ്ങൾ അല്ലെങ്കിൽ മനസ്സിന് സങ്കടകരമായ പ്രവൃത്തികൾ ഉണ്ടായിട്ടുള്ളതാണ് ഫലത്തെ കാണിക്കുന്നത്. അവയ്ക്കായി നിങ്ങളാൽ കഴിയുന്ന പ്രായശ്ചിത്തം നൽകുക. അതുപോലെ തന്നെ ക്ഷേത്ര ദർശനം നടത്തുകയും ക്ഷേത്രത്തിൽ വഴിപാടുകൾ നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് നടത്തുകയും ചെയ്യുന്നതിലൂടെ അത്തരത്തിലൊക്കെയുള്ള ദോഷങ്ങൾ ഒഴിഞ്ഞു മാറിപ്പോവുകയും നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഒരു കാര്യത്തിന്മേൽ യാതൊരു തടസ്സവും കൂടാതെ
ആ ആഗ്രഹം സാധിച്ചെടുക്കാൻ സാധിക്കുകയും ചെയ്യുന്നതാണ്. അതുപോലെ തന്നെ ചുറ്റുമുള്ള ജീവജാലങ്ങൾക്ക്, മിണ്ടാപ്രാണികൾക്ക് അന്നം അല്ലെങ്കിൽ അവയ്ക്കുള്ള ആഹാരം നൽകുന്നതും ജീവിതത്തിൽ നിങ്ങൾ ഇന്ന് കഷ്ടപ്പാട് അനുഭവിക്കുന്നുവെങ്കിൽ ആ കഷ്ടപ്പാടുകളെ കുറയ്ക്കുന്നതിന് ഉത്തമമായ പരിഹാരം എന്നുള്ളതാണ്. ഇനി 241 എന്ന സംഖ്യയാണ് നിങ്ങൾ വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ വിവാഹം സംബന്ധിച്ച് ചെറിയ തടസ്സം നേരിടാൻ സാധ്യത പറയപ്പെടുന്നുണ്ട്. വിവാഹമൊക്കെ ആഗ്രഹിച്ചുകൊണ്ടാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രം നിങ്ങൾ ഉപയോഗിച്ചത് എന്നുണ്ടെങ്കിൽ കുറച്ചു കാലത്തേക്ക് കൂടി വിവാഹ സംബന്ധമായ തടസ്സം നിങ്ങളിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. നിങ്ങളുടെ കുടുംബത്തിൽ നിന്ന് തന്നെ പലതരത്തിലുള്ളതായ ദോഷങ്ങൾ ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്യുന്ന അല്ലെങ്കിൽ നിങ്ങളെ പാരവയ്ക്കുന്ന ഒരാൾ നിങ്ങളുടെ കുടുംബത്തിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അത്തരം ആളുകളൊക്കെ ഉപേക്ഷിച്ച് നിങ്ങൾ പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പലതരത്തിൽ ക്ഷേമം ഉണ്ടാകും എന്നുള്ളതാണ്. പിന്നെ സാമ്പത്തികപരമായിട്ടൊക്കെ വലിയ ധനം ഇപ്പോൾ നിങ്ങളിലേക്ക് കൈവരാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ ധനം കൈവരുമ്പോൾ അഹങ്കാരം ഉണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഒരു ഭണ്ഡാര സൂക്ഷിപ്പുകാരനെ പോലെ ആ പണമൊന്നും തൻ്റേതല്ല എന്ന ബുദ്ധിയോടുകൂടി നിങ്ങൾ ചിലവഴിക്കുക. അങ്ങനെയെങ്കിൽ ഐശ്വര്യം ഉണ്ടാകുന്നതാണ്. ആവശ്യമുള്ളതിന് മാത്രമേ നിങ്ങൾ ചിലവഴിക്കുവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. അനാവശ്യ ചിലവുകളിലേക്ക് ധനം ചിലവഴിക്കരുത്. കൂടുതലായിട്ട് ദുർച്ചിലവുകളിലേക്ക് ഏർപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് സാമ്പത്തികമായിട്ടൊരു നഷ്ടം തന്നെ നിങ്ങൾക്ക് സംഭവിക്കുന്നതാണ്. മുന്നേ സൂചിപ്പിച്ചതുപോലെ നിങ്ങളുടെ ആ ഒരു ഭണ്ഡാരത്തിൽ സൂക്ഷിക്കാൻ പിന്നീട് നിങ്ങൾക്ക് ധനം ഉണ്ടാകില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് അളന്ന് മാത്രം സമ്പത്ത് ചിലവഴിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്ക് ചുറ്റുമുള്ള ദരിദ്രരായ ആളുകൾക്ക് കൂടി നിങ്ങൾ ഏതെങ്കിലും വിധത്തിൽ സഹായങ്ങൾ ചെയ്യുക. സാമ്പത്തികമായിട്ടും അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ നിങ്ങൾ ചെയ്തു കൊടുക്കുക. തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സകലവിധ ഐശ്വര്യങ്ങൾ നേടിത്തരുന്നതാണ്. 242 എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ച ആ ഒരു മനോവ്യസനം തീരാൻ പോകുന്ന ആ ഒരു സമയത്തിലാണ് നിങ്ങൾ ഈ ഒരു ശാസ്ത്രം ഉപയോഗപ്പെടുത്തിയത്. അതുപോലെ നിങ്ങളിപ്പോൾ ആഗ്രഹിച്ചിരിക്കുന്ന ആ ഒരു കാര്യം അല്ലെങ്കിൽ നിങ്ങളുടെ ഗൃഹത്തിൽ നിങ്ങൾ നടപ്പിൽ വരുത്താൻ ഉദ്ദേശിക്കുന്ന ആ ഒരു കാര്യം ഉടൻ തന്നെ നടക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളിൽ നിങ്ങൾക്ക് ജയം കൊയ്യാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടുന്ന ഒരു കാര്യം, ഇത് നിങ്ങൾ മാത്രം വിചാരിച്ചു കഴിഞ്ഞാൽ നടക്കില്ല. ഇതിന് മറ്റൊരാളുടെ സഹായം വേണം, അല്ലെങ്കിൽ മറ്റൊരാളുടെ അഭിപ്രായം ആരായേണ്ടി വരും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ മറ്റുള്ളവരോടുകൂടി ആലോചിച്ച് നിങ്ങൾ ആഗ്രഹിച്ച കാര്യത്തിന്മേൽ ഒരു തീരുമാനം കൈക്കൊള്ളണം എന്നുള്ളതാണ് ഫലം പറയുന്നത്. അങ്ങനെയെങ്കിൽ വിചാരിച്ച കാര്യം വളരെ പെട്ടെന്ന് നേടിയെടുക്കുവാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങൾ നശിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ശത്രു ആരോ ആ ശത്രുവിനെ വെന്നുകൊണ്ട് നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ്. ആ ശത്രുവിന് ഉടൻ തന്നെ നാശം സംഭവിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ശത്രു നിങ്ങൾക്ക് മിത്രഭാവത്തിലേക്ക് വരുന്നതാണ്. വാസ്തവത്തിൽ ഇന്ന് നിങ്ങളുടെ മനസ്സിന് വളരെയധികം അശാന്തി നിറഞ്ഞിരിക്കുകയാണ് എന്നുള്ളതാണ് ഫലം പറയുന്നത്. കാരണം നിങ്ങൾക്ക് എന്തോ വലിയ കാര്യങ്ങൾ സംഭവിച്ചു, അല്ലെങ്കിൽ നിങ്ങൾക്ക് മാത്രമാണ് ഇത്തരത്തിൽ ദുഃഖവും കഷ്ടപ്പാടും എന്നൊക്കെയാണ് നിങ്ങൾ വിചാരിക്കുന്നത്. വാസ്തവത്തിൽ സാധാരണ ഒരു മനുഷ്യ ജീവിതത്തിൽ ബാധിക്കാൻ ഇടയുള്ള കാര്യങ്ങൾ മാത്രമേ നിങ്ങൾക്കും ബാധിച്ചിട്ടുള്ളൂ. അതൊക്കെ തന്നെ താൽക്കാലികമാണ് എന്ന ആ ഒരു തിരിച്ചറിവ് നിങ്ങൾ വരുത്തുകയാണ് എങ്കിൽ ഇന്നിപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അല്ലെങ്കിൽ മനോവിഷമം നിങ്ങൾക്ക് ഉണ്ടാവുകയില്ല. ഈ കാര്യങ്ങളൊക്കെ തന്നെ നിസ്സാരമായി തള്ളിക്കളയാനുള്ള ഒരു മനക്കരുത്ത് നിങ്ങൾ ആർജിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഫലം പറയുന്നത്. കുടുംബത്തിൽ പ്രശ്നം, അതുപോലെ കുടുംബത്തിൽ സമാധാനമില്ലായ്മ, അങ്ങനെയുള്ള പല കാര്യങ്ങളിലൂടെയും നിങ്ങൾ കടന്നു പോകുന്നുണ്ട് എന്ന് പറയുന്നു. അതൊക്കെ സർവ്വസാധാരണമാണ്. അതുകൊണ്ട് തന്നെ അവയെ വലിയ പ്രാധാന്യം കൊടുക്കാതെ തള്ളിക്കളയുക എന്നാണ് ഫലം പറയുന്നത്. അത്തരത്തിലൊരു അസ്വസ്ഥതയുണ്ടായാൽ അതിൽ മനസ്സ് നൊന്ത് യാതൊന്നും പ്രവർത്തിക്കാതെ ഇരിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയം ഉണ്ടാകില്ല എന്ന് ഫലം പറയുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പൊ മനസ്സിനെ ബാധിച്ചിട്ടുള്ള ആ ഒരു ആശയക്കുഴപ്പം അല്ലെങ്കിൽ ആ ഒരു ദുഃഖത്തെ മാറ്റിക്കൊണ്ട് കരുത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമെന്നാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രം നിങ്ങളുടെ ആഗ്രഹത്തെക്കുറിച്ച് പറയുന്നത്. ഇനി 243 എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിൽ സൽസന്താനങ്ങൾ ജനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലേക്ക് പുതിയ അംഗങ്ങൾ, അതിഥികൾ ഒക്കെ വരാൻ പോകുന്നു എന്നുള്ളതാണ്. നിങ്ങളെ അലട്ടിക്കൊണ്ടിരുന്ന രോഗങ്ങൾ മാറിപ്പോകാൻ പോകുന്ന ഒരു സമയമാണ്. അതുപോലെ പൂർണ്ണ ആരോഗ്യം ഉണ്ടാകാൻ പോകുന്ന ഒരു സമയമാണ്. നല്ല ഭക്ഷണം, ദാരിദ്ര്യമുക്തി ഇതൊക്കെ സംഭവിക്കാൻ പോവുകയാണ്. അതുപോലെ ഉദ്യോഗ കയറ്റം, ഇനി ഉദ്യോഗമൊന്നും ആകാത്തവർക്ക് പുതിയ ഉദ്യോഗം ലഭിക്കുക, അതുപോലെ ജോലി സ്ഥലത്ത് നിന്ന് കിട്ടാനുള്ള പണം കിട്ടുക, ധനപരമായി ഉയർച്ച ഉണ്ടാവുക, ശമ്പളത്തിൽ വർധന ഉണ്ടാവുക, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. എന്തായാലും ഒരു ധനലാഭം ഏറ്റവും അടുത്ത് നിങ്ങൾക്ക് ഉണ്ടാകാൻ പോകുന്നു. നിങ്ങളിപ്പോൾ ഏതൊരു ജോലിയാണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ ഒരു ജോലിയിൽ തന്നെ തുടരുക. ഇനി ജോലിയൊന്നും ഇല്ല എങ്കിൽ നിങ്ങൾ ഏതൊരു ജോലിയാണോ ആരംഭിക്കുന്നത്, ഏതൊരു ബിസിനസ് ആണോ നിങ്ങൾ ആരംഭിക്കുന്നത്, അതിൽ നിന്ന് നിങ്ങൾക്ക് ജയമുണ്ടാകുമെന്നതാണ്. മനസ്സിൽ ഏതെങ്കിലും വിധത്തിൽ ഒരു ഭയമോ ടെൻഷനോ ഉണ്ട് എങ്കിൽ അതിന്റെ യാതൊരു ആവശ്യവുമില്ല. ഇതിപ്പോൾ നിങ്ങളുടെ ആ ഒരു സമയമാണ്.
ധൈര്യമായിരിക്കാം. നിങ്ങളെ സഹായിക്കാൻ ഒരുപാട് പേര് ഇപ്പോൾ രംഗത്തുണ്ട് എന്നുള്ളതാണ് ഫലം പറയുന്നത്. അവരൊക്കെ തന്നെ ആത്മാർത്ഥമായിട്ട് നിങ്ങളെ സഹായിക്കാനും സന്നദ്ധരാണ്. പക്ഷെ അങ്ങനെയുള്ളപ്പോൾ പോലും പലരെയും നിങ്ങൾ ഒരു സംശയ ദൃഷ്ടിയോട് കൂടിയിട്ടാണ് കാണുന്നത് എന്നാണ് ഫലം പറയുന്നത്. മാത്രമല്ല, അവരിൽ നിന്ന് നമുക്ക് സഹായം ലഭിക്കുമോ, അവരേതെങ്കിലും വിധത്തിൽ നമ്മളെ ചതിക്കുമോ, അത്തരത്തിൽ ഒരു സംശയവും ആരെ പറ്റിയും വേണ്ട എന്നാണ് ഫലം പറയുന്നത്. കാരണം ഇത്തരത്തിൽ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ആളുകളോട് നിങ്ങൾക്കുള്ള ഒരു സംശയം അവർ തിരിച്ചറിഞ്ഞാൽ അവരിൽ നിന്ന് ആ ഒരു സഹായത്തെ പിന്നീട് നിങ്ങൾക്ക് ലഭിക്കുകയില്ല. ആ ഒരു ബന്ധം ആ രീതിയിൽ മുറിഞ്ഞു പോവുകയും ചെയ്യും എന്നുള്ളതാണ്. അതുകൊണ്ട് ബന്ധത്തിൽ ആ ഒരു വിശ്വാസ്യതയും പവിത്രതയും നിങ്ങൾ കാത്തു സൂക്ഷിക്കുക. കാരണം ഏറ്റവും അടുത്ത ആ ഒരു ബന്ധുക്കളിൽ നിന്ന് അല്ലെങ്കിൽ സുഹൃത്തുക്കളായിക്കോട്ടെ ആരിൽ നിന്നും ഉണ്ടാകുന്ന ആ ഒരു അവഗണന കാര്യങ്ങളെ തകിടം മറിക്കും എന്നുള്ളത് കൊണ്ട് അവരെ എല്ലാം ചേർത്ത് നിർത്തുക. തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയം വരിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി 244 എന്ന കുറിയാണ് നിങ്ങൾക്ക് വീണത്, നറുക്കാണ് നിങ്ങൾക്ക് വീണത് എന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന ഒരുവിധം എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു എന്നാണ് പറയുന്നത്. ഗ്രഹസ്ഥിതികളൊക്കെ തന്നെ അനുകൂലമായിരിക്കുന്നു എന്നുള്ളതാണ്. അതൊക്കെ കൊണ്ടാണ് നിങ്ങൾ ഇന്ന് ഈ ഒരു പ്രവചന ശാസ്ത്രത്തെ തന്നെ തേടി വന്നതും അല്ലെങ്കിൽ ഈ ഒരു പ്രവചന ശാസ്ത്രം നിങ്ങൾക്കരികിലേക്ക് തേടിയെത്തിയതും. ആ ഒരു വരാൻ പോകുന്ന സൗഭാഗ്യത്തെ നിങ്ങളെ ഒന്ന് അറിയിക്കുക എന്ന ലക്ഷ്യമാണ് ഈ ഒരു പ്രവചന ശാസ്ത്രം പോലും നിങ്ങളിലേക്ക് എത്താൻ കാരണമായിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ഒരാളെ വിശ്വസിക്കുകയും അല്ലെങ്കിൽ ഒരാളെ സ്നേഹിക്കുകയും ചെയ്തു എന്നാണ് ഫലം പറയുന്നത്. അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ഒരു തിരിച്ചടി ഉണ്ടായി എന്നും നഷ്ടങ്ങൾ ഉണ്ടായി എന്നും ഫലം പറയുന്നു. അതുകൊണ്ട് അത്തരത്തിൽ നിങ്ങൾക്ക് ദ്രോഹം ചെയ്ത ആളുകളെ നിങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അല്ലെങ്കിൽ അവരിൽ നിന്നൊരു അകലം പാലിച്ചുകൊണ്ട് നിങ്ങൾ ഏതൊരു കാര്യം ചെയ്താലും ഏതൊരു പ്രവൃത്തി ചെയ്താലും നിങ്ങൾക്ക് വിജയമുണ്ടാകും. അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു കാലമാണ് എന്നാണ് പറയുന്നത്. സർവ്വവിധ ഗുണങ്ങളും നിങ്ങളിൽ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ ഇത്തരം കൂട്ടുകെട്ടുകളും അല്ലെങ്കിൽ വിമുഖതയും കാരണം പല കാര്യങ്ങളും നിങ്ങൾ പ്രവർത്തിക്കാൻ മടിക്കുന്നു എന്നാണ് ഫലം പറയുന്നത്. നിങ്ങളിലുള്ള സമ്പത്തിന്റെ ഒരു അംശമെങ്കിലും സാധാരണക്കാർക്ക് ഉപകരിക്കുന്ന രീതിയിൽ കൂടി വിനിയോഗിക്കണം എന്ന് പറയപ്പെടുന്നു. ക്ഷേത്ര ദർശനങ്ങൾ നടത്തണമെന്ന് പറയപ്പെടുന്നു. അങ്ങനെയൊക്കെ ചെയ്യുന്നത് നിങ്ങൾക്ക് പ്രശസ്തിയും നിങ്ങളുടെ ജീവിതത്തിന് ഉയർച്ചയും മറ്റുള്ളവർ നിങ്ങളെ സ്നേഹിക്കാൻ ഇടവരികയും ഒക്കെ ചെയ്യുന്നതാണ്. ഒരുവിധം നിങ്ങൾക്ക് ചുറ്റുപാടുമുള്ള ആളുകളുടെ സ്നേഹം നിങ്ങൾ സമ്പാദിച്ചിട്ടുണ്ട് എങ്കിൽ ആ സ്നേഹബന്ധങ്ങളൊന്നും തന്നെ മുറിയാതെ നിങ്ങൾ സൂക്ഷിക്കുക. ഈ വിധത്തിൽ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഏറ്റവും ശുഭകരമായ സമയമാണ് ഇന്നു മുതൽ വരാൻ പോകുന്നത്. 311 എന്ന ആ ഒരു കുറി അല്ലെങ്കിൽ നറുക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ധനപരമായിട്ട് ഒരു ദുഃഖം നിങ്ങളുടെ മനസ്സിനെ അലട്ടുന്നു എന്നുള്ളതാണ്. പലതരത്തിൽ ആഗ്രഹ പൂർത്തീകരണത്തിനൊക്കെയുള്ള ആ ഒരു പണത്തിന് കുറച്ച് ഞെരുക്കം ഉള്ളതായിട്ടാണ് ഫലം പറയുന്നത്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു നാടുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിന് ചെറിയൊരു വ്യസനമുണ്ട് എന്ന് ഫലം പറയുന്നു. അപ്പൊ അത് മാറുന്നതിനായിട്ട് കുടുംബക്ഷേത്രത്തിൽ നിങ്ങൾ ദർശനം ചെയ്യുകയും കുടുംബക്ഷേത്ര ദേവതയ്ക്ക് വേണ്ടുന്ന വഴിപാടുകൾ, പൂജകൾ, വിളക്കിന് എണ്ണ, തിരി ഇതൊക്കെ തന്നെ സമർപ്പിക്കുക. തീർച്ചയായിട്ടും ആ ഒരു വ്യസനമൊക്കെ ഒഴിഞ്ഞു പോകുന്നതാണ്. നിങ്ങളോട് വളരെയധികം ശത്രുതയുള്ള ഒരു വ്യക്തി നിങ്ങളെ പിന്തുടരുന്നുണ്ട്. അവരിൽ നിന്ന് ഒരുപാട് ദുഃഖങ്ങൾ, മോശപ്പെട്ട അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടായി എന്ന് പറയുന്നു. അപ്പൊ ആ ഒരു വ്യക്തിയെ നിങ്ങൾ ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നുള്ളതാണ്. അതിപ്പോൾ ഒരു വ്യക്തിയാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു ശീലഗുണമാകാം, സ്വഭാവമാകാം. എന്തായാലും നിങ്ങൾക്ക് ദോഷത്തെ പ്രദാനം ചെയ്യുന്ന ആ ഒരു ദുഷ്ടശക്തി നിങ്ങൾക്കൊപ്പം പിന്തുടരുന്നു എന്നുള്ളതാണ്. വരുന്ന ഒരു വർഷത്തേക്ക് അത്തരം കൂട്ടുകെട്ടുകൾ എല്ലാം മാറ്റിവെച്ചുകൊണ്ട് നിങ്ങൾ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും. അതിനോടൊപ്പം തന്നെ നിങ്ങളുടെ കയ്യിലുള്ള ധനത്തെക്കുറിച്ച് ആർക്കും ഒരു സൂചനയും നൽകരുത്. അത്തരത്തിൽ നിങ്ങളുടെ കയ്യിൽ ധനമുണ്ട് എന്ന് മറ്റുള്ളവർ അറിയുകയാണ് എങ്കിൽ അത് ദോഷത്തെയാണ് വരുത്തി വെക്കുന്നത് എന്ന് ഫലം പറയുന്നു. ഈ വിധത്തിൽ ഒരു സൂക്ഷ്മത ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ ഒരു തരത്തിലും ഭയം വേണ്ട. ഇനി 312 എന്ന ഒരു അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ മനോവിഷമം ഉടനെ തന്നെ അവസാനിക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ധാരാളം പണം ഈ ഒരു കാലയളവിൽ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ നിങ്ങളുടെ കുടുംബമൊക്കെ പച്ച പിടിക്കാൻ പോവുകയാണ്. വിവാഹ കാര്യങ്ങളിലൊക്കെ തന്നെ മംഗളം സംഭവിക്കാൻ പോവുകയാണ്. സൽസന്താനങ്ങൾ, പ്രത്യേകിച്ച് പുത്രന്മാരൊക്കെ ഗൃഹത്തിൽ ജനിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. നിങ്ങളെ ആദേശം ചെയ്തിരുന്ന രോഗദുരിതങ്ങൾ നീങ്ങാൻ പോകുന്ന സമയമാണ്. ഈ ഒരു സമയം ഏതൊരു ജോലിയിലേക്ക് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും നിങ്ങൾക്ക് അവിടെ നിന്നെല്ലാം നല്ല ജയം ലഭിക്കുന്ന സമയമാണ്. ചോർന്നുപോയ ആ ഒരു മനോധൈര്യമൊക്കെ വീണ്ടും മനസ്സിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുക. ആ ഒരു ഈശ്വരാധീനം കുറവായിട്ടാണ് നിങ്ങളിൽ ഫലം പറയുന്നത്, അല്ലെങ്കിൽ ഒരു ഈശ്വര വിശ്വാസമൊക്കെ ഒരല്പം കുറവായ ആ ഒരു സമയമായിട്ടാണ് ഫലം പറയുന്നത്. അപ്പൊ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിൽ എന്ത് പ്രശ്നം വന്നാലും ഈ ഒരു മഹാശക്തിയിൽ പൂർണ്ണമായ വിശ്വാസം അർപ്പിച്ച് നമുക്ക് ജീവിതത്തിൽ രക്ഷ മാത്രമേ ദൈവം വരുത്തൂ എന്ന ആ ഒരു ഈശ്വര വിശ്വാസം നിങ്ങൾ മനസ്സിൽ എപ്പോഴും കൊണ്ടു നടക്കുക. എന്നിരുന്നാൽ മാത്രമേ
ഈ വിധം നിസ്സാര പ്രശ്നങ്ങളൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ ബാധിക്കാതിരിക്കുകയുള്ളൂ. പരിധിയിൽ കൂടുതൽ നിങ്ങളുടെ സുഹൃത്തായിരുന്നാലും മറ്റു ബന്ധുക്കളായിരുന്നാലും വിശ്വാസം വെച്ച് പുലർത്തരുത്. നിങ്ങളുടെ കാര്യങ്ങളൊന്നും തന്നെ വിട്ട് അവരോട് സംസാരിക്കരുത്. അനാവശ്യമായി മറ്റുള്ളവരോട് അടുക്കുന്ന ആ ഒരു പ്രകൃതം നമുക്ക് ദോഷത്തെ പ്രദാനം ചെയ്യും. മുന്നോട്ടുള്ള ഓരോ ചുവടും സൂക്ഷ്മതയോടുകൂടി വെച്ച് പുലർത്തേണ്ടുന്ന ഒരു കാലഘട്ടമാണ്. തീർച്ചയായിട്ടും വിഷമങ്ങളൊക്കെ തീർന്ന് ഒരു നല്ല കാലത്തിലേക്കാണ് ഇപ്പോൾ നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആ ഒരു 313 എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ സാമ്പത്തികമായിട്ട് വളരെയധികം തകർന്ന ഒരു സമയമാണ് ഇത് എന്നുള്ളതാണ് ഫലം പറയുന്നത്. പണത്തിന് വേണ്ടിയിട്ട് നെട്ടോട്ടം ഓടുന്ന ആ ഒരു സമയത്തിലൂടെയാണ് നിങ്ങൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ മനസ്സിലൊക്കെ ഒരുപാട് പ്ലാനും പദ്ധതിയൊക്കെ ഉണ്ട്, പക്ഷേ ആവശ്യമായ ധനം ഇല്ല എന്ന് ഫലം പറയുന്നു. തീർച്ചയായിട്ടും യാതൊരു ഭയവും വേണ്ട. വൈകാതെ ആ ഒരു ധനമൊക്കെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. മാസത്തിൽ ഒരിക്കൽ നിങ്ങൾ നിങ്ങളുടെ കുടുംബക്ഷേത്രം മുടങ്ങാതെ ദർശനം ചെയ്യുക. അങ്ങനെയെങ്കിൽ ഈ ഒരു സാമ്പത്തിക പ്രശ്നങ്ങൾ നിങ്ങളിൽ അവസാനിക്കുന്നതാണ്. അതുപോലെ തന്നെ ചില രോഗങ്ങളെ നിങ്ങൾ ഭയപ്പെടുകയാണ്. അപ്പൊ അത്തരത്തിൽ ഭയങ്ങളൊന്നും വേണ്ട. അത്ര മഹാരോഗങ്ങളൊന്നും നിങ്ങളെ ബാധിച്ചിട്ടില്ല. പക്ഷെ ചെറിയ അസുഖങ്ങൾ വന്നാൽ പോലും നിങ്ങൾക്ക് വലിയ ടെൻഷനാണ്. ഇതെന്തെങ്കിലും വലിയ മഹാവ്യാധിയാണോ? ഈ രോഗം കൊണ്ട് എനിക്ക് എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമോ? അപ്പോൾ ചെറിയ രോഗങ്ങളാണ് നിങ്ങൾക്കുള്ളത്. അതൊക്കെ തന്നെ കാലാകാലങ്ങളിൽ മനുഷ്യന് സംഭവിക്കുന്നതാണ്. അതൊക്കെ കുറച്ചു കാലം കഴിയുമ്പോൾ പോകുന്ന അസുഖങ്ങളാണ്. അപ്പൊ അതൊന്നും വലിയ രോഗങ്ങളുടെ ലക്ഷണമോ വലിയ രോഗങ്ങളോ അല്ല. അപ്പൊ അതേക്കുറിച്ചൊന്നും ഓർത്ത് വലിയ ചിന്തയ്ക്ക് മനസ്സിന് സ്ഥാനം കൽപ്പിക്കേണ്ടതില്ല. നല്ല ഭാഗ്യമുള്ള ഒരു വ്യക്തിയാണ് താങ്കൾ, അല്ലെങ്കിൽ ഭാഗ്യമുള്ളൊരു വ്യക്തിയാണ് നിങ്ങൾ എന്നുള്ളതാണ് ഫലം പറയുന്നത്. നല്ല സൽസന്താനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകും. നിങ്ങളുടെ മക്കളൊക്കെ തന്നെ നല്ല നിലയിൽ എത്തിപ്പെടുകയും നിങ്ങളുടെ പേരും പെരുമയും പ്രശസ്തിയൊക്കെ വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ്. ആ സന്താനങ്ങൾക്ക് ജീവിക്കുന്നതിനുള്ള ഒരു ധനസ്ഥിതി നിങ്ങളുടെ ആ ഒരു കാലഘട്ടത്തിൽ തന്നെ നിങ്ങളിലേക്ക് കൈവരുന്നതാണ്. അപ്പോൾ ഇപ്പോൾ ഈ മനസ്സിന് കുറച്ച് പ്രശ്നങ്ങൾ അസുഖ സംബന്ധപ്പെട്ടും അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പ്രശ്നങ്ങളും ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അതൊക്കെ തീർത്തും സ്വാഭാവികമാണ്. മനുഷ്യനാണ് എങ്കിൽ മനസ്സിന് ചെറിയ പ്രശ്നങ്ങളൊക്കെ തന്നെ ഓരോ കാലഘട്ടത്തിലും അലട്ടിക്കൊണ്ടിരിക്കും. അതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ വരുന്നതാണ് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ തന്നെ അകന്നു മാറി പോകുന്നതാണ്. ഇനി ആ ഒരു 314 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിവാഹമൊക്കെ മംഗളകരമായി നടക്കാൻ പോവുകയാണ്. അല്ലെങ്കിൽ പ്രണയ കാര്യത്തിലൊക്കെ ഒരു തീർപ്പുണ്ടാകാൻ പോവുകയാണ്. അതും അല്ലെങ്കിൽ ദാമ്പത്യത്തിൽ നിലനിന്നിരുന്ന ആ ഒരു പ്രശ്നങ്ങളൊക്കെ മാറാൻ പോവുകയാണ്. അല്ലെങ്കിൽ കുടുംബജീവിതം കുറച്ചുകൂടി ഭദ്രമാകാൻ പോവുകയാണ്. കൂടുതൽ സമ്പത്ത്, തൊഴിൽപരമായ ഉയർച്ച, ഇതൊക്കെ വരാൻ പോകുന്ന സമയം കൂടിയാണ്. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു സമ്പത്തിൽ നിന്ന് അന്നദാനത്തിലേക്ക് വേണ്ടുന്ന സംഭാവനകൾ നൽകുകയോ അല്ലെങ്കിൽ സ്വയം അന്നദാനങ്ങൾ നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഇപ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ഈ ഒരു സമ്പത്തിനെയും ഐശ്വര്യത്തെയൊക്കെ കൂടുതൽ വർദ്ധിപ്പിക്കുന്നതാണ്. തിങ്കളാഴ്ച തോറും ശിവക്ഷേത്രങ്ങൾ ദർശിക്കുന്നത്, ശിവനെ ആരാധിക്കുന്നത് കൂടുതൽ ഗുണത്തെ നിങ്ങൾക്ക് പ്രദാനം ചെയ്യും. ആ ഒരു ശിവഭഗവാനെയൊക്കെ കൂടുതൽ ആശ്രയിക്കുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ ഭഗവാന്റെ അനുഗ്രഹം കൂടുതൽ ഉണ്ടാകുന്നതിനും ഐശ്വര്യം കൂടുതൽ ഉണ്ടാകുന്നതിനും കാരണമാകും. മാത്രമല്ല ഈ പണത്തിനോട് ഒരു അമിതമായ സ്നേഹം അല്ലെങ്കിൽ പണത്തിനോട് ഒരു അമിതമായ താല്പര്യം നിങ്ങൾക്ക് പലപ്പോഴും ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും പണത്തിന് മാത്രമല്ല മനുഷ്യ ബന്ധങ്ങൾക്കും മനുഷ്യനും കൂടി ആ ഒരു മൂല്യം നിങ്ങൾ പരിഗണന കൽപ്പിക്കണം. അപ്പൊ പൊതുവിൽ ആ ഒരു ധനക്കൊതിയനാണ് അല്ലെങ്കിൽ ഒരു ലുബ്ധനാണ്, പിശുക്കനാണ് എന്നൊക്കെ മറ്റുള്ളവരാൽ നിങ്ങൾ വിലയിരുത്തപ്പെടുന്നുണ്ട്. അതിനെയൊക്കെ ഒന്ന് മാറ്റിയെടുക്കുക. തീർച്ചയായിട്ടും മറ്റുള്ളവരെ വെറുപ്പിച്ചുകൊണ്ട് നമുക്കൊരു ജീവിതം സാധ്യമല്ല. മറ്റുള്ളവർക്ക് കൂടി നിങ്ങൾ സഹായം ചെയ്യുക. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളൊക്കെ തന്നെ തീർച്ചയായിട്ടും അവസാനിച്ച് നിങ്ങൾക്ക് നല്ല ഒരു മനസ്വസ്ഥതയുള്ള ജീവിതം കൈവരാൻ പോകുന്ന സമയമാണിത്. ഇനി 321 എന്ന അക്കമാണ് നിങ്ങൾ കുറി തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം കുറച്ച് കാലതാമസം എടുക്കും എന്നുള്ളതാണ്. തീർച്ചയായിട്ടും നടക്കും, പക്ഷെ വളരെ പെട്ടെന്ന് നടക്കില്ല. കുറച്ച് കാലതാമസം അതിന്മേൽ വന്ന് ഭവിക്കും എന്നുള്ളതാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ എന്തൊരു കാര്യം ചെയ്താലും അത് കുറച്ച് കൂടുതൽ പ്രയാസകരമായിരിക്കും എന്നുള്ളതാണ്. മാത്രമല്ല ഈ ഒരു കാലഘട്ടം നമ്മൾ എന്ത് ചെയ്താലും ഒരല്പം ശ്രദ്ധയോടുകൂടി ആലോചിച്ച് കണ്ട് ചെയ്യണം എന്നുള്ളതാണ്. നിങ്ങളുടെ ജാതകമൊക്കെ ഒന്ന് പരിശോധിപ്പിച്ച് സമയദോഷമുണ്ടോ എന്നൊന്ന് പരിശോധിക്കേണ്ടത് വളരെ ഉത്തമമാണ്. അതിനോടൊപ്പം തന്നെ ഗ്രഹചാരം കൊണ്ട് അല്ലെങ്കിൽ ചാരവശാൽ നിങ്ങൾക്ക് ഇതിപ്പോ അശുഭ സമയമാണോ എന്നുള്ളതും ഒന്ന് ചിന്തിക്കുന്നത് നന്നായിരിക്കും. അതിനനുസരിച്ചുള്ള പരിഹാരങ്ങൾ കൂടി നിങ്ങൾ ചെയ്യേണ്ടത് ഉത്തമമാണ്. അപ്പോൾ മാതാപിതാക്കളിൽ നിന്ന് നിങ്ങൾക്കൊരു അനിഷ്ടം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അല്ലെങ്കിൽ നിങ്ങൾ മാതാപിതാക്കളൊക്കെ വേണ്ട വിധത്തിൽ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതും ഫലം പറയുന്നു. അപ്പോൾ അവരാണ് ശരിക്കും നമ്മുടെ ദൈവങ്ങൾ. അവരെ നമ്മൾ തീർച്ചയായിട്ടും വേണ്ട രീതിയിൽ പരിചരിക്കാം. നിങ്ങളുടെ ആ ഒരു സ്നേഹം അവരിലേക്ക് കൂടുതലായിട്ട് എത്തുന്നില്ല എന്നുള്ളത് ഫലം പറയുന്നുണ്ട്. അത് നിങ്ങൾക്ക് മാത്രമേ അറിവുള്ളൂ. അത്തരത്തിലുണ്ട് എങ്കിൽ അതിനൊരു പരിഹാരം എന്നോണം അവർക്ക് കൂടുതലായിട്ട് ശ്രദ്ധയും
കരുതലും കൊടുക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നങ്ങൾ പൂർണ്ണമായി അവസാനിക്കുന്നതാണ്. അപ്പോൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഏതൊരു പ്രവർത്തനം ചെയ്യുമ്പോഴും നിങ്ങളുടെ മാതാപിതാക്കളെ വിസ്മരിക്കാതെ അവർക്ക് വേണ്ടുന്ന സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിങ്ങൾ പ്രവർത്തിച്ചു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു സ്നേഹം അല്ലെങ്കിൽ അവരുടെ ആ ഒരു പ്രാർത്ഥന നമുക്കൊപ്പം ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഇന്നിപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ ആ ഒരു സഹായം ഉണ്ടെങ്കിൽ ഇന്നിപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കും എന്നുള്ളതാണ് ഫലം പറയുന്നത്. ഇനി നിങ്ങൾ 322 വിചാരിച്ചത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സഹോദരന്മാരാൽ നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കും എന്നുള്ളതാണ്. ഈ ഒരു വർഷത്തിനുള്ളിൽ തന്നെ അല്ലെങ്കിൽ ഈ ഒരു വർഷം അവസാനിക്കുന്നതിന് മുൻപ് തന്നെ അല്ലെങ്കിൽ വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആഗ്രഹം സഫലീകരിക്കുവാൻ സാധിക്കും. അതിന് ഏത് ആഗ്രഹമായിരുന്നാലും നിങ്ങൾക്ക് സഫലീകരിക്കുവാൻ സാധിക്കും. നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളുണ്ടാകും. ഈ നഷ്ടപ്പെട്ടു പോയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു വർഷത്തിനുള്ളിൽ തിരിച്ച് ലഭിക്കുന്നതാണ്. അതിപ്പോൾ ജോലിയാകാം, പണമാകാം, പദവിയാകാം, എന്തായിരുന്നാലും വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങൾക്ക് അതിന്മേൽ തീർപ്പുണ്ടാകുന്നതാണ്. അപ്പോൾ എന്തായാലും ഈ ഒരു സമയം നമ്മൾ അക്ഷീണം പ്രയത്നിക്കേണ്ടുന്ന അല്ലെങ്കിൽ പ്രവർത്തിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഫലം നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ ലഭിക്കുന്നതാണ്. അക്ഷീണം നിങ്ങൾ പ്രയത്നിക്കുക. പലതരത്തിലുള്ളതായ മോശം സ്വഭാവങ്ങൾ, ഒരു അഹങ്കാരം, ഇതൊക്കെ പലപ്പോഴും നമ്മളെ ബാധിക്കാൻ ഇടയുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിൽ എന്തെങ്കിലും ഒന്ന് നമ്മളെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ അതിനെ നമ്മൾ മാറ്റിവെക്കുക, ശേഷം പ്രവർത്തിക്കുക. അപ്പോൾ നിങ്ങളുടെ തന്നെ ചില സ്വഭാവ പ്രകൃതം കൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിങ്ങൾ അനുഭവിക്കുന്ന ഈ ഒരു പ്രശ്നങ്ങളെല്ലാം ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളത് എന്നാണ് ഫലം പറയുന്നത്. അതുകൊണ്ട് ഇനി ഞാൻ അങ്ങോട്ട് ഓരോ പ്രവൃത്തികൾ ചെയ്യുമ്പോഴും ശ്രദ്ധിച്ച് സൂക്ഷിച്ച് ആർക്കും ഒരു ദ്രോഹവും ഒരു ദോഷവും ഉണ്ടാകാത്ത രീതിയിൽ മാത്രമേ പ്രവർത്തിക്കൂ എന്ന ആ ഒരു ചിന്തയോടുകൂടി നിങ്ങൾ പ്രവർത്തിക്കുമെങ്കിൽ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ശുഭകരമായി തീരും എന്നുള്ളതാണ്. വരുന്ന ഒരു വർഷത്തിനുള്ളിൽ നിങ്ങളെ കാത്തിരിക്കുന്നത് വലിയ വലിയ സൗഭാഗ്യങ്ങളാണ്. 323 എന്ന അക്കമാണ് കുറിയായിട്ട് അല്ലെങ്കിൽ നറുക്കായിട്ട് നിങ്ങൾക്ക് കിട്ടിയത് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ശത്രുവിനെ നിങ്ങൾക്ക് ഈ ഒരു കാലഘട്ടത്തിൽ ജയിക്കുവാൻ സാധിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ആ ഒരു മനോവിഷമമൊക്കെ തീരാനായിട്ട് പോവുകയാണ്. നിങ്ങൾ താമസിക്കുന്നിടത്ത് നിന്ന് കുറച്ചു മാറി ഒരു സമ്പത്ത് നിങ്ങളെ തേടി വരാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ കാര്യക്ഷമമായിട്ട് നിങ്ങളിലേക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങളുടെ കുടുംബ ദേവതയെ നിങ്ങൾ ആരാധിക്കേണ്ടതുണ്ട്, പോയി പ്രാർത്ഥിക്കേണ്ടതുണ്ട്. ഇതിനൊക്കെ ലക്ഷണമായിട്ട് നിങ്ങളുടെ ഇടതുഭാഗത്തൊരു മറുകുണ്ട് എന്നുള്ളതാണ് ലക്ഷണശാസ്ത്രം പറയുന്നത്. സഹോദരന്മാരൊക്കെ ആയിട്ട് അല്ലെങ്കിൽ സഹോദരികളൊക്കെ ആയിട്ട് നല്ല ബന്ധം പുലർത്തുക. ഏതൊരു ദുർഘട സന്ധിയിൽ നിന്നും അവർ നിങ്ങളെ രക്ഷിക്കുന്നതാണ്. കാരണം അവർക്ക് നിങ്ങളോട് വളരെയധികം വാത്സല്യമുണ്ട്. പക്ഷെ നിങ്ങൾക്ക് അത്രത്തോളം വാത്സല്യം അവരോടുണ്ടോ എന്നുള്ളത് ഒന്ന് മനസ്സിൽ ചിന്തിച്ച് നോക്കേണ്ടതാണ്. പലരിൽ നിന്ന് നിങ്ങൾക്ക് സഹായമൊക്കെ ലഭിച്ചിട്ടുണ്ട്, പക്ഷേ പലപ്പോഴും നിങ്ങൾ അതൊക്കെ വിസ്മരിക്കാറുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഒരിക്കലും അത്തരത്തിൽ ചിന്തിക്കരുത്. നമുക്ക് നല്ലത് ചെയ്ത ആളുകളെ ഒരിക്കലും നമ്മൾ വിസ്മരിക്കാൻ പാടില്ല. തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ നന്മകൾ തന്നെ ഭവിക്കും. ഇനി ആ ഒരു 324 എന്ന അക്കമാണ് നിങ്ങൾക്ക് ലഭിച്ചത് എങ്കിൽ നിങ്ങൾ വിചാരിച്ച എന്ത് കാര്യമാണോ ആ കാര്യം സംഭവിക്കാൻ പോവുകയാണ്. അതിനു വേണ്ടിയിട്ട് നിങ്ങൾ ദാനധർമ്മങ്ങൾ ചെയ്യുക, അതിനുവേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുക. ആരോടും യാതൊരു തരത്തിലും വ്യക്തിവൈരാഗ്യമോ വിരോധമോ വെച്ച് പുലർത്തരുത്. ദൂരെ യാത്രയ്ക്കൊക്കെ തയ്യാറെടുക്കുകയാണ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിലേക്ക് നിങ്ങൾ ഇടപെടാൻ പോവുകയാണ് എങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ശുഭകരമായ ഫലം ലഭിക്കാൻ പോകുന്ന ഒരു സമയമാണ്. നിങ്ങളെ ആശ്രയിച്ചവരെയും നിങ്ങളുടെ കുടുംബത്തെയും ഒരു കാരണവശാലും നിങ്ങൾ വിസ്മരിക്കരുത്, മറക്കരുത്. അവർക്കൊരു താങ്ങും തണലും ആശ്രയവും നിങ്ങളായിട്ട് ഒരുക്കി കൊടുക്കുക. സുഖസൗകര്യവും പണവും സുഖലോലുപതയും ഒക്കെ നിങ്ങളിലേക്ക് വരുമ്പോൾ മറ്റുള്ളവരെ വിസ്മരിക്കുന്ന ആ ഒരു സ്വഭാവശീലം നിങ്ങൾക്കുണ്ടാകാൻ പാടില്ല എന്നുള്ളതാണ് ഈ ഒരു 324 കുറി ലഭിച്ചതിലൂടെ ഫലം പറയുന്നത്. ഫലത്തെ വിശകലനം ചെയ്ത് നിങ്ങളുടെ ആഗ്രഹത്തിന് വേണ്ടി പ്രയത്നിക്കുക. തീർച്ചയായിട്ടും അത് നടക്കുന്നതാണ്. 331 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഏതൊരു കാര്യമായിരുന്നാലും അത് കൃത്യമായും സംഭവിക്കും അല്ലെങ്കിൽ സാധിക്കും എന്നുള്ളതാണ്. അതിലൂടെ നിങ്ങൾക്ക് ഒരുപാട് ലാഭവും ഉണ്ടാകും എന്നുള്ളതാണ്. നിങ്ങളുടെ കുടുംബത്തിൽ പലതരത്തിലുള്ള അഭിവൃദ്ധി അതിലൂടെ ഈ ആഗ്രഹം സാധിക്കുന്നതിലൂടെയൊക്കെ ഉണ്ടാകാൻ പോകുകയാണ്. അതുകൊണ്ട് തന്നെ മനസ്സിന്റെ ധൈര്യമൊന്നും കൈവിടേണ്ടതില്ല. അതുപോലെ നിങ്ങളുമായി ഏറ്റവും ബന്ധപ്പെട്ട് നിൽക്കുന്ന നിങ്ങളുടെ കുടുംബാംഗങ്ങൾ ചെയ്യുന്ന പലതരം കർമ്മങ്ങളിലൂടെ നിങ്ങൾക്ക് സദ്ഫലം ഉണ്ടാകുകയും സുഖമുണ്ടാകുകയും ചെയ്യും എന്നുള്ളതാണ് ഫലം പറയുന്നത്. മാത്രമല്ല നിങ്ങളൊരു ദുർവാശിക്കാരനാണ് അല്ലെങ്കിൽ പിടിവാശിക്കാരനാണ്, എടുത്തുചാട്ടക്കാരനാണ്, ഏതു വഴക്കുകളിലേക്കും ചെന്ന് ചാടാനുള്ളൊരു വ്യഗ്രത നിങ്ങളിൽ ഉണ്ട് എന്നുള്ളത് പറയപ്പെടുന്നു. അതുകൊണ്ട് അത്തരം സ്വഭാവ ദൂഷ്യങ്ങൾ ഉണ്ട് എങ്കിൽ സ്വയം ഒന്ന് നിയന്ത്രിക്കുന്നത് നന്നായിരിക്കും. ഒരു 25 വയസ്സ് കഴിഞ്ഞ ആളുകളാണ് നിങ്ങൾ എങ്കിൽ ഈ പറയുന്ന ഗുണങ്ങൾ തീർച്ചയായിട്ടും അശുഭകരമാണ്. അതുകൊണ്ട് അത്തരം സ്വഭാവ ദൂഷ്യങ്ങളെ നിങ്ങൾ ഉന്മൂലനം ചെയ്യേണ്ടതുണ്ട്. ഇനി എല്ലാവരോടും ആ ഒരു സമചിത്തതയോടുകൂടി പെരുമാറുക, എല്ലാവരെയും ഒരേ കണ്ണുകൊണ്ട് കാണുക, പക്ഷഭേദം ഒരിക്കലും നിങ്ങൾ കാണിക്കരുത് എന്നാണ് പറയപ്പെടുന്നത് ഫലത്തിൽ. അതായത് ഒരാൾ ചെറിയവൻ, മറ്റൊരാൾ അല്പം താഴ്ന്നവൻ, അത്തരത്തിലുള്ള
വേർതിരിവുകൾ വെച്ച് പുലർത്തിക്കൊണ്ട് ആളുകളോട് സഹകരിക്കരുത്, ആളുകളോട് സംസാരിക്കരുത്. അപ്പോൾ ഈ വിധത്തിൽ നിങ്ങൾ കാര്യങ്ങളെ വിശകലനം ചെയ്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പ്രയത്നിക്കുകയാണ് എങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾക്ക് ഉടനെ തന്നെ നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾ ആ ഒരു 332 എന്ന കുറിയാണ് തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നറുക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം അത് സംഭവിക്കുകയില്ല, അത് സാധിക്കുകയില്ല എന്നുള്ളതാണ്. മാത്രമല്ല, ഇപ്പോൾ നിങ്ങൾ ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്ന തൊഴിലിൽ നിന്ന് ചെറിയ നഷ്ടമുണ്ടാകാൻ പോകുന്നു, അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഗ്രഹത്തിന് മേൽ പ്രവർത്തിക്കുകയാണ് എങ്കിൽ അതൊക്കെ തന്നെ പരാജയമടയുവാനാണ് സാധ്യത എന്നുള്ളതാണ്. നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന പലരും നിങ്ങൾക്ക് വിരോധിയായിട്ടാണ് കാണപ്പെടുന്നത്. ധൈര്യമായിട്ടിരിക്കുക. ഏകദേശം ഒരു 2 വർഷ കാലയളവിൽ പലതരത്തിലുള്ളതായ കഷ്ടപ്പാടുകൾ അനുഭവിക്കേണ്ടി വരും എന്നുള്ളതാണ്. പക്ഷെ ഒരു തരത്തിലും നിങ്ങൾ അധൈര്യപ്പെടേണ്ടതില്ല. നിങ്ങളുടെ ഈ വിധം കഷ്ട സമയങ്ങളിൽ നിങ്ങളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ഈശ്വരീയമായ ശക്തി, ഒരു അജ്ഞാത ശക്തി നിങ്ങൾക്ക് വേണ്ടി പ്രയത്നിക്കുന്നുണ്ട്, പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ആരാലും നിങ്ങളെ നശിപ്പിക്കുവാനൊന്നും സാധിക്കില്ല. മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായി വന്നു ഭവിക്കാനുള്ള ചില ബുദ്ധിമുട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു മാത്രമേ ഉള്ളൂ. ചെറിയ നഷ്ടങ്ങൾ വരും എന്നേ ഉള്ളൂ. പക്ഷേ മനസ്സ് നിങ്ങൾ ഒരിക്കലും കൈവിടരുത്. ഈ വരുന്ന ഒരു വർഷത്തേക്ക് കുടുംബക്ഷേത്ര ദർശനം, ഇഷ്ടദേവതാ നമസ്കാരം, ക്ഷേത്ര ദർശനം ഒക്കെ തന്നെ നടത്തുക. അങ്ങനെയെങ്കിൽ ദോഷങ്ങളൊന്നും നിങ്ങളെ ബാധിക്കുകയില്ല എന്നാണ് ഈ ഒരു തൊടുകുറി ശാസ്ത്രത്തിൽ നിങ്ങൾ തിരഞ്ഞെടുത്ത ആ ഒരു 332 എന്ന കുറിയുടെ ഫലമായി പറയുന്നത്. ഇനി ആ ഒരു 333 എന്ന നറുക്ക് അല്ലെങ്കിൽ കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നടക്കും, പല വിധത്തിലുള്ള ലാഭങ്ങൾ ലഭിക്കും എന്നൊക്കെയാണ് ഫലം. അതുപോലെ ഈ ഒരു കാലഘട്ടത്തിൽ നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങൾ ഇതൊക്കെ ഉണ്ടാകും. പിന്നെ മറക്കാതെ ചെയ്യേണ്ടുന്ന ഒരു കാര്യം നിങ്ങളുടെ കുടുംബക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും കുടുംബദേവതയ്ക്ക് വേണ്ടുന്ന വഴിപാടുകളും ആരാധനയും ഒക്കെ നടത്തണം എന്നുള്ളതാണ്. നിങ്ങൾക്കിപ്പോ വളരെയധികം ഭാഗ്യമൊക്കെ ഉണ്ട് എങ്കിൽ പോലും നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ക്രൂരതകളും ക്രൂര ചിന്തകളും ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. അതിനെ അടക്കുക, ഇല്ല എങ്കിൽ അത് ദുഃഖത്തിനിടവരുത്തും എന്നുള്ളതാണ് ഫലം പറയുന്നത്. നിങ്ങളോട് ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത്, അല്ലെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് നിങ്ങളോട് അടുക്കുന്ന ഒരു സുഹൃത്ത് ശരിക്കും അവരുടേതായിട്ടുള്ള ആ ഒരു കാര്യം നേടുന്നതിന് വേണ്ടിയിട്ട് അടുത്തതാണ് എന്നുള്ളതാണ് ഫലം പറയുന്നത്. സ്വന്തം പ്രയത്നം കൊണ്ട് ഒന്നും നേടാൻ കഴിവില്ലാത്ത ഒരാൾ നിങ്ങളെ ഇപ്പോൾ ആശ്രയം പിടിച്ചിരിക്കുകയാണ്. അപ്പൊ അത്തരം വ്യക്തികളൊക്കെ തന്നെ നിങ്ങൾ ഒഴിവാക്കുക. അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊന്നും ചെയ്യാതിരിക്കുന്നതാണ് ജീവിതത്തിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ ഉത്തമമായിരിക്കുന്നത്. പിന്നെ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ആ ഒരു ധനം സമ്പാദിക്കുക എന്നുള്ള ചിന്ത ഒഴിച്ചു നിർത്തി ധർമ്മമാർഗത്തിലൂടെ മാത്രം ധനസമ്പാദനത്തെ കുറിച്ചൊക്കെ ചിന്തിക്കുക. അങ്ങനെയെങ്കിൽ ജീവിതത്തിൽ ഐശ്വര്യവും പുരോഗതിയും നാൾക്ക് നാൾ വർദ്ധിക്കും എന്നുള്ളതാണ് ആ ഒരു 333 എന്ന നറുക്കിന്റെ ഫലമായി തൊടുകുറി ശാസ്ത്രം പറയുന്നത്. ഇനി ആ ഒരു 334 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്, അല്ലെങ്കിൽ നറുക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച ആഗ്രഹമൊക്കെ സാധിക്കുക തന്നെ ചെയ്യും. അതുപോലെ നിങ്ങൾക്ക് ഈ അടുത്തിടെ നഷ്ടപ്പെട്ട എല്ലാ കാര്യങ്ങളെയും തിരിച്ച് കിട്ടാൻ പോകുകയാണ് എന്നുള്ളതാണ്. ധനപരമായിട്ട് ലാഭം ഉണ്ടാകാൻ പോകുകയാണ്. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് വലിയ രീതിയിലുള്ള ലാഭം ഉണ്ടാകുന്നതാണ്, അല്ലെങ്കിൽ ബന്ധുക്കളിൽ നിന്നൊക്കെ നിങ്ങൾക്ക് ലാഭവും സഹായവും ലഭിക്കും എന്നുള്ളതാണ്. പിന്നെ മനസ്സിന് എപ്പോഴും ടെൻഷനാണ്, പല വിധത്തിലുള്ള ചിന്തകൾ നിങ്ങളുടെ മനസ്സിനെ അലോസരപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിന്തകളൊന്നും തന്നെ മനസ്സിൽ വർദ്ധിക്കേണ്ടതില്ല. ശരിക്കും നിങ്ങൾ ഒരു ഈശ്വര വിശ്വാസിയാണ്, തികഞ്ഞൊരു ഈശ്വര വിശ്വാസിയാണ്. മനുഷ്യനെ സ്നേഹിക്കുവാൻ മാത്രമേ പഠിച്ചിട്ടുള്ളൂ എന്നുള്ളതാണ് ഈ ഒരു ഫലം പറയുന്നത്. മാനവ സേവയാണ് മാധവ സേവ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു മനുഷ്യനെ, നമുക്ക് ചുറ്റുമുള്ള മനുഷ്യരെ നമ്മൾ സ്നേഹിക്കുകയാണ്, അവർക്ക് വേണ്ടുന്ന സഹായങ്ങളൊക്കെ ചെയ്യുകയാണ് എന്നുള്ളതാണ് മനുഷ്യന്റെ ജീവിത പുരോഗതിക്ക് ഏറ്റവും അത്യന്താപേക്ഷികമായിട്ടുള്ളത്. അപ്പൊ അത് നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് നിങ്ങൾ മറ്റുള്ളവർക്കൊക്കെ സഹായം ചെയ്യുന്ന ആളുകളാണ്. അപ്പോൾ നിങ്ങളിപ്പോ ഈ മനസ്സിലെ ആശയക്കുഴപ്പമൊക്കെ കളഞ്ഞുകൊണ്ട് ശരിയായ രീതിയിൽ ചിന്തിച്ചു പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളിപ്പോൾ വിചാരിച്ച കാര്യം അനായാസേന നിങ്ങൾക്ക് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഈ ഒരു തൊടുകുറി ശാസ്ത്രമൊക്കെ നിങ്ങൾ ഉപയോഗിക്കുവാൻ ഇടയായത് തന്നെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹമൊക്കെ സാധിക്കാൻ പോകുന്നു എന്നുള്ളതിന്റെ മുന്നോടിയാണ്. 341 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം നിങ്ങളുടെ മനസ്സിൽ പലതരത്തിലുള്ള ദുഃഖവും വ്യസനവും ഉണ്ട് എന്നുള്ളതാണ് ഫലം പറയുന്നത്. ശരീര സംബന്ധമായിട്ട് ചില അസുഖങ്ങൾ, അല്ലെങ്കിൽ ശാരീരിക സംബന്ധമായിട്ടുള്ള കുറച്ച് ക്ഷീണമൊക്കെ തന്നെ ഇപ്പോൾ നിങ്ങളെ അലട്ടുന്നുണ്ട് എന്നുള്ളത് ഫലം പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു കാലഘട്ടത്തിൽ നിങ്ങൾ പൂജിക്കേണ്ടത് ശിവഭഗവാനെയാണ്. നിങ്ങളുടെ ഗൃഹത്തിനടുത്തുള്ള ആ ഒരു ശിവക്ഷേത്രത്തിലൊക്കെ പോവുകയും പ്രാർത്ഥിക്കുകയും നിങ്ങളുടെ പേരും നാളും പറഞ്ഞ് വഴിപാടുകൾ കഴിപ്പിക്കുകയും ചെയ്യുന്നതിലൂടെ ഇന്ന് നിങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ കഷ്ടപ്പാടുകളും ഒഴിയും എന്നുള്ളതാണ്. അതുപോലെ തന്നെ പ്രണയലാഭം, വിവാഹം, പുത്രലാഭം, ഈ വക കാര്യങ്ങൾ നിങ്ങൾക്ക് ഈ ഒരു സമയം ഉണ്ടാകാൻ പോകുകയാണ് എന്നുള്ളതാണ്. തീർച്ചയായിട്ടും യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആ ഒരു സങ്കടമൊക്കെ വെറുതെയാണ്. അതായത് ആ സങ്കടങ്ങളൊക്കെ തന്നെ അസ്തമിക്കാൻ പോവുകയാണ്.
പല സ്ഥാനങ്ങളിൽ നിന്ന്, പല സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങളിലേക്ക് ധനം കൈവരാൻ പോവുകയാണ് എന്നുള്ളതാണ്. ഇന്നിപ്പോ കുടുംബത്തിൽ നിന്നിട്ട് നിങ്ങൾക്ക് കുറച്ച് മനസ്സമാധാനക്കേടൊക്കെ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പക്ഷെ അതിനൊക്കെ ഒരു മാറ്റം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ഭാഗത്തു നിന്നും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്ക് വേണ്ടത്ര സ്നേഹം ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അതായത് ആ ഒരു കുടുംബാംഗങ്ങളെയൊക്കെ ഒന്ന് സ്നേഹിക്കുക. നിങ്ങളിൽ നിന്ന് പലതരത്തിലുള്ള അസൗകര്യങ്ങളും കുടുംബത്തിൽ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് മനസ്സിലാക്കി അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ നിങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒഴിവാക്കുക. അങ്ങനെയെങ്കിൽ പല അസ്വസ്ഥതകളിൽ നിന്നും നിങ്ങൾക്ക് അതിജീവിക്കാൻ സാധിക്കുന്നതാണ്. തീർച്ചയായിട്ടും ഇത് മനസ്സിലാക്കി നിങ്ങൾ പ്രവർത്തിക്കുകയാണ് എങ്കിൽ നിങ്ങളുടെ ഇന്ന് അനുഭവിക്കുന്ന ആ ഒരു മനോവേദന എല്ലാം മാറിപ്പോകുന്നതാണ്. മാത്രമല്ല നിങ്ങളുടെ കുടുംബത്തിലുള്ളവരുടെ ആ ഒരു സഹായവും കരുതലും ഉണ്ട് എങ്കിൽ നിങ്ങൾ ആഗ്രഹിച്ച ആ ഒരു കാര്യം കൃത്യമായി നടക്കുക തന്നെ ചെയ്യും. ഇനി ആ ഒരു 342 എന്ന സംഖ്യയാണ് നിങ്ങൾ കുറിയിലൂടെ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം സാധിക്കുക തന്നെ ചെയ്യും. നിങ്ങളുടെ ഗൃഹത്തിന് പടിഞ്ഞാറ് ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് അതിന് വേണ്ടുന്ന സഹായം ലഭിക്കും എന്നുള്ളതാണ്. ആ ഒരു പടിഞ്ഞാറ് ദിശയിൽ നിന്ന് നിങ്ങൾക്ക് ലാഭമുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആ ഒരു കഷ്ടപ്പാടും ദുരിതവും ഒക്കെ തന്നെ നീങ്ങാൻ പോവുകയാണ്. ഇനി ഒരു 2 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ വലിയ പുരോഗതിയും ഐശ്വര്യവും നിങ്ങളെ തേടി വരുന്നതാണ്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട കാര്യമില്ല. ഒരല്പം മുൻകോപിയാണ് നിങ്ങൾ എന്നാണ് ഫലം പറയുന്നത്. ഈ മുൻകോപമാണ് പലപ്പോഴും നിങ്ങളെ പലതരത്തിലുള്ളതായ പ്രശ്നങ്ങളിലേക്ക് കൊണ്ടുചെന്ന് ചാടിക്കുന്നത്. അതുകൊണ്ട് ഈ ഒരു മുൻകോപം അല്ലെങ്കിൽ എടുത്തുചാട്ടം നിങ്ങൾ തീർച്ചയായിട്ടും അവസാനിപ്പിക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് ഈ ഒരു അനുഭവിക്കുന്ന ദുരിതങ്ങളും ദുഃഖങ്ങളും ഒക്കെ മാറിപ്പോകുന്നതാണ്. അതുപോലെ തന്നെ ചെറിയ അസുഖങ്ങളൊക്കെ ഉണ്ട് എങ്കിൽ ആ അസുഖങ്ങൾക്കൊക്കെ നിങ്ങൾ ചികിത്സ തുടക്കത്തിൽ തന്നെ നേടേണ്ടതുണ്ട്. ഗൃഹത്തിൽ നിങ്ങൾ വരുന്ന സന്ദർഭത്തിൽ ഗൃഹത്തിലുള്ളവരോട് തട്ടിക്കയറുകയോ ആ ഒരു ഗൃഹത്തിലുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന തരത്തിൽ സംസാരിക്കുകയോ ചെയ്യാതിരിക്കുക. കാരണം നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ കുടുംബത്തിനൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യത ഒരു 2 മാസത്തേക്ക് പറയുന്നുണ്ട്. 2 മാസം നിങ്ങളൊന്ന് ക്ഷമിക്കുക. ബോധപൂർവം ജീവിതത്തിൽ പല കാര്യങ്ങളും ഒന്ന് നിയന്ത്രിക്കുക. തീർച്ചയായിട്ടും 2 മാസം കൊണ്ട് നിങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും ശരിയായി വരുന്നതുമാണ്. 343 എന്ന ആ ഒരു സംഖ്യയാണ് നിങ്ങൾ തിരഞ്ഞെടുത്ത് 343 എന്ന ആ ഒരു നറുക്കാണ് നിങ്ങൾക്ക് വീണിട്ടുള്ളത് എങ്കിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ട സ്വത്ത് തിരികെ ലഭിക്കാൻ പോകുന്നു എന്നുള്ളതാണ് ഫലം പറയുന്നത്. വളരെ ദിവസമായിട്ട് നിങ്ങൾ കഷ്ടത അനുഭവിച്ചുകൊണ്ട് വരികയാണ്. ഇനിയും ഒരു 5 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ഇന്ന് എങ്ങനെയാണോ നിങ്ങളുടെ ആ ഒരു ജീവിതത്തിലെ ദുഃഖം അതെല്ലാം ഒഴിഞ്ഞു പോയിട്ട് സുഖമുണ്ടാകുന്നതാണ്. അതുവരെയും നിങ്ങളിപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും 5 മാസത്തിന് ശേഷം നിങ്ങൾക്ക് വിജയം കണ്ടെത്തുവാൻ സാധിക്കും. ഒരു കാര്യത്തിലും ഭയപ്പെടേണ്ട. ഇപ്പോൾ നിങ്ങൾ ഈ 5 മാസത്തേക്ക് എന്ത് ചെയ്താലും ഒരല്പം പരാജയവും നഷ്ടവും ഒക്കെ സംഭവിക്കുവാൻ സാധ്യതയുള്ളത് കൊണ്ട് പണമിടപാടുകളിലേക്കൊന്നും ഈ ഒരു 5 മാസത്തേക്ക് ഇടപെടാൻ പാടില്ല എന്നുള്ളതാണ്. കുറച്ചു കാലം ഈശ്വരഭക്തിയോടുകൂടി നിങ്ങൾ ചിലവഴിക്കേണ്ടതുണ്ട്. ഇനി ഈ ഒരു 5 മാസ കാലയളവിൽ ഈശ്വര ഭജനം മുടക്കരുത്. ഈ 5 മാസത്തിനിടയിൽ നിങ്ങൾ ഈശ്വര ഭജനത്തിൽ കഴിയുകയാണ് എങ്കിൽ ഈ ഒരു കാലയളവിനുള്ളിൽ തന്നെ നിങ്ങൾക്ക് ഈശ്വര ദർശനം സ്വപ്നത്തിലൂടെ അറിയുവാൻ സാധിക്കും എന്നാണ് ഫലം പറയുന്നത്. അങ്ങനെ ആ ഒരു സ്വപ്ന ദർശനം നിങ്ങൾക്ക് ലഭിക്കുന്ന സന്ദർഭം മുതൽ നിങ്ങൾ പുതിയ തൊഴിൽ ചെയ്യുകയോ അല്ലെങ്കിൽ പണപരമായിട്ടുള്ള ഇടപാടുകൾ ചെയ്യുകയോ ചെയ്യുന്നതിലൂടെ പലതരത്തിലുള്ള ഐശ്വര്യവും പുരോഗതിയും നിങ്ങൾക്ക് തേടി വരും. പലതരത്തിലുള്ള ലാഭങ്ങൾ നിങ്ങളെ തേടി വരും. അതുപോലെ തന്നെ കൂടെ നിൽക്കുന്ന ആരെയും അമിതമായിട്ട് വിശ്വസിക്കരുത്. തീർച്ചയായും വിശ്വസിച്ചു കഴിഞ്ഞാൽ അവരിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചടികൾ ഉണ്ടാകാൻ സാധ്യതയാണ്. ഈ ഒരു 5 മാസത്തേക്ക് ഒരു വസ്തുവും ഒരു മുതലും നിങ്ങൾ ആർക്കും കൊടുക്കരുത്. അപ്പോൾ എല്ലാം കൃത്യമായിട്ട് കണ്ടറിഞ്ഞ് ചെയ്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പ്രശ്നങ്ങളൊന്നുമില്ലാതെ ജീവിതം മുന്നോട്ട് പോകും. 344 എന്ന ആ ഒരു നറുക്ക് അല്ലെങ്കിൽ കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ ഇതുവരെ നിങ്ങളിൽ ഏർപ്പെട്ടുകൊണ്ടിരുന്ന കഷ്ടപ്പാടുകൾ മുഴുവൻ മാറിയിരിക്കുന്ന ആ ഒരു സമയത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു ശാസ്ത്രം ഉപയോഗപ്പെടുത്തുവാൻ സാധിച്ചത്. അപ്പൊ എന്ത് പ്രവർത്തിച്ചാലും ആ ഒരു ലാഭം ഉണ്ടാകുന്ന സമയമാണ് ഇപ്പോഴ്. അതുപോലെ നിങ്ങൾക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളെ നിങ്ങൾ വേർപിരിഞ്ഞിരിക്കുന്നുണ്ട്. അവർ വീണ്ടും നിങ്ങളെ ആശ്രയിച്ചു വരുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു ബന്ധം വീണ്ടും പുനരാരംഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു സ്ത്രീ നിമിത്തം നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ സുഖ സൗകര്യങ്ങൾ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ ശത്രുക്കളൊക്കെ തന്നെ നശിക്കാൻ പോകുന്ന അല്ലെങ്കിൽ ക്ഷയിക്കാൻ പോകുന്ന ഒരു കാലഘട്ടമാണ്. അതുകൊണ്ട് തന്നെ ആരോടും വിരോധം വെക്കേണ്ടതില്ല. ശത്രുക്കളൊക്കെ തന്നെ നശിച്ചു പോയിക്കൊള്ളും. നിങ്ങൾ പകരം വീട്ടാനോ പ്രതികാരം ചെയ്യാനോ ഒന്നും തന്നെ പോകേണ്ടതില്ല. അങ്ങനെ ചെയ്താൽ തന്നെ നിങ്ങൾക്ക് ഉത്തമമായിട്ടുള്ള ആ ഒരു ഫലത്തെ ലഭിക്കുന്നതാണ്. ഒരു കാരണവശാലും സമൂഹത്തിലുള്ളവരെയും അതുപോലെ തന്നെ നിങ്ങളുടെ ബന്ധുജനങ്ങളെയും ആരെയും നിങ്ങൾ നിരാശപ്പെടുത്തരുത്, അതൃപ്തിപ്പെടുത്തരുത്. കാരണം അവരുടെ ആ ഒരു സഹകരണവും അവരുടെ സ്നേഹവുമാണ് നിങ്ങളെ നിലനിർത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളുടെ വിജയമായിട്ട് നിലനിൽക്കുന്നത്. തീർച്ചയായിട്ടും ഇനി അങ്ങോട്ടും അവരുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. നിങ്ങളോട് ചേർന്ന് നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നിങ്ങൾ സഹായിക്കാം. അങ്ങനെ നിങ്ങൾ സഹായിക്കുകയാണെന്നുണ്ടെങ്കിൽ
തീർച്ചയായിട്ടും നിങ്ങളുടെ സമ്പത്ത് വളരുക തന്നെ ചെയ്യും, ഒരിക്കലും അത് നശിക്കില്ല. ഇനി ആ ഒരു 411 എന്ന അക്കമാണ് കുറിയായി അല്ലെങ്കിൽ നറുക്കായി നിങ്ങൾക്ക് ലഭിച്ചതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ തൽക്കാലത്തേക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. നിങ്ങൾ ആശപ്പെട്ട കാര്യങ്ങൾക്കൊക്കെ തന്നെ നിരാശയായിരിക്കും ഫലം. അതുപോലെ തന്നെ നിങ്ങളുടെ സ്നേഹിതന്മാരെയൊക്കെ ഒന്ന് സൂക്ഷിക്കേണ്ടുന്ന ഒരു സമയമാണ്. ഈ ഒരു സമയം സ്നേഹിതരെയും നമ്മളോട് അടുത്തവരെയും ഒന്നും വലുതായിട്ട് വിശ്വസിക്കേണ്ട ഒരു സമയമല്ല. നിങ്ങൾ അടിസ്ഥാനപരമായിട്ട് ചെയ്യേണ്ടത് നിങ്ങളുടെ കുടുംബ ക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും ആ ഒരു കുടുംബ ക്ഷേത്രത്തിലെ ശക്തിക്ക് വേണ്ട വഴിപാടുകളും പ്രാർത്ഥനകളും നടത്തുകയും ചെയ്യുക എന്നുള്ളതാണ്. അങ്ങനെയെങ്കിൽ കൃത്യമായും കാലക്രമത്തിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കും. അതുപോലെ തന്നെ സ്ത്രീകളെ കുറിച്ചിട്ടുള്ള നിങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ പലതരത്തിലുള്ള വ്യസനങ്ങളും നിങ്ങൾക്ക് ഭവിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ സ്ത്രീകളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മനസ്സിൽ എന്തെങ്കിലും തരത്തിലുള്ള വ്യസനമുണ്ട് അല്ലെങ്കിൽ ദുഃഖമുണ്ട് എങ്കിൽ ആ ദുഃഖത്തെ നിങ്ങൾ കളയേണ്ടതാണ്. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കില്ല എന്നുള്ളതാണ്. 412 എന്ന ആ ഒരു സംഖ്യയാണ് നിങ്ങൾക്ക് കുറി വീണത്, നറുക്ക് വീണതെന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം തീർച്ചയായിട്ടും സാധിക്കും. അതിനോടൊപ്പം തന്നെ ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ മനസ്സ് വ്യസനിക്കുന്നുണ്ട് അല്ലെങ്കിൽ ദുഃഖപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. കുറച്ച് ദിവസത്തിനുള്ളിൽ തന്നെ അതൊക്കെ ശരിയാകുന്നതാണ്. നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിക്കുന്നതാണ്. അതുപോലെ പ്രണയ വിഷയത്തിൽ നിങ്ങൾക്ക് അനുകൂലമായ ആ ഒരു സമയം അടുക്കുകയാണ്. അതുപോലെ വിവാഹാദി കാര്യങ്ങൾ നടക്കും, പുത്രലാഭം ഉണ്ടാകും. അപ്പൊ ഇതിനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുടുംബ ദൈവത്തെ ആരാധിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ കുറച്ച് മടി പിടിച്ചിരിക്കുന്ന ഒരു സമയമാണ്. കാരണം പണപരമായിട്ട് നിങ്ങൾക്ക് ഒരുപാട് ആവശ്യങ്ങൾ ഉള്ളതായിട്ടാണ് ഫലം പറയുന്നത്. എന്ത് തന്നെയായിരുന്നാലും വളരെ അടുത്ത് തന്നെ നിങ്ങൾക്ക് കുറച്ച് പൈസ ലഭിക്കാൻ പോവുകയാണ്. നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റാൻ സാധിക്കുന്നതാണ്. എന്നാൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് ഒരു തടയിടുന്നത് വളരെ നന്നായിരിക്കും. ഈ സുഖഭോഗ വസ്തുക്കൾക്കൊക്കെ പുറകെ പോകാതെ ജീവിതത്തിൽ അടിസ്ഥാനപരമായി എന്താണോ നമുക്ക് ആവശ്യം, ആ ആവശ്യങ്ങൾ മാത്രം സാക്ഷാത്കരിക്കുക. ആഡംബരതരമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും അധികമായിട്ട് മനസ്സ് ഊന്നൽ കൊടുക്കാതിരിക്കുക. അങ്ങനെയെങ്കിൽ എല്ലാം ശുഭമായിട്ട് തന്നെ സംഭവിക്കുന്നതാണ്. 413 എന്ന ഒരു നറുക്ക് അല്ലെങ്കിൽ കുറിയാണ് നിങ്ങൾക്ക് വീണത് എങ്കിൽ നിങ്ങൾക്ക് പണത്തിനോട് ഇപ്പോൾ നിങ്ങൾക്ക് പണപരമായിട്ട് കുറച്ച് ആവശ്യം കൈവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഫലം പറയുന്നത്. തീർച്ചയായിട്ടും ഒരു സ്ത്രീയാൽ ആ ഒരു സമ്പത്തിൽ നിങ്ങൾക്ക് നിവൃത്തി ഉണ്ടാകും. അതുപോലെ തന്നെ ഒരു വലിയ ആളുടെ സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ പോവുകയാണ്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മാറി നിങ്ങൾക്ക് ഉദ്യോഗം ലഭിക്കാൻ പോകുന്ന ഒരു സമയവുമാണ്. പക്ഷേ പുറം നാടുകളിൽ ജോലി ലഭിക്കും എന്നുള്ള ആ ഒരു വിശ്വാസം മനസ്സിലെടുത്തുകൊണ്ട് അതിലേക്ക് വേണ്ടിയിട്ട് പെട്ടെന്നൊന്നും നശിപ്പിക്കാതിരിക്കുക. തീർച്ചയായിട്ടും ഒരു വർഷത്തിനുള്ളിൽ ആ ജോലിയുടെ കാര്യമൊക്കെ ശരിയാകുന്നതാണ്. അതുപോലെ പണം വിനിയോഗിക്കുന്ന കാര്യത്തിൽ നിങ്ങൾ ഒരല്പം പിന്നിലേക്കാണ് എന്ന് ഫലം പറയുന്നു. തീർച്ചയായിട്ടും പണമൊക്കെ ഉപയോഗിക്കുമ്പോൾ സൂക്ഷിച്ചുപയോഗിക്കുക, സൂക്ഷിച്ച് ചെലവാക്കുക. അങ്ങനെയെങ്കിൽ ആ ഒരു സാമ്പത്തികമായിട്ടുള്ള ഞെരുക്കവും ബുദ്ധിമുട്ടും ബാധ്യതകളും ഒന്നും തന്നെ നമുക്ക് ഉണ്ടാകില്ല എന്നുള്ളതാണ് ഫലം പറയുന്നത്. ഇനി ആ ഒരു 414 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യം എന്തായിരുന്നാലും ഒരു മാസത്തിനുള്ളിൽ നടക്കാൻ സാധ്യതയുണ്ട്. അത് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിൽ വിഘ്നങ്ങൾ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നിങ്ങളുടെ കുലദൈവത്തെ അല്ലെങ്കിൽ കുടുംബ ദേവതയെ ആരാധിക്കേണ്ടതാണ്. ഒരുപാട് കഷ്ടപ്പാടുകളിലൂടെയൊക്കെയാണ് നിങ്ങൾ മുന്നോട്ട് വന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ എന്തും നേടാനുള്ള ഒരു ധീരത നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ട്. അപ്പൊ ഇനിയും നിങ്ങളെ തളർത്തുന്ന അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ എന്തെങ്കിലും വരികയാണ് എന്നുണ്ടെങ്കിൽ സന്തോഷത്തോടു കൂടി തന്നെ അവയെ സഹിക്കാൻ ശീലിക്കുക. നിങ്ങൾ പലതരത്തിൽ നന്മകൾ ചെയ്യുന്ന, ഉപകാരം ചെയ്യുന്ന ഒരു മനുഷ്യനാണ്. അപ്പോൾ ഇതുവരെയും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊന്നും തന്നെ നടക്കാതെ പോയിട്ടില്ല. എല്ലാം നിങ്ങൾ നടത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പോൾ നിങ്ങൾ വിചാരിച്ച ആ ഒരു കാര്യവും നിങ്ങളെ കൊണ്ട് വിചാരിച്ചാൽ നേടിയെടുക്കാവുന്നതേ ഉള്ളൂ. തീർച്ചയായും ഈശ്വര വിശ്വാസത്തോടു കൂടി നിങ്ങൾ പ്രവർത്തിക്കുക. അധികം കാലം വൈകാതെ തന്നെ നിങ്ങൾക്ക് ആ ഒരു കാര്യം എന്തായിരുന്നാലും അത് സാധിച്ചു കിട്ടുന്നതാണ്. 421 എന്ന ആ ഒരു കുറിയാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൈവിട്ടു പോയ വസ്തു അല്ലെങ്കിൽ നിങ്ങളിൽ നിന്ന് കളഞ്ഞു പോയ, നഷ്ടപ്പെട്ടു പോയ ആ ഒരു വസ്തു നിങ്ങൾക്ക് തിരികെ കിട്ടും എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളുടെ നാട്ടിൽ നിന്ന് മാറി മറ്റൊരു ദേശത്ത് നിന്ന് നിങ്ങൾക്ക് സഹായം ഉണ്ടാകും എന്നുള്ളതാണ്. അതുപോലെ പ്രണയ സാഫല്യം, പുത്രലാഭം, വിവാഹം ഇതൊക്കെ നടക്കാൻ സാധ്യത കൂടുതലാണ് ഈ ഒരു സമയം. അതുകൊണ്ട് യാതൊരു തരത്തിലും നിങ്ങൾ വിഷമിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. ഇതിനോടകം തന്നെ തെറ്റിദ്ധാരണ മൂലം പലരോടും നിങ്ങൾ പലതരത്തിൽ പല രീതിയിൽ പെരുമാറിയിട്ടുണ്ട്. അത് നിങ്ങൾക്ക് തന്നെയും അറിയാം. നിങ്ങൾ ചെയ്തു പോയതൊക്കെ കുറച്ച് അബദ്ധമായി പോയി അല്ലെങ്കിൽ അവരോട് അങ്ങനെ കാണിക്കാൻ പാടില്ലായിരുന്നു ഒക്കെ തന്നെ തെറ്റിദ്ധാരണയുടെ പുറത്ത് നിങ്ങൾ പ്രവർത്തിച്ചതായിരിക്കാം. അത്തരത്തിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും മനസ്സിന് വേദനയുണ്ടാകുന്ന, വ്യസനമുണ്ടാകുന്ന, ദുഃഖമുണ്ടാകുന്ന രീതിയിൽ നിങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട് എങ്കിൽ കൃത്യമായും അവരെ നിങ്ങൾ ചേർത്ത് പിടിക്കുക, അവരോട് ക്ഷമയാചിക്കുക. അങ്ങനെയെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ അവരിൽ നിന്ന് നിങ്ങൾക്ക് നേട്ടവും ഐശ്വര്യവും ഒക്കെ ഉണ്ടാകുന്നതാണ്. എന്തു തന്നെയായിരുന്നാലും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു വസ്തു ആഗ്രഹിച്ചുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു നറുക്കെടുത്തപ്പോൾ 421 എന്ന അക്കം കിട്ടിയത് എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വസ്തു നിങ്ങൾക്ക് തിരികെ ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ആ ഒരു വസ്തു
നിങ്ങൾക്ക് കിട്ടാൻ സാധ്യതയുണ്ട്. 422 എന്ന ആ ഒരു കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ 3 വർഷത്തോളമായിട്ട് നിങ്ങൾ വളരെയധികം കഷ്ടപ്പെടുകയായിരുന്നു. ആ ഒരു കഷ്ടപ്പാടെല്ലാം തീർന്നു. ഇനി നിങ്ങൾ എന്ത് ജോലി ചെയ്താലും അതൊക്കെ തന്നെ ഫലത്തിൽ വരും. തീർച്ചയായിട്ടും ആലോചിച്ചും കണ്ടും നിങ്ങളാൽ കഴിയുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല എന്നുള്ളതാണ്. നിങ്ങളുടെ ആഗ്രഹമൊക്കെ നടക്കും. അതുപോലെ കുടുംബത്തിൽ സന്താനങ്ങൾ ലഭിക്കാൻ പോവുകയാണ്, അതുപോലെ വിവാഹം നടക്കാൻ പോവുകയാണ്, പ്രണയപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ പോവുകയാണ്. കുടുംബ ദൈവത്തെ തീർച്ചയായിട്ടും നിങ്ങൾ ആരാധിക്കേണ്ടതുണ്ട്. കുടുംബക്ഷേത്രത്തിൽ ദർശനം ചെയ്യുകയും കുടുംബ ദേവതയ്ക്ക് ആവശ്യമായിട്ടുള്ള വഴിപാടുകളും പൂജകളും ഒക്കെ തന്നെ നടത്തേണ്ടതുമാണ്. ജീവിതത്തിൽ ഭൂരിഭാഗം സമയവും ദുഃഖമായിട്ടാണ് നിങ്ങൾ നയിച്ചു പോന്നിരുന്നത്. തീർച്ചയായിട്ടും ആ ഒരു കാലഘട്ടങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്നു. ഇനി വരാൻ പോകുന്നത് ഏറ്റവും സുഖസുന്ദരമായിട്ടുള്ള ആ ഒരു സമയമാണ്. 1 മാസത്തിനുള്ളിൽ നിങ്ങൾ ഏതൊരു തൊഴിലിലാണോ ഏർപ്പെടുന്നത് ആ തൊഴിലിൽ നിന്ന് നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള വരുമാനവും കൃത്യമായിട്ടുള്ള ഗുണവും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ സ്വന്തക്കാരിൽ ചിലരോട് എങ്കിലും നിങ്ങൾ വെറുപ്പും വൈരാഗ്യവും വെച്ച് പുലർത്തുന്നുണ്ട്. അതൊക്കെ തന്നെ ഉപേക്ഷിക്കണം എന്നാണ് ഫലം പറയുന്നത്. അവരൊക്കെ നിങ്ങളുടെ ബന്ധുക്കളല്ലേ, അവരൊന്നും ശത്രുക്കളായിട്ട് കരുതേണ്ടതില്ല. തീർച്ചയായിട്ടും അവരെ മിത്രങ്ങളാക്കി കഴിഞ്ഞാൽ അവരിൽ നിന്നൊക്കെ നിങ്ങൾക്ക് സഹായം ലഭിക്കുന്നതാണ്. അവരോട് സ്നേഹമായിട്ട് ജീവിക്കുക, അങ്ങനെയെങ്കിൽ ശുഭഫലമാണ് ശാസ്ത്രം പറയുന്നത്. ഇനി ആ ഒരു 423 എന്ന അക്കമാണ് നിങ്ങൾ നറുക്കിലൂടെ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വിചാരിച്ച കാര്യം സാധിക്കുക തന്നെ ചെയ്യും. ഏതൊരു തൊഴിൽ ചെയ്താലും അതിൽ നിന്നെല്ലാം അധിക ലാഭം നിങ്ങളെ തേടി വരും. പക്ഷെ ആലോചിച്ചും കണ്ടും മാത്രം കാര്യങ്ങൾ ചെയ്യുക. ഓരോന്നിനെ കുറിച്ചും പഠിച്ചതിന് ശേഷം മാത്രം ഓരോന്നിലേക്കും ഇറങ്ങി പുറപ്പെടുക. കാർഷിക രംഗത്തൊക്കെ നിങ്ങൾ ഏതെങ്കിലും രീതിയിൽ മുതൽ മുടക്കുകയാണ് എങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് നല്ല വിളവ് അല്ലെങ്കിൽ ലാഭം ലഭിക്കുന്നതാണ്. അതുപോലെ നിങ്ങളുടെ ജീവിത പങ്കാളിയോട് ഒരല്പം സ്നേഹക്കുറവായിട്ടാണ് ഫലം പറയുന്നത്. അതൊക്കെ മാറ്റി നമ്മുടെ പങ്കാളിയോട് ആത്മാർത്ഥതയും സ്നേഹവും കൂടുതലായിട്ട് വെച്ചു പുലർത്തുക. അവരിൽ നിന്നൊക്കെ ഉപദേശങ്ങൾ സ്വീകരിക്കുക, അതിനനുസരിച്ച് പ്രവർത്തിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആ ഒരു കുടുംബത്തെ ഒരിക്കലും വേദനിപ്പിക്കരുത്. കുടുംബത്തിന്റെ കണ്ണുനീര് ഒരിക്കലും നമുക്ക് ഗതി നേടിത്തരില്ല. അതുകൊണ്ട് കുടുംബത്തിലെ അംഗങ്ങളെ തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഈശ്വര വിശ്വാസത്തിൽ നിങ്ങൾ ജീവിക്കുക. തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാധിക്കുന്നതാണ്. ഇനി ആ ഒരു 424 എന്ന ആ ഒരു കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു ശാസ്ത്രം ഉപയോഗിക്കാൻ തിരഞ്ഞെടുത്ത ഈ ഒരു സമയം വളരെയധികം കഷ്ടപ്പാടുകൾ നിറഞ്ഞിട്ടുള്ള ഒരു ജീവിതത്തിലൂടെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് നഷ്ടങ്ങൾ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. വീട്ടിലും ഒരു സ്വസ്ഥതയും മനസ്സുഖവും ഇല്ല എന്നുള്ളതാണ് ഫലം പറയുന്നത്. എന്നാൽ ഇനി അതൊക്കെ മാറാൻ പോവുകയാണ്. സുഖപ്പെടുന്ന ഒരു സമയമാണ്. യാതൊരു തരത്തിലും ഭയപ്പെടേണ്ടതില്ല. നിങ്ങളുടെ കുടുംബത്തിൽ ഒരുപാട് ദുഃഖവും കഷ്ടപ്പാടുകളും ഒക്കെ തന്നെ അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ ഇനി എന്തായാലും ആ ഒരു മനക്ലേശത്തിന്റെ ഒന്നും ആവശ്യമില്ല. നിങ്ങൾക്ക് ഇതുവരെ നഷ്ടപ്പെട്ടതൊക്കെ നിങ്ങൾ വീണ്ടെടുക്കാനായിട്ട് പോവുകയാണ്. നിങ്ങളുടെ മാതാവിനെ നിങ്ങൾ സന്തോഷിപ്പിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ മാതാവിന്റെ പ്രായത്തിലുള്ള നിങ്ങൾക്ക് ചുറ്റും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഉണ്ട് എന്ന് പറയപ്പെടുന്നു. ആ ഒരു വ്യക്തിയെ കണ്ടെത്തി അവർക്കും വേണ്ടതായ സഹായങ്ങൾ, അതിപ്പോൾ നിങ്ങളുടെ ബന്ധത്തിൽ തന്നെ ആകാം, മാതാവിന്റെ സ്ഥാനം അലങ്കരിക്കുന്നതോ മാതാവിന്റെ പ്രായത്തോട് ചേർന്നിട്ടുള്ള ആ വിധത്തിലൊരു സ്ത്രീക്ക് നിങ്ങളുടേതായ ഒരു സഹായം നൽകുകയാണ് എന്നുണ്ടെങ്കിൽ അവരിൽ നിന്നും നിങ്ങൾക്ക് സഹായങ്ങൾ ലഭിക്കും എന്നുള്ളതാണ് ഫലം പറയുന്നത്. 431 എന്ന ആ ഒരു കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മനസ്സിലുള്ള ആഗ്രഹം സാധിക്കും. അല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം നിങ്ങൾ നേടിയെടുക്കുക തന്നെ ചെയ്യും. സഹോദരന്മാരെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് വരും. നിങ്ങളുടെ ഗ്രഹസ്ഥിതിയൊക്കെ ഏറ്റവും ശുഭകരമായിരിക്കുന്ന ഒരു സമയമാണ്. തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് ഇനിയും നല്ല കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും മടി കാണിക്കരുത്. അതൊക്കെ നിങ്ങളെ അപകട ഘട്ടങ്ങളിൽ നിന്ന് ഇതിനോടകം തന്നെ രക്ഷിച്ചിട്ടുണ്ട്. ഇനിയും അങ്ങോട്ട് സൽപ്രവൃത്തികൾ രക്ഷിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ ആരെങ്കിലും സ്നേഹിക്കുകയാണ്, ഇനിയിപ്പോൾ നിങ്ങളുടെ ബന്ധുക്കൾ തന്നെ ആ സ്നേഹത്തെയൊക്കെ എതിർക്കുകയാണ് എന്നുണ്ടെങ്കിൽ പോലും ആ സ്നേഹബന്ധത്തിൽ നിന്ന് നിങ്ങൾ വ്യതിചലിക്കരുത് എന്നാണ് പറയപ്പെടുന്നത്. അതുപോലെ തന്നെ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ആ ഒരു തൊഴിലും ചെയ്യണം. നിങ്ങളുടെ ആ ഒരു കുടുംബ ക്ഷേത്രത്തിൽ നിർബന്ധമായിട്ടും നിങ്ങൾ ആ ഒരു ദർശനം ചെയ്യുകയും ആ ഒരു ദേവതയ്ക്ക് വേണ്ടുന്നതായ എല്ലാ വഴിപാടുകളും പൂജകളും നടത്തുകയും ചെയ്യുന്നതിലൂടെ തീർച്ചയായിട്ടും നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ സാധിക്കുകയും നിങ്ങളുടെ ആ ഒരു സ്നേഹബന്ധമൊക്കെ ഐശ്വര്യകരമായി തീരുകയും ചെയ്യും എന്നുള്ളതാണ്. 432 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച എല്ലാ കാര്യവും സാധിക്കുന്നതാണ്. അതുപോലെ നിങ്ങൾ അന്യദേശത്തേക്ക് തൊഴിലിന് വേണ്ടിയൊക്കെ പോകാൻ പദ്ധതിപ്പെടുത്തിയിരിക്കുകയാണ്. തീർച്ചയായിട്ടും അതിൽ പോകുന്നതിൽ ബുദ്ധിമുട്ടൊന്നുമില്ല. അതുപോലെ സഹോദരന്മാരോടൊക്കെ അല്പം വിരോധമായിട്ടാണ് ഫലം പറയുന്നത്. ഇനി നിങ്ങൾ പുറം നാട്ടിൽ പോയാൽ പോലും ആരെയും കണ്ണുമടച്ചൊന്നും വിശ്വസിക്കരുത്. സഹോദരന്മാർക്ക് നിങ്ങളോട് ദേഷ്യമാണെങ്കിൽ പോലും നിങ്ങൾ അവരോട് ദേഷ്യം പുലർത്താൻ പാടില്ല എന്നുള്ളതാണ് ഫലം പറയുന്നത്. അവർക്ക് നിങ്ങളല്ലാതെ മറ്റാരും ആശ്രയം ഇല്ലാത്ത ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന കാലം വരും എന്നുള്ളതാണ്. അപ്പൊ എല്ലാവരെയും ഇഷ്ടപ്പെടുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ, എല്ലാവർക്കും സഹായം ചെയ്യുന്ന ഒരാൾ കൂടിയാണ് നിങ്ങൾ. അങ്ങനെയുള്ളപ്പോൾ നിങ്ങളുടെ സഹോദരങ്ങളെ കൂടി നിങ്ങൾ സ്നേഹിക്കുക. അവരോട് നിങ്ങൾ വെറുപ്പ് പുലർത്തേണ്ടുന്ന കാര്യമില്ല. 433 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ
നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന വ്യാപാരത്തിൽ നിങ്ങൾക്ക് അഭിവൃദ്ധി ഉണ്ടാകും, തൊഴിലിൽ ധനനേട്ടം ഉണ്ടാകും, പലതരത്തിൽ പല മേഖലയിൽ നിന്ന് ധനലാഭമുണ്ടാകും. നല്ല സ്നേഹിതന്മാരുടെ സഹായം കൊണ്ട് നിങ്ങളുടെ വീടുമായി ബന്ധപ്പെട്ട് പല കാര്യങ്ങളും നടക്കും എന്നുള്ളതാണ്. അതുപോലെ പുത്രലാഭം, പ്രണയബന്ധങ്ങളിൽ സാഫല്യം, വിവാഹം, ഇതൊക്കെ തന്നെ നടക്കും. ഇന്നു മുതൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു അടുക്കും ചിട്ടയൊക്കെ വെച്ച് നിങ്ങൾ ഓരോ കാര്യവും പ്രവർത്തിച്ചു കഴിഞ്ഞാൽ എല്ലാം മംഗളമായി ഭവിക്കും എന്നുള്ളതാണ്. മാതാപിതാക്കളോട് നിങ്ങൾ കുറച്ചുകൂടി സ്നേഹവും ബഹുമാനവും കാണിക്കണം എന്നുള്ളതാണ്. നിങ്ങൾക്ക് ഇന്നുള്ള ആരോഗ്യവും ശാരീരിക സൗഖ്യവും എല്ലാം അവരെ അനുഭവിച്ച ത്യാഗത്തിൽ നിന്നുണ്ടായതാണ്. തീർച്ചയായും അവരുടെ ആ ഒരു വൃദ്ധകാലത്തിൽ അവരെ സംരക്ഷിക്കേണ്ട ചുമതല നിങ്ങൾക്ക് തന്നെയാണ്. അവരെ ദൈവത്തെ പോലെ സ്നേഹിക്കുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഐശ്വര്യം തന്നെ ഭവിക്കും എന്നുള്ളതാണ്. നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഈ ഒരു കുറി തിരഞ്ഞെടുത്തതിനാൽ മംഗളമായി ഭവിക്കാം. 434 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ വിചാരിച്ച കാര്യം കൃത്യമായും സാധിക്കും. കുടുംബത്തിൽ ഏർപ്പെട്ടിരുന്ന ദോഷം അവസാനിക്കും. ഈശ്വരനെ ആരാധിക്കേണ്ടുന്ന ഒരു സമയമാണ്. അതായത് കുടുംബ ദേവതയെ നിങ്ങൾ ആരാധിക്കുക, നിങ്ങളുടെ ഇഷ്ടമൂർത്തിയെ ആരാധിക്കുക, കുടുംബക്ഷേത്രത്തിലൊക്കെ ദർശനം ചെയ്യുക. എന്നാൽ നിങ്ങളുടെ അയൽവാസികളായിട്ടുള്ള കുറച്ച് പേരെങ്കിലും നിങ്ങളോട് വെറുപ്പ് വെച്ച് പുലർത്തുന്നുണ്ട്. നിങ്ങളുടെ ഭാഗത്ത് നിന്ന് അവർക്ക് ചെറിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് എന്ന് പറയുന്നു. ആ വിധത്തിൽ ചെറിയ ദോഷങ്ങളൊക്കെ നിങ്ങളെ പിന്തുടരുന്നുണ്ട്. ആ ദോഷങ്ങളൊക്കെ ഒഴിഞ്ഞു പോകുന്നതിന് കുടുംബക്ഷേത്രവും ഇഷ്ടദേവതയെ പ്രതിഷ്ഠിച്ചിട്ടുള്ള ക്ഷേത്രങ്ങളൊക്കെ തന്നെ ദർശിക്കുന്നത് നല്ലതാണ്. അതുപോലെ തന്നെ പാവപ്പെട്ടവർക്ക് അന്നം നൽകുന്നതിലൂടെ ഈ ദോഷങ്ങളെല്ലാം അകന്നു പോകുന്നതാണ്. 441 എന്ന കുറിയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തതെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം ഇപ്പോൾ കുറച്ച് മോശമാണ് എന്ന് പറയപ്പെടുന്നു. എന്നിരുന്നാലും നിങ്ങൾ ഇതിനോടകം ചെയ്ത പുണ്യപ്രവൃത്തികൾ നിങ്ങളുടെ ആരോഗ്യത്തെയൊക്കെ വീണ്ടും പുഷ്ടിപ്പെടുത്തുന്നതാണ്. അതുപോലെ നിങ്ങളുടെ കുടുംബ ദൈവത്തിനും നവഗ്രഹങ്ങൾക്കും പൂജ അർപ്പിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ എല്ലാവിധത്തിലുമുള്ള നന്മകൾ നിങ്ങൾക്ക് കൈവരുന്നതാണ്. ആരോഗ്യപരമായിട്ട് നിങ്ങൾക്ക് സുഖമില്ല എന്നൊരു തോന്നലുണ്ട് എങ്കിലും തീർച്ചയായിട്ടും അത്ര വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് ഇല്ല എന്ന് അറിയുക. അപ്പൊ അതൊക്കെ നിങ്ങളുടെ ഒരു സംശയമാണ്, നിങ്ങൾ രോഗിയാണ് എന്നൊക്കെയുള്ള ഒരു സംശയം അല്ലെങ്കിൽ ഒരു ആധി നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ആ ഒരു ആധിയും വ്യാധിയും എല്ലാം അവസാനിക്കാൻ പോവുകയാണ്. ആരോഗ്യം തീർച്ചയായിട്ടും കൈവരുന്നതാണ്. തീർച്ചയായിട്ടും കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഈ പറയുന്ന എല്ലാ ആധി വ്യാധികളും ഒഴിഞ്ഞു പോയി നിങ്ങൾക്ക് സന്തോഷപ്രദമായിട്ടുള്ള ഒരു ജീവിതം കൈവരുന്നതാണ്. 442 എന്ന കുറി നിങ്ങൾ തിരഞ്ഞെടുത്തുന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യം മധ്യമം എന്നാണ് ഫലം പറയുന്നത്. കാരണം ഗ്രഹസ്ഥിതികളൊക്കെ മോശമായിട്ടാണ് ഇരിക്കുന്നത്. നിങ്ങൾക്ക് ഒരു വസ്തു കൈനഷ്ടം വന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ കൈവശത്ത് നിന്ന് ഒരു വസ്തു കാണാതെ പോയിട്ടുണ്ട്. അത് 7 മാസത്തിന് ശേഷം നിങ്ങൾക്ക് തിരികെ ലഭിക്കും എന്നുള്ളതാണ്. അതുമല്ലെങ്കിൽ 2 വർഷത്തിന് ശേഷം നിങ്ങൾക്ക് അത് തിരികെ ലഭിക്കും. അതുകൊണ്ട് തന്നെ ധൈര്യമായിരിക്കുക. ഇപ്പോൾ ഗ്രഹസ്ഥിതി കുറച്ച് മോശമാണ്. ഇനി കുറച്ചു കാലത്തേക്ക് പുതുതായിട്ടൊന്നും ആരംഭിക്കാതിരിക്കുകയാണ് നല്ലത്. അതുപോലെ കുറച്ച് മൗനം ദീക്ഷിക്കുന്നത് നന്നായിരിക്കും. അനാവശ്യമായിട്ടുള്ള ഭാഷണങ്ങളിലേക്കൊന്നും മറ്റുള്ളവരോട് ഇടപെടാതിരിക്കുക. ഈ ഒരു സമയം നിങ്ങൾ മറ്റുള്ളവർക്ക് നന്മയാണ് പറഞ്ഞു കൊടുക്കുന്നത്, അല്ലെങ്കിൽ നല്ല കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത് എങ്കിൽ പോലും അതൊക്കെ ദുർവ്യാഖ്യാനം ചെയ്യാൻ സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് മുന്നേ പറഞ്ഞതുപോലെ മൗനിയായിരിക്കുക. 443 എന്ന അക്കമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെ ഫലിക്കും. എന്നാലും നിങ്ങൾക്കൊരു വസ്തു നഷ്ടപ്പെടും എന്ന് ഫലം പറയുന്നു. ഗ്രഹസ്ഥിതികളൊക്കെ തന്നെ മോശമായിരിക്കുന്ന ഒരു സമയമാണ്. ഇനിയും 1 മാസം കൂടി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അനുകൂലമായ സമയം വരാൻ പോവുകയാണ്. അതിലൂടെ പലതരത്തിലുള്ള സുഖമുണ്ടാകും. അതുകൊണ്ട് ധൈര്യമായിരിക്കാം. നിങ്ങൾ ചെയ്തിട്ടുള്ള സൽപ്രവൃത്തികളുടെ ആ ഒരു ഫലം നിങ്ങൾക്ക് എല്ലാ വിധത്തിലുള്ള ഐശ്വര്യത്തെയും പ്രദാനം ചെയ്യും. അതുപോലെ നിങ്ങളുടെ അകന്ന ബന്ധത്തിൽ നിങ്ങളോട് ആരെങ്കിലും സഹായം അഭ്യർത്ഥിച്ചിട്ടുണ്ട് എങ്കിൽ ആ ഒരു സഹായം നിങ്ങൾ ചെയ്തു കൊടുക്കേണ്ടതാണ്. അങ്ങനെയെങ്കിൽ ശുഭകരമായ ഫലമാണ് പറയുന്നത്. ഇനി ആ ഒരു 444 എന്ന കുറി അല്ലെങ്കിൽ നറുക്കാണ് നിങ്ങൾ തിരഞ്ഞെടുത്തെന്നുണ്ടെങ്കിൽ നിങ്ങൾ വിചാരിച്ച ഏതൊരു കാര്യവും സാധിക്കും എന്നുള്ളതാണ്. മാത്രമല്ല നിങ്ങളുടെ മനസ്സിലൊരു ഭയം ഒളിഞ്ഞിരിപ്പുണ്ട് എന്നുള്ളതാണ്. ആ ഒരു ഭയത്തെയൊക്കെ നിങ്ങൾ ഉപേക്ഷിക്കുക. ഒറ്റയ്ക്കൊന്നും താമസിക്കാതിരിക്കുക. നിങ്ങളുടെ ബന്ധുക്കളോടൊപ്പം താമസിക്കുന്നതാണ് കുറച്ച് നല്ലത്. അതുപോലെ തന്നെ ഇതിനോടകം ചെയ്തുകൊണ്ടിരുന്ന ആ ഒരു തൊഴിലൊക്കെ നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അത് മാറ്റി ആ ഒരു തൊഴിൽ തന്നെ നിങ്ങൾ ഏർപ്പെടുക. അങ്ങനെയെങ്കിൽ അതിൽ നിന്നൊക്കെ നിങ്ങൾക്ക് വലിയ ലാഭവും ഐശ്വര്യവും ഉണ്ടാകും. മുന്നേ പറഞ്ഞതുപോലെ നിങ്ങളൊരു ഭീരുവിനെ പോലെ എന്തോ ഒന്നിനെ ഭയപ്പെടുന്നുണ്ട്. തീർച്ചയായിട്ടും ആ ഒരു ഭയമൊന്നും നിങ്ങളുടെ മനസ്സിൽ വെക്കാൻ പാടില്ല. നിങ്ങൾ ചെയ്ത സൽപ്രവൃത്തികളൊക്കെ തന്നെ ഒരു ഇരുമ്പ് കോട്ട എന്നോണം നിങ്ങളെ പൊതിഞ്ഞ് സംരക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ട് യാതൊരു തരത്തിലും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഏത് ദുർശക്തി വിചാരിച്ചു കഴിഞ്ഞാലും നിങ്ങളെ നശിപ്പിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അത്രത്തോളം പുണ്യപ്രവൃത്തികൾ നിങ്ങൾ ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനിയും അത്തരത്തിൽ നല്ല കർമ്മങ്ങൾ ചെയ്യുക. കുടുംബ ക്ഷേത്ര ദർശനം നടത്തുക, വീടിനടുത്തുള്ള ക്ഷേത്രങ്ങൾ ദർശിക്കുക, അതുപോലെ ഇഷ്ടദേവതയെ പ്രാർത്ഥിക്കുക. അതെല്ലാം ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് കൂടുതൽ ഐശ്വര്യവും സുഖവും സമാധാനവും ശാന്തിയും കൈവരുന്നതാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്തൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.